ഭഗവാനൊരു സമയമുണ്ട്. ഞാൻ എപ്പോഴും നിങ്ങൾക്കും പരിശോധിച്ചറിയാം, ഈശ്വരന് നല്ല കാലവും ചീത്തക്കാലവും ഉണ്ട്. നമ്മൾ വിചാരിക്കരുത് ഈശ്വരന് എപ്പോഴും നല്ല കാലം മാത്രമേ ഉള്ളൂ എന്ന്. ഓരോ സ്ഥലത്തും ഇരിക്കുന്ന ഈശ്വരന് അദ്ദേഹത്തിന്റെ ആ രാശിപ്രകാരം അദ്ദേഹത്തിന് ഉയർച്ചയും താഴ്ചയും ഉണ്ടാവും. ദേവപ്രശ്നമൊക്കെ നോക്കുമ്പോൾ പറയും, ഇപ്പൊ ഭഗവാന്റെ നല്ല സമയമാണ്, ഇപ്പൊ ഭഗവാന്റെ മോശം സമയമാണെന്നൊക്കെ പറയും. അങ്ങനെ നല്ല സമയത്തിലൂടെയും മോശം സമയത്തിലൂടെയും കടന്നുപോയ ദൈവങ്ങളാണ് നമ്മുടെ നാട്ടിലുള്ള മുഴുവൻ ആൾക്കാരും, ഇൻക്ലൂഡിങ് സുപ്രീം നമ്മുടെയൊക്കെ സ്വന്തം ഗുരുവായൂരപ്പൻ ഉൾപ്പെടെ. ഭഗവാനൊക്കെ അനുഭവിച്ചതിന്റെ അത്ര ഈ മാറാടിയിരിക്കുന്ന ഭഗവാൻ പോലും അനുഭവിച്ചിട്ടുണ്ടാവില്ല. ഗുരുവായൂരപ്പൻ അനുഭവിച്ചതിന്റെ അത്ര. എത്ര കാലം, എനിക്ക് തോന്നുന്നു എത്രയോ വർഷം, ഇവിടെ എനിക്ക് തോന്നുന്നു ഒരു 30 വർഷമായിട്ട് ഭഗവാന്റെ ഈ അന്ത്യത്തിരിയെങ്കിലും മുടക്കിയിട്ടില്ല. വൈകുന്നേരം ദീപാരാധനയും മറ്റു കാര്യങ്ങളൊക്കെ എത്രയോ കാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. മതിൽക്കെട്ട് വന്നു, ഓരോന്നായിട്ട് വന്നു. ഗുരുവായൂർ അമ്പലത്തിൽ ഗുരുവായൂരപ്പനെ ഉണ്ടായിരുന്നില്ല 10-45 കൊല്ലം, അല്ല 5 വർഷം, സോറി 5 വർഷത്തോളമാണെന്നാണ് എൻ്റെ ഓർമ്മ. ഗുരുവായൂർ അമ്പലത്തിൽ നിന്ന് ഗുരുവായൂരപ്പനെ തന്നെ കൊണ്ടുവന്നു. ടിപ്പുവിന്റെ പടയോട്ടക്കാലത്ത് അദ്ദേഹം എടുത്തത് ഇവിടെ അടുത്തായിരുന്നു, അമ്പലപ്പുഴയിൽ, നിങ്ങൾക്കറിയാം. ക്ഷേത്രം ആക്രമിക്കപ്പെട്ടു, ഭഗവാന്റെ സ്വർണ്ണ കൊടിമരം പുറകെ കൊണ്ടുപോയി, അമ്പലത്തിന് തീയിട്ടു. അതൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ലല്ലോ, ഭാഗ്യം. ഗുരുവായൂരപ്പന്റെ വിഗ്രഹം തന്നെ എടുത്തിട്ട് അമ്പലപ്പുഴ നദിയിലായിരുന്നു അതിന്റെ മൂലവിഗ്രഹം കടന്നിരുന്നത്, അമ്പലപ്പുഴ ക്ഷേത്രത്തിലായിരുന്നു, ആ തിടമ്പുണ്ടായിരുന്നു എന്നൊക്കെയാണ് വിശ്വാസം. ടിപ്പു മരിച്ച് 1 വർഷം കഴിഞ്ഞിട്ടാണ് നാട്ടിൽ അറിയണത് ടിപ്പു മരിച്ചു എന്ന്. ഇന്നത്തെ പോലെ മീഡിയാസ് ഒന്നുമില്ല. ശ്രീരംഗപട്ടണം ഉടമ്പടി കഴിഞ്ഞിട്ടും ടിപ്പു വീണു എന്നുള്ളത് കേരളത്തിൽ അറിയണത് ടിപ്പുവിന്റെ മരണത്തിന് ശേഷം 1 കൊല്ലം കഴിഞ്ഞിട്ടാ. അപ്പോഴാണ് അറിഞ്ഞത് ടിപ്പുവിന്റെ പടയോട്ടം അവസാനിച്ചു വന്നു. എന്നിട്ടാണ് അമ്പലപ്പുഴയിൽ നിന്ന് ആ തിടമ്പ് വീണ്ടും ഗുരുവായൂർക്ക് കൊണ്ടായത്. എത്ര അനുഭവിച്ചിട്ടുണ്ട് നമ്മുടെ ഈശ്വരന്മാര് നോക്കൂ. എന്നിട്ട് ഇപ്പോഴത്തെ ഗുരുവായൂരപ്പന്റെ അവസ്ഥ എന്താണ്? എല്ലാ തരത്തിലുള്ള പ്രൗഢിയോടും കൂടി ലോകത്തെ ഏറ്റവും കൂടുതൽ ആന മുതലാളിയായിട്ടുള്ള ഭഗവാൻ, ഏറ്റവും കൂടുതൽ സ്വർണ്ണമുള്ള ഭഗവാൻ, ഏറ്റവും കൂടുതൽ സമ്പത്തുള്ള ഭഗവാൻ, സ്വന്തമായിട്ട് കോളേജുള്ള ഭഗവാൻ, സ്വന്തമായിട്ട് ഹോസ്പിറ്റലുള്ള ഭഗവാൻ, എല്ലാം ഉള്ള ഭഗവാൻ. അപ്പൊ ഒരു ചീത്തക്കാലം കഴിഞ്ഞ ഒരു നല്ല കാലം വരും. ഇത് അവിടെ അടുത്താണ്, വലിയ ദൂരമില്ല, പത്തനംതിട്ട ജില്ല. സാക്ഷാൽ ഭഗവാൻ സ്വാമി, അദ്ദേഹത്തിന്റെ അമ്പലം എത്ര തവണ കത്തിപ്പോയിട്ടുണ്ട് രേഖകളിൽ 2-3 ഒക്കെ കാണുന്നുണ്ട്. അതിന് മുമ്പ് എത്ര വട്ടം അത് നശിപ്പിക്കപ്പെട്ടിട്ടുണ്ടെന്ന് ദൈവത്തിന് അറിയുള്ളൂ. പന്തള രാജാവിന്റെ മകനായിട്ട് ഭഗവാൻ മണികണ്ഠനായിട്ട് അവതരിച്ചത് പോലും മറവപ്പടയുടെ തലവനായിട്ടുള്ള ഉദയനൻ എന്ന് പറയുന്ന കാട്ടുകൊള്ളക്കാരൻ ശബരിമല ക്ഷേത്രം തകർക്കുകയും അതിനെ പുനരുദ്ധരിക്കാനാണ് ഭഗവാൻ അവതരിച്ചതൊരു കഥയുണ്ട്. ഇന്ന് നമ്മൾ കാണുന്ന പഞ്ചലോഹ നിർമ്മിതമായിട്ടുള്ള ഇങ്ങനെ ഇരിക്കുന്ന ഭഗവാൻ ഉണ്ടല്ലോ, ആ വിഗ്രഹമേ ആയിരുന്നില്ല അവിടെ ഉണ്ടായിരുന്നത്, അത് തല്ലി പൊട്ടിച്ചു കളഞ്ഞതാ. എന്നിട്ട് ഇപ്പൊ സ്വാമിയുടെ അവസ്ഥ എന്താണ്? എത്ര നന്നായി. അതുകൊണ്ട് ദേവതകൾക്ക് പോലും മോശം സമയമുണ്ട്, നല്ല സമയമുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ ഭഗവാന്റെ മോശം സമയം ഏകദേശം കഴിഞ്ഞു. ഇനി അങ്ങോട്ട് ഇവിടുന്ന് അഭിവൃദ്ധിയുടെ കാലഘട്ടമാണ് നമ്മളെ കാത്തിരിക്കുന്നത്. അതിനുവേണ്ടി അധ്വാനിച്ച ആളുകളുണ്ട്. നിങ്ങൾ ഇനി വന്ന് തൊഴാൻ പോകുന്നുണ്ട്. നിങ്ങൾ ഭഗവാന് പാൽപ്പായസവും തുളസിമാലയും വെണ്ണയും ഒക്കെ കൊടുത്ത് സന്തോഷിപ്പിച്ച് ഭഗവാന്റെ ഉയർച്ചയുടെ കാലഘട്ടമാണ് ഇനി അങ്ങോട്ട് നമ്മൾ നോക്കിക്കാണാൻ പോകുന്നത്. ഈ ഭാഗത്ത് തന്നെയുള്ള ഒരു വലിയ ശ്രീകൃഷ്ണ ക്ഷേത്രമായിട്ട് ഈ ക്ഷേത്രം വൈകാതെ തന്നെ മാറുന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. കാരണം അത്രയധികം ഭഗവാനെ സ്നേഹിക്കുന്ന നിങ്ങൾക്കിടയിലാണ് ഭഗവാൻ വന്ന് താമസിക്കാൻ പോണത് ഇനിയുള്ള സമയം. അപ്പൊ അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് ഒരു കാര്യം മാത്രം ഓർമ്മപ്പെടുത്താനുള്ളത്, ഈ ക്ഷേത്രത്തിന് വേണ്ടി ഇപ്പൊ നിങ്ങളെല്ലാവരും അധ്വാനിച്ചു, പണം കൊണ്ടും സഹകരണം കൊണ്ടൊക്കെ അധ്വാനിച്ചു. അത് നിങ്ങൾ ഒരിക്കലും നിങ്ങൾക്ക് വേണ്ടി ചെയ്തതല്ലല്ലോ. ഞങ്ങൾക്ക് പോകാനൊരു അമ്പലം വേണം, അതല്ല. നമ്മളൊക്കെ ഇവിടുന്ന് കടന്നു പോയാലും എത്രയോ തലമുറകൾക്ക് വന്ന് തൊഴാനും പ്രാർത്ഥിക്കാനും അവരുടെ വിഷമങ്ങൾ ഇറക്കി വയ്ക്കാനുള്ള ഒരു അഭയസ്ഥാനാണ് നിങ്ങൾ ഈ 30 കൊല്ലം കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. അതാണ് അതിന്റെ മഹത്വം. എത്രയോ തലമുറകൾ, നമ്മുടെ തലമുറ കഴിഞ്ഞ് അടുത്ത തലമുറ കഴിഞ്ഞ് അടുത്ത തലമുറ കഴിഞ്ഞ്, നമുക്കറിയില്ല എത്ര തലമുറകൾക്ക് അവർക്കൊരു ആപത്ത് വരുമ്പോൾ ഓടിച്ചെല്ലാനുള്ള ഒരു ആലയാണ് നിങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. എന്താണ് അതിന്റെ മഹത്വം? സ്വന്തം നാട്ടിൽ ചൈതന്യവത്തായിട്ടുള്ള ഒരു ക്ഷേത്രം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ ഭാഗ്യമുള്ള വേറൊരു കാര്യമില്ല എന്ന് പറയുക. അതുകൊണ്ടാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഈ മറ്റേ ശ്ലോകം എടുത്ത് ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് ഹന്തഭാഗ്യം ജനാനാന്ന്. ഇവിടെ ഒന്ന് ജനിക്കാൻ സാധിച്ചല്ലോ ഭഗവാനെ എന്ന്. അത് ഗുരുവായൂർ മാത്രമല്ല, എല്ലാ നാട്ടിലും പറയാം ഹന്തഭാഗ്യം ജനാനാന്ന്. അവനവന്റെ ദേശക്ഷേത്രം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആദ്യത്തെ പരിഗണന കൊടുക്കേണ്ട അമ്പല. നിങ്ങൾ ഒരിക്കലും പറയരുതേ ഈ ഭഗവാൻ തന്നെയാണ് ഗുരുവായൂർ ഇരിക്കുന്നത്, അതുകൊണ്ട് ഗുരുവായൂർ പോയാൽ ഇവിടെ പോയ ഫല എന്ന്. ഇല്ല, ഇവിടെ ഉള്ള ഭഗവാനെ കാണാൻ നിങ്ങൾ ഇവിടെ തന്നെ വരണം. ഗുരുവായൂർ പോയിട്ട് കാര്യമില്ല. ഇവിടെ വന്നിട്ടേ ഗുരുവായൂർ പോലും പോകാൻ പാടുള്ളൂ എന്ന് ഞാൻ പറയും.
അവനവൻ്റെ ദേശക്ഷേത്രത്തിനാണ് ആദ്യത്തെ പരിഗണന കൊടുക്കേണ്ടത്. നിങ്ങൾ ഇവിടെ ഒരു ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹം ഉണ്ടാവുമ്പോൾ, ചൈതന്യം ഉണ്ടാവുമ്പോൾ, ഇവിടെ ഒരു പാൽപ്പായസം കഴിച്ചിട്ട് നിങ്ങൾ ഗുരുവായൂർ 3 ലിറ്റർ കഴിച്ചോളൂ. ഇവിടെ നിങ്ങളൊരു വെണ്ണ നേദിച്ചിട്ട് നിങ്ങൾ ഗുരുവായൂരപ്പന് വളവും പഞ്ചസാരയും കൊടുത്തോളൂ. ഇവിടെ ചെയ്യാതിരിക്കരുതൊന്നും. കാരണം ഇത് നിങ്ങളുടെ കുട്ടിയാണ്, നിങ്ങളുടെ സ്വന്തമാണ്, നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഈ അമ്പലം. ഇതിനിപ്പോൾ ഭാരവാഹികളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഉടമസ്ഥരാരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ നാട്ടുകാർ മുഴുവൻ തന്നെ ഉടമസ്ഥരാ. നിങ്ങളുടെ അമ്പലമാണ്. നിങ്ങൾക്ക് കിട്ടുന്ന പ്രിവിലേജ് ഇവിടെ ഒരാൾക്കും കിട്ടാൻ പോണില്ല. ഇവിടുന്ന് അത്യാവശ്യം ദൂരമുണ്ട് ഗുരുവായൂർക്ക്, എനിക്കറിയാം. എന്തിനാണ് വെറുതെ ഓടുന്നത് എപ്പോഴും? സ്വന്തം നാട്ടിലൊരു ഗുരുവായൂരുണ്ടെന്ന് കരുതി ഇവിടെ ഇരിക്കണ ഗുരുവായൂരപ്പനെ വന്ന് തൊഴുക, അദ്ദേഹത്തിൽ ഗുരുവായൂരപ്പനെ കാണാൻ പഠിക്കുക. ഗുരുവായൂരപ്പനെ ഒരിക്കലും പറഞ്ഞില്ല ഞാൻ ഗുരുവായൂർ മാത്രമേ ഉള്ളൂ. ഗുരുവായൂർ മാത്രമല്ല ഗുരുവായൂരപ്പനുള്ളത് എന്നുള്ളത് പഠിക്കുക എന്നുള്ളത് ആധ്യാത്മികതയുടെ ആദ്യത്തെ പാഠം. ഈ സർവ്വചരാചരങ്ങളിൽ നിറങ്ങി നിൽക്കുന്ന ആ ഭഗവാനാണെന്നുള്ള ഭാവം, ആ ഭാവം കാണുമ്പോൾ ഏറ്റവും ആദ്യം ആ ഭഗവാൻ എവിടെ ഉണ്ട്? സ്വന്തം നാട്ടിലെ അമ്പലത്തിലുണ്ട്. അത് കഴിഞ്ഞിട്ടൊക്കെ മനസ്സിലാക്കിയാൽ മതി എൻ്റെ ഉള്ളിലും ആ ഭഗവാൻ ഉണ്ട് എന്നൊക്കെ. അപ്പം അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ആ ഭഗവാനെ നിങ്ങൾക്ക് നാളത്തെ ഒരു ദിവസം കൂടെ കഴിഞ്ഞാൽ ചെന്ന് ആരാധിക്കാനുള്ള അവസരം കിട്ടണു. ഇവിടെ സ്ഥിരമായിട്ട് ഗുരുവായൂർ പോകുന്ന ആൾക്കാർ, അല്ലെങ്കിൽ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. സ്വന്തം അമ്പലത്തിൻ്റെ വില മനസ്സിലാവാൻ ഗുരുവായൂർ അമ്പലത്തിൽ പോവുക, എന്നിട്ട് ഗുരുവായൂരപ്പനെ തൊഴുത്, ഗണപതി ഭഗവാനെ തൊഴുത്, നിങ്ങൾ മറ്റേ താമരക്കണ്ണനൊക്കെ തൊഴുണ്ടെങ്കിൽ അവിടെയൊക്കെ തൊഴുതതിന് ശേഷം ആ പുറകിലുള്ള അനന്തശയനത്തിൻ്റെ ഒരു വിഗ്രഹം ഉണ്ട്, കണ്ടിട്ടുണ്ടാവും ഗുരുവായൂരപ്പൻ്റെ ശ്രീകോവിലിൻ്റെ നേരെ പുറകിൽ. അവിടെ ആ മേൽശാന്തി പ്രസാദം കൊടുക്കണതിൻ്റെ ഇടത് ഭാഗത്തായിട്ട് ഇരുന്നിട്ടുകൊണ്ട് നിങ്ങൾ വിഷ്ണു സഹസ്രനാമം ജപിക്കുക. സാധാരണഗതിയിൽ ഒരാൾക്കും അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല, ചൊല്ലി തീർക്കാൻ പറ്റില്ല നിങ്ങളെ കൊണ്ട്. എന്തുകൊണ്ട്? 10 മിനിറ്റ് കഴിഞ്ഞാൽ അവിടുത്തെ ആൾക്കാർ പറയും ഇനി പുറത്തിറങ്ങിയിട്ട് ബാക്കി ജപിച്ചാൽ മതി, ഇവിടെ ഇരിക്കണ്ടെന്ന്. അത്രേ ഉള്ളൂ. അതിൻ്റെ ഉള്ളിൽ അത്ര സമയം ഇരിക്കാൻ പറ്റുള്ളൂ, വേറെ നിർത്തിയില്ല. അതിപ്പോൾ അവരെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നിങ്ങളെ ഇവിടെ ആര് പിടിച്ചു മാറ്റും? ഈ അമ്പലത്തിൽ വരോ? അവരെത്ര നേരം വേണമെങ്കിൽ നിൽക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സൗകര്യങ്ങൾ ചെയ്തു തരും. നിങ്ങൾക്കിപ്പോൾ തോന്നുകയാണ് ഗുരുവായൂരപ്പന് ഒരു മഞ്ഞ ഉടുപ്പ് നിങ്ങളുടെ സ്വന്തം കൈകൊണ്ട് തുന്നി സമർപ്പിക്കണം, ഞാൻ കൊടുക്കണ ഡ്രസ്സ് ഇട്ടിട്ട് എനിക്ക് എൻ്റെ ഉണ്ണിയെ കാണണം, രാവിലെ നട തുറക്കണ സമയത്ത് ഞാൻ കൊടുത്ത ഡ്രസ്സ് ഇട്ടിട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത് കാണണം. അൺഫോർച്ചുനേറ്റ്ലി നിങ്ങൾക്ക് ഗുരുവായൂർ പോയിട്ട് നിങ്ങൾ കൊടുക്കുന്ന ഡ്രസ്സ് അവിടെ ചാർത്തില്ല, പഠിക്കൽ വെക്കാം, അതിൻ്റെ ഉള്ളിലേക്ക് എടുക്കില്ല, അത് എടുത്ത് മാറ്റി വയ്ക്കുക. അവിടെ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകാൻ പറയും. ഗുരുവായൂരപ്പൻ എടുക്കുന്നുണ്ട്, അതിൽ തർക്കമില്ല. ഗുരുവായൂരപ്പൻ നമ്മൾ സ്നേഹത്തോടെ കൊടുക്കുന്ന എന്തും, പത്രം പുഷ്പം ഫലം ധോ എന്ന് ഭഗവാൻ പറയണു, ഭക്തിയോടുകൂടി എന്ത് കൊടുത്താലും ഗുരുവായൂരപ്പൻ എടുക്കും. പക്ഷെ നിങ്ങൾക്ക് ആ വിഗ്രഹത്തെ ചാർത്തി കാണാൻ പറ്റില്ല. പുറത്തുനിന്ന് കൊടുക്കുന്ന ഒരു സാധനം, നിങ്ങളൊരു തുളസിമാല കൊടുത്താലും, നിങ്ങളൊരു താമര കൊടുത്താലും, നിങ്ങളൊരു വെണ്ണ കൊടുത്താലും, നിങ്ങൾ എന്ത് കൊടുത്താലും, എനിക്കൊന്നും കദളിപ്പഴം മാത്രം അവിടെ നേതൃത്വത്തിന് ഉപയോഗിക്കും തോന്നുന്നു, ബാക്കി ഒന്നും ഉപയോഗിക്കില്ല. നിങ്ങൾ കൊടുക്കുന്ന പാല് പോലും ഉപയോഗിക്കില്ല. പല സ്ഥലത്തുള്ള പാലാ വരണത്, എല്ലാം കൂടെ ചേർത്ത് ഒഴിച്ചാൽ പിരിയുന്നു പറഞ്ഞിട്ട് അത് ഉപയോഗിക്കില്ല, മാറ്റി വയ്ക്കും. എന്ത് കൊടുത്താലും എടുക്കില്ല. സ്വർണത്തിൻ്റെ ഒരു മാല കൊടുത്താൽ ഉറപ്പായിട്ടും കൊണ്ടേ ചാർത്തി കാണിക്കും, അത് പിന്നെ വേറെ വഴിയില്ല. പക്ഷെ നിങ്ങളുടെ ഈ നാട്ടിലെ മേശാന്തിയോട് നിങ്ങൾ പോയി പറയുകയാണ്, നാളെ ഞാനൊരു മഞ്ഞപ്പട്ട് കൊണ്ടുവന്ന് ചാർത്തുമെന്ന് വെച്ചാൽ ഇവിടെ എടുക്കുമല്ലോ. കുറച്ച് വെണ്ണ നിങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് പറയുകയാണ്, ഇതാ എനിക്കിത് നേദിച്ച് തരണം എന്ന് പറഞ്ഞാൽ ഇവിടെ നേദിക്കുമല്ലോ. നിങ്ങളെ വീട്ടിൽ ആദ്യം ഉണ്ടായിട്ടുള്ള കദളിക്കൊല അതൊന്നൊരു ചീർപ്പ് പഴം എടുത്തിട്ട് ഒരു ഇലയിലാക്കിയിട്ട് ഇതെൻ്റെ ഗുരുവായൂരപ്പൻ എന്ന് പറഞ്ഞ് നിങ്ങൾ ഇവിടെ കൊണ്ടേ സമർപ്പിച്ചാൽ അത് നേദിച്ച് നിങ്ങൾക്ക് തിരിച്ചു തരും. സ്വന്തം നാട്ടിലെ അമ്പലത്തിൻ്റെ വില മനസ്സിലാക്കൂ. ഇവിടെ ഒരാളും പിടിച്ചു തല്ലില്ല, ഇവിടെ ഒരാളും മതി എന്ന് പറയില്ല, ഇവിടെ ഒരാളും നീങ്ങൂ 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 എന്ന് പറയില്ല. എത്ര നേരം വേണമെങ്കിലും നിൽക്കാം. അതാണ് സ്വന്തം നാട്ടിലെ അമ്പലത്തിൻ്റെ വില. നമുക്ക് ലോഡ് കണക്കിന് വിഷമങ്ങൾ ഉണ്ടല്ലോ, ഇതൊക്കെ പറഞ്ഞു തീരണ്ടേ? ഗുരുവായൂർ പോകുമ്പോൾ എത്ര സമയം കിട്ടും ശ്രീകോവിലിന് മുമ്പിൽ? കണ്ടാ കണ്ടു, അങ്ങനെ പോകാന്നാ. ഇവിടെ നിങ്ങൾക്ക് മണിക്കൂറുകളോളം നിന്ന് സംസാരിക്കാം, ആര് പിടിച്ചു മാറ്റും? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ കുട്ടിയാണ് ഗുരുവായൂരപ്പൻ, എല്ലാവരുടെയും കൂടെ കുട്ടിയാണ്. അതുകൊണ്ട് എല്ലാവരും കൂടെ കൊഞ്ചിക്കാൻ വരുമ്പോൾ നമുക്ക് അത്ര സമയം കിട്ടില്ല. ഇവിടെ ഇരിക്കുന്ന ഭഗവാൻ നിങ്ങളുടെ മാത്രം കുട്ടിയാണ്. സോ ആ വില മനസ്സിലാക്കുക. ആ ക്ഷേത്രത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി നമ്മളാലാകുന്നത് എന്തും ചെയ്യാം. നമ്മളാലാകുന്ന എന്തൊരു കാര്യം, ഈവൻ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലെങ്കിലും പുറത്ത് ഏതെങ്കിലും സ്ഥലത്ത് പോണ സമയത്ത്, ഇപ്പോൾ നിങ്ങൾ തൃശ്ശൂരോ പത്തനംതിട്ടയോ ഇടുക്കിയോ എവിടെയെങ്കിലൊക്കെ ടൂർ പോകുന്ന സമയത്ത് നിങ്ങളുടെ റിലേറ്റീവ്സ് ആയാലും ഉണ്ടെങ്കിൽ പറയുക, ഞങ്ങളുടെ നാട്ടിലൊരു അമ്പലം ഉണ്ട്, നിങ്ങൾ അവിടെ വന്ന് തൊഴുതാൽ നിങ്ങൾക്ക് ഈ ഒരു കാര്യം നടക്കും. വെറുതെ പറഞ്ഞാൽ മതി, ഭഗവാൻ നടത്തി കൊടുത്തോളൂ. കുട്ടികളില്ലാത്ത ഒരാളുണ്ട്, അവരോട് പറയുകയാണ്, കല്യാണം കഴിഞ്ഞിട്ട് കുറേ നാളായില്ലേ, കുറേ ട്രീറ്റ്മെൻറ്റ് എടുത്തില്ലേ, ട്രീറ്റ്മെൻറ്റ് അതിൻ്റെ വഴിക്ക് നടക്കട്ടെ. ഒരു ദിവസം ഞങ്ങളുടെ നാട്ടിൽ മാറാടി ഒരു തിരുമധുര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഉണ്ട്, അവിടെ വന്ന് തൊഴുതിട്ട് ഭഗവാൻ ഒരു നെയ്വിളക്ക് കഴിക്കൂ, അല്ലെങ്കിൽ ഒരു വെണ്ണ കഴിക്കൂ, നിങ്ങളുടെ പ്രശ്നം മാറും എന്ന് പറഞ്ഞു നോക്കൂ. നിങ്ങൾ അവർ വണ്ടി വിളിച്ച് ഇവിടെ വന്ന് തൊഴുത്
നെയ്വിളക്കൊന്നും കൊടുത്തില്ലെങ്കിൽ പോലും അവർ തിരിച്ചു പോകുമ്പോൾ ഭഗവാൻ അനുഗ്രഹിക്കും, നല്ല ഉണ്ണി ഉണ്ടാവും. അവരത് 4 ആൾക്കാരോട് പറയും, അത് 8 ആൾക്കാരോട് പറയും, അത് 16 ആൾക്കാരോട് പറയും. അങ്ങനെ പ്രസിദ്ധി ആർജിച്ച ഈ ക്ഷേത്രം ഒരു മഹാക്ഷേത്രമായിട്ട് ഭാവിയിൽ മാറും. അത്രയും ചെയ്താൽ മതി. സ്വന്തം നാട്ടിലെ അമ്പലത്തിന്റെ PR ആവുക എല്ലാവരും. നമ്മൾ ബാക്കിയുള്ള ആൾക്കാർക്കൊക്കെ വേണ്ടി കുറെ PR പണി ചെയ്യുന്നുണ്ടല്ലോ. നമുക്ക് ഇഷ്ടപ്പെട്ട ആളുകൾക്ക് വേണ്ടി, ഇഷ്ടപ്പെട്ട പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി ഒക്കെ എല്ലാവരും ചെയ്യും, അത് അവരവരുടെ ഇഷ്ടം. അതിന്റെ കൂടെ സ്വന്തം നാട്ടിലെ അമ്പലത്തിന് പ്രൊമോഷൻ കൂടി കൊടുക്കുക. നിങ്ങൾക്കറിയില്ല ഭഗവാന്റെ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. അവിടെ അടുത്താണല്ലോ ഉളനാട്. എങ്ങനെ കടന്നിരുന്ന അമ്പലമായിരുന്നു അത്, ഇന്ന് അതെങ്ങനെ മാറി. ഒരു ഘട്ടം നിന്ന് എല്ലായിടത്തും ഉറിയാണ് അവിടെ, എവിടെ പോയാലും. ഞാനിപ്പോൾ ഇവിടെ അടുത്ത് ചേനപ്പാടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം കൊണ്ട് അടുത്തൊരു അമ്പലം ഉണ്ടായിരുന്നു കോട്ടയത്ത്. അതെങ്ങനെ കടന്നിരുന്ന അമ്പലമാണ്. ഇന്ന് അവിടെ പ്രസിദ്ധമായിട്ടുള്ള വഴിപാടുകൾ 1-2 വന്നോട് കൂടിയിട്ട് പല ദിക്കിൽ നിന്നും ആളുകൾ വരുന്നു, പ്രസിദ്ധി ആർജിക്കുന്നു, അമ്പലത്തിന്റെ വരുമാനം കൂടുന്നു, മഹാക്ഷേത്രത്തിന്റെ ലെവലിലേക്ക് മാറാൻ പോണു, ധ്വജം വന്നു, എല്ലാം വന്നു. ഇവിടെയും വേണ്ടേ നമുക്ക്. നവീകരണം കഴിഞ്ഞിട്ടുള്ളൂ, പുനഃപ്രതിഷ്ഠ കഴിഞ്ഞു. ശ്രീകൃഷ്ണ ക്ഷേത്രമാണത്. ക്ഷേത്രം കംപ്ലീറ്റ് ആവണമെന്നുണ്ടെങ്കിൽ ചുറ്റുമതിൽ ഉൾപ്പെടെ, ധ്വജം ഉൾപ്പെടെ കുറെ കാര്യങ്ങൾ ഇനിയും ചെയ്യാനുണ്ട്. ധ്വജം വേണം. ഇവിടെ ഉത്സവം നടത്തണം, കൊടിയേറ്റ് ഉത്സവം. കൃഷ്ണന്റെ അമ്പലത്തിൽ ധ്വജം നിർബന്ധമാണ്. ഇപ്പൊ ഇവിടെ ഭദ്രകാളി ഇരിക്കണമെങ്കിൽ ഞാൻ പറയില്ലായിരുന്നു ധ്വജം ഒന്നും വേണ്ട, അമ്മ കാവിലിരിക്കണ ദേവതയെ, കാവിന് കൊടിമരം നിർബന്ധമൊന്നുമില്ല. ഇവിടെ കൃഷ്ണനാണ്, കൃഷ്ണൻ ക്ഷേത്രത്തിലിരിക്കണ മൂർത്തിയാ, അദ്ദേഹത്തിന് ധ്വജം വേണം. ഗരുഡൻ ഭഗവാന്റെ കൊടിയടയാളാണ്, നിർബന്ധമായിട്ടും വേണം. അപ്പൊ ഇനി എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്തു തീർക്കാനുണ്ട്. എത്രത്തോളം നിങ്ങൾ പുനഃപ്രതിഷ്ഠയ്ക്ക് എഫേർട്ട് എടുത്തോ അത്രയും തന്നെ ധ്വജപ്രതിഷ്ഠയ്ക്ക് എടുക്കേണ്ടി വരും. തേക്കിന്റെ തടി കണ്ടുപിടിച്ച് അത് നിലം തൊടാതെ വെട്ടി, ഇത്ര നാൾ വെള്ളത്തിലിട്ട്, ഇത്ര നാൾ എണ്ണയിലിട്ട്, അതിനെ ഒഴിഞ്ഞെടുത്ത്, എത്ര വലിയ പ്രോസസ്സാണ്, എത്രയോ സമയം എടുക്കുന്ന പ്രോസസ്സാണ്. ദയവായിട്ട് കോൺക്രീറ്റിന്റെ ധ്വജമൊന്നും ഉണ്ടാക്കാതിരിക്കുക. ഇന്നിപ്പോൾ അതാണ് എളുപ്പമെന്നുകൊണ്ട് എല്ലാവരും ഇത്തിരി ബുദ്ധിമുട്ടിയാലും നല്ലൊരു മരത്തിന്റെ ധ്വജം, അതിന് ജീവൻ ഉണ്ടാവണം. കോൺക്രീറ്റിന് ജീവനില്ല, മരത്തിനെ ജീവനുള്ളൂ. അതുകൊണ്ട് ഇവിടെ നിങ്ങൾ പരിശ്രമിച്ചാൽ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തെ ഒരു മഹാക്ഷേത്രമാക്കി മാറ്റാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കും. അപ്പൊ നാളെ കഴിഞ്ഞ് ഭഗവാന്റെ നട തുറക്കുന്ന സമയത്ത് ഭഗവാന് കൊടുക്കാനുള്ള ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗിഫ്റ്റ് എന്താ? വെണ്ണയോ, തിരുമുടിമാലയും പാൽപ്പായസവും പഴമഞ്ചസാര എന്നല്ല, ഭഗവാന് പ്രോമിസ് ചെയ്ത് കൊടുക്കുക, ഞങ്ങളാലാവും വിധം ഈ ക്ഷേത്രത്തിന്റെ ഉയർച്ചയ്ക്ക് ഞങ്ങൾ പരിശ്രമിച്ചോളാം, ഒറ്റക്കെട്ടായിട്ട് ഞങ്ങൾ ഒരുമിച്ച് നിന്നോളാം എന്ന് ആ ഭഗവാന്റെ മുഖത്ത് നോക്കി പറഞ്ഞു നോക്കൂ. ഹി വിൽ ബി വെരി ഹാപ്പി. ഗുരുവായൂർ 2500-3000 ലിറ്റർ പാൽപ്പായസം എല്ലാ ദിവസവും ഭഗവാൻ കഴിക്കുന്നുണ്ട്. കിലോ കണക്കിന് വെണ്ണയുണ്ട്, ഇഷ്ടം പോലെ മാലയുണ്ട്, ഇഷ്ടം പോലെ സ്വർണ്ണമുണ്ട്. എന്തേ ഭഗവാന് കുറവുള്ളൂ? ആത്മാർത്ഥമായിട്ട് ഭഗവാന് വേണ്ടി പണിയെടുക്കുന്ന ആൾക്കാരുടെ കുറവ് ഇന്നും ഉണ്ട് നാട്ടിൽ. ആത്മാർത്ഥമായിട്ട് ഭഗവാന് വേണ്ടി ഇറങ്ങി പണിയെടുക്കുന്ന ആൾക്കാർ ഇവിടെ വന്നപ്പോൾ കുറച്ച് ആൾക്കാരെ കണ്ടു. അങ്ങനെ പല ദിക്കിലും കുറച്ചുണ്ട്. ആ കുറച്ച് പോരാ. എല്ലാവരും ഒറ്റ മനസ്സോടുകൂടി ഞങ്ങളുടെ നാട്ടിലിതാ ഉത്സവമാവുകയാണ്. അവിടെ ഭഗവതി പുറത്തേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് കൽപ്പന പറയും ഞങ്ങളോടൊക്കെ. അതിൽ ആദ്യം പറയുന്ന വാക്കാണ് ഈ പല മനസ്സും ഒരു മനസ്സായി എന്ന് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. എന്നുവെച്ചാൽ പല മനസ്സുള്ള ആൾക്കാർ ഒറ്റ മനസ്സോട് കൂടിയിട്ട് പ്രവർത്തിക്കുക ക്ഷേത്രകാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. ഇവിടെ ഒരാളും വലുതുമല്ല, ഒരാളും ചെറുതുമല്ല. നിങ്ങളുടെ റെപ്രസെൻറ്റേറ്റീവ്സ് ആയിട്ടുള്ള ആൾക്കാരാണ് ഭരണസമിതിയിലുള്ളവർ. നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ പണിയെടുക്കണു, നിങ്ങൾ അവർക്ക് പിന്തുണ കൊടുക്കണു. ഇതൊരു ടീം വർക്കാണ്, ഒരു കൂട്ടായ പ്രവർത്തനമാണ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇതിൽ നിങ്ങളുടേതായിട്ടുള്ള പങ്കാളിത്തമുണ്ട്. അവരൊക്കെ അങ്ങോട്ട് ചെയ്തോളെന്ന് പറഞ്ഞിട്ട് മാറി നിൽക്കാനും പാടില്ല, ഞങ്ങളാണ് എല്ലാം എന്ന് പറഞ്ഞിട്ട് അപ്പുറത്തേക്ക് നിൽക്കാനും പാടില്ല. ഇത് ഭഗവാൻ എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും പൊതു സ്വത്താണ്. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ഭാഗവത സപ്താഹം നടക്കുന്ന സമയത്ത്, ഭഗവാൻ കൃഷ്ണാവതാരം ഉണ്ടാവുന്ന സമയത്ത് അവിടെ ചൊല്ലിയിരുന്നൊരു പാട്ടുണ്ടായിരുന്നു, ഈ നീലക്കല്ല് എന്ന് പറഞ്ഞിട്ടൊരു പാട്ട്. നിങ്ങൾ പല ആൾക്കാരും കേട്ടിട്ടുണ്ടാവും. അത് കല്ലു വേണോ നീല നിറം പോലും നല്ല കല്ലു വേണോ വല്ല വൈരി പേര് പോലുന്ന കല്ലു വേണം, കേട്ടില്ലേ? അങ്ങനെ പാട്ടുണ്ട്, കേൾക്കുക, യൂട്യൂബിലൊക്കെ ഉണ്ട്. അതിലൊരു ഭാഗത്ത് പറയും, ഗോപബാലന്മാരാ മുത്തുമാലയുടെ നടുക്കായി ഗോപതിയായി വിളങ്ങും കൃഷ്ണക്കല്ലു വേണമോ എന്നാണ് പാട്ടിൽ പറയുക. എന്നുവെച്ചാൽ ഗോപബാലന്മാരാകുന്ന ഒരു മാല, അതിന് നടുക്കായിട്ട് വിളങ്ങുന്ന കൃഷ്ണനാകുന്ന രത്നം, അതാണ് നമ്മുടെ അമ്പലം. അതിൽ ആ ഗോപബാലന്മാരാവുന്ന രത്നങ്ങളാണ് നമ്മൾ ഓരോരുത്തരും. അതിൻ്റെ നടുക്ക് ഭഗവാൻ ഇരിക്കണം. അതുകൊണ്ട് ആ ഭഗവാനെ നമ്മളാലാവും വിധം സേവിക്കുക. ഭഗവാൻ പ്രപഞ്ചത്തിന്റെ മുഴുവൻ നാഥനാണ്. ഇത് അവിടെ തന്നെ ഉണ്ട്. ലക്ഷ്മി അദ്ദേഹത്തിന്റെ പത്നി, ഈ ലോകത്തുള്ള സകല ഐശ്വര്യങ്ങളുടെയും നാഥ. ആ ഭഗവതിയുടെ ഭർത്താവായിട്ടുള്ള ആ ഭഗവാൻ, അദ്ദേഹത്തിന് സമ്പത്തിന്റെ ആവശ്യമില്ല, സ്വർണത്തിന്റെ ആവശ്യമില്ല. ആകെ ഭഗവാന് വേണ്ടത് സ്നേഹമാണ്. ആ സ്നേഹം നിങ്ങൾ സമർപ്പണങ്ങളായിട്ട് കൊടുക്കുക. ആ സ്നേഹം പാൽപ്പായസമായിട്ട് കൊടുക്കുക, ആ സ്നേഹം വെണ്ണയായിട്ട് കൊടുക്കുക, ആ സ്നേഹം നെയ്വിളക്കായിട്ട് കൊടുക്കുക.
ഇപ്പോഴേ ഞാൻ പറയാം, ഭഗവാൻ ഇവിടെ അദ്ദേഹത്തിന്റെ പൂർണ്ണ സാന്നിധ്യം പ്രകടമാക്കാൻ പോണതിന് മുമ്പേ നിങ്ങളോട് പറയണ സ്റ്റാറ്റ്യൂട്ടറി വാണിംഗ് ആണ്. ദയവായി 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 ഒരു പാൽപ്പായസം മുമ്പിൽ വെച്ച് കൊടുത്തിട്ട് കൃഷ്ണ എനിക്കിത് ചെയ്തു തരണം എന്ന് പറയരുത്. ദയവായിട്ട് പറയരുത്. അത് ബിസിനസ്സാ. ബാർട്ടർ സമ്പ്രദായം നടത്താനുള്ള സ്ഥലമല്ല അമ്പലം. ഈ പാൽപ്പായസം അങ്ങടെടുത്തിട്ട് എനിക്ക് PSC ജോലി ഇങ്ങെടുത്തായോ? അതല്ല. നിങ്ങൾ സ്നേഹത്തോടെ നിങ്ങളുടെ കുട്ടിക്ക് കൊടുക്കണ ഭക്ഷണമാണ് അത്. കണക്ക് വയ്ക്കരുത് ഒരു കാരണവശാലും. കൊടുത്തില്ലെങ്കിലും വേണ്ടില്ല. പക്ഷെ ഭഗവാനോട് നിങ്ങൾ ചോദിക്കണം. ഞാൻ പറഞ്ഞോ, നിങ്ങളുടെ കുട്ടിയാണ്. നിങ്ങൾക്കൊരാവശ്യം വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണോ എൻ്റെ അമ്മ എന്നോട് ഫോൺ ചെയ്തിട്ട് പാല് വാങ്ങിയിട്ട് വാടാ എന്ന് പറയണത്, അതുപോലെ പറയാൻ പറ്റണം ഭഗവാനോട്. കൃഷ്ണ എനിക്ക് ജോലി വേണം, കുറെ നാളായി കല്യാണം കഴിയാണ്ട് നടക്കുന്നുണ്ട്, എനിക്കൊരു ഭാര്യ വേണ്ടേ. ഓപ്പണായിട്ട് സംസാരിക്കുക ഭഗവാനോട്. ഓപ്പണായിട്ട് സംസാരിക്കണവരെ വലിയ ഇഷ്ടമാണോ? മറച്ചു വെക്കാതെ സംസാരിക്കുക. ഉള്ളു തുറന്ന് നിഷ്കളങ്കായിട്ട് സംസാരിക്കുക. പൈസ വേണമെന്നുണ്ടെങ്കിൽ പൈസ വേണമെന്ന് പറയുക. അല്ലാണ്ട് ഒരു തുളസിമാല ചാർത്തിയിട്ട് പൈസ തരണേന്ന് പറയാതിരിക്കുക. ബിസിനസ് ആക്കി മാറ്റരുത്. ഫ്രാങ്ക് ആയിട്ട് ചോദിക്കുക, ഭഗവാനെ ഇന്ന ഒരു ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ എനിക്കുണ്ട്, ഇത്ര രൂപ നാളെ ബാങ്കിൽ അടയ്ക്കണം, എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണേ എന്ന് ഒന്നും കൊടുക്കാതെ പ്രാർത്ഥിച്ചാവും. ഒരു കുഴപ്പമില്ല. ദയവായി എന്തെങ്കിലും കൊടുത്തിട്ട് ഇതിന് പകരം കൃഷ്ണ എനിക്കിത് തരണമെന്ന് പറയരുത്. ഭഗവാൻ നമ്മുടെ വേലക്കാരനോ നമ്മുടെ കയ്യിൽ നിന്ന് എന്തോ പ്രതീക്ഷിച്ചിരിക്കുന്ന ആളല്ല. ആകെ പ്രതീക്ഷിക്കുന്നത് സ്നേഹമാണ്. ഒന്നും കൊടുത്തില്ലെങ്കിലും സ്നേഹിച്ചാൽ മാത്രം മതി, വേറെ ഒന്നും വേണ്ട. ഗുരുവായൂരപ്പന്റെ ഭക്തിയിൽ ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണത്. പ്രശ്നമാണ്, ഒരേപോലെ അനുഗ്രഹമാണ്. നിങ്ങൾക്ക് ചിട്ടകൾ വേണ്ട, ശുദ്ധിയിൽ അധികം പ്രശ്നങ്ങൾ ഭഗവാൻ പറയില്ല, ഒരുപാട് മെറ്റീരിയൽസ് വേണമെന്നില്ല. ആകെ ഭക്തിയുള്ളൊരു മനസ്സ് മാത്രം ഉണ്ടായാൽ മതി. മഹാദേവനിലേക്ക് അമ്മയിലേക്കൊക്കെ വരുമ്പോൾ അതിന് സ്ട്രക്ചർ മാറും. ഭക്തി കുറച്ച് കുറഞ്ഞാലും ചിട്ട കൂടുതൽ വേണം അമ്മയ്ക്ക് ഭഗവതിയുടെ കാര്യങ്ങൾക്ക്. ഗുരുവായൂരപ്പൻ അങ്ങനെയല്ല, കംപ്ലീറ്റ് ഭക്തിയാണ്. ഈവൻ ഞാൻ തന്നെ പലപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇന്ന് ഈ സോക്കോൾഡ് അശുദ്ധിയായിട്ട് കാണുന്ന പീരീഡ്സ് ആർത്തവം. ദ്രൗപദിയുടെ വസ്ത്രാക്ഷേപം നടക്കുന്ന സമയത്ത് ദ്രൗപദി രജസ്വലയായിരുന്നു. ആ ദ്രൗപദിയാണ് ഭഗവാൻ പോയിട്ട് പൊതിഞ്ഞ് സംരക്ഷിച്ചത്. ഒരു തരത്തിലുള്ള ബഹുളാശ്വന്റെയും ശുദ്ധദേവന്റെയും രണ്ട് കഥ പറയും ഭാഗവത്തിൽ. ഒരാൾ വലിയ പണക്കാരനായിരുന്നു, ഒരാൾ വളരെ താഴ്ന്ന ആളായിരുന്നു. പൈസ ഒന്നും ഉണ്ടായിരുന്നില്ല. രണ്ടുപേരും ദ്വാരകയിൽ പോയിട്ട് ഭഗവാനോട് പറയും, ഇന്നേ ദിവസം ഞങ്ങളുടെ വീട്ടിലേക്ക് ഊണ് കഴിക്കാൻ വരണേ എന്ന്. രണ്ടുപേരും പറഞ്ഞ ദിവസവും സമയവും ഒന്ന് തന്നെയായിരുന്നു. ഭഗവാൻ രണ്ട് വീട്ടിലും ഒരേ സമയം പോയി. ഒരു സ്ഥലത്ത് ഗംഭീരമായിട്ടുള്ള സദ്യ ഉണ്ടായിരുന്നു, ഒരു സ്ഥലത്ത് ഒന്നും ഉണ്ടായിരുന്നില്ല, കഞ്ഞിയും പയറും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. രണ്ടും ഹാപ്പി ആയിട്ട് കഴിച്ചു. രണ്ടുപേരോടും പറഞ്ഞു, നിങ്ങൾക്ക് രണ്ടുപേർക്കും നല്ലത് വരട്ടെ, അത്രേ ഉള്ളൂ. അല്ലാണ്ട് കുറെ തന്ന ആളുകൾക്ക് ഡബിൾ അനുഗ്രഹവും കഞ്ഞിയും പയറും കൊടുത്ത ആൾക്കാർക്ക് കുറച്ചും ആ ഏർപ്പാടില്ല. ഭക്തിയോടുകൂടി ആര് വിളിച്ചാലും, ഭക്തിയോടുകൂടി ആരൊക്കെ സമീപിച്ചാലും അവർക്ക് ഉള്ളു തുറന്ന് തന്നെ എടുത്തു കൊടുക്കുന്ന ആളാണ് ഭഗവാൻ. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്, നിങ്ങളുടെ കുട്ടിയായിട്ട് കാണുക, നിങ്ങളുടെ സ്വന്തം ഉണ്ണി. ഇവിടെ രാവിലെ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത്, ഇവിടെ രാവിലെ ഭാവത്തിൽ ഭഗവാൻ കുട്ടിയായിട്ട് വൈകുന്നേരം ആകുമ്പോഴേക്കും ഭഗവാൻ ആ ഒരു വലിയ മഹാപുരുഷന്റെ രൂപത്തിലേക്ക് മാറുന്ന ഭാവമാണ് ഈ ക്ഷേത്രത്തിലുള്ളത്. ആയിക്കോട്ടെ, ഇപ്പൊ ഗുരുവായൂരിരിക്കുന്നത് കൃഷ്ണനല്ലല്ലോ. ഗുരുവായൂരിന്റെ വിഗ്രഹവും ഗുരുവായൂർ നടക്കുന്ന പൂജകളൊക്കെ വിഷ്ണുവിനാണ്. തന്ത്രസമുച്ചയാണ് അവിടെ ആധികാരിക ഗ്രന്ഥം. കൃഷ്ണന്റെ പൂജ വരുന്നത് ശേഷ സമുച്ചയം എന്ന് പറയുന്ന ഗ്രന്ഥത്തിലാണ്. ആ ഗ്രന്ഥം ഉപയോഗിച്ചിട്ടല്ല ഗുരുവായൂർ പൂജ നടത്തുന്നത്. പക്ഷെ നമുക്ക് കൃഷ്ണൻ അല്ലെങ്കിൽ ഗുരുവായൂരപ്പൻ എന്ന് പറയുന്നത് ഉണ്ണികൃഷ്ണനാണ്, കുട്ടിയാണ്. നമുക്കിഷ്ടമുള്ള പോലെ കാണാം, ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് ഒരു കാരണവശാലും പ്രിയപ്പെട്ടവരെ, ഇവിടെ കൊടുക്കുന്ന ഒന്നിനും കണക്ക് വയ്ക്കരുത്. ഇവിടെ കൊടുക്കുന്ന എന്തിനെങ്കിലും തിരിച്ച് പ്രതീക്ഷിക്കരുത്. നിങ്ങൾ തിരിച്ച് പ്രതീക്ഷിക്കാതിരിക്കുമ്പോൾ തന്നുകൊണ്ടേയിരിക്കും ഭഗവാൻ. അൺലിമിറ്റഡ് ഓഫറാ, അങ്ങനെ കിട്ടും. എപ്പോഴും ഞാൻ പറയാറുള്ളൊരു കാര്യമാണ്, ദയവായി ഭഗവാനെ പ്രതീക്ഷിക്കുക, അല്ലാതെ ഭഗവാന്റെ കയ്യിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കാതിരിക്കുക. ഭഗവാനെ പ്രതീക്ഷിച്ച് കഴിഞ്ഞാൽ കിട്ടുന്നതൊക്കെ ശാശ്വതമായിട്ടുണ്ടാവും, എല്ലാ കാലത്തും നിലനിൽക്കും. ഭഗവാന്റെ കയ്യിൽ നിന്നാണ് പ്രതീക്ഷിക്കണമെന്നുണ്ടെങ്കിൽ അതിന് വളരെ ചുരുങ്ങിയ സമയത്ത് ആയുസ് മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് മനസ്സിലാക്കിക്കോളൂ. നിങ്ങൾക്ക് അറിയാവുന്ന കഥയാണ്, ഭഗവാൻ ഉറങ്ങണ സമയത്ത് അർജുനനും ദുര്യോധനും കൂടെ ഭഗവാനെ കാണാൻ പോയ കഥ. ഭഗവാൻ എണീറ്റ് നോക്കിയപ്പോൾ കാലിൻ്റെ അടുത്ത് അർജുനുണ്ട്, തലഭാഗത്ത് ദുര്യോധനുണ്ട്. ഞാൻ ആദ്യം വന്നെന്ന് പറഞ്ഞ് ചെറിയ കലഹമൊക്കെ ഉണ്ടാവും രണ്ടുപേരും തമ്മിൽ. അതിനുശേഷം ഭഗവാൻ ചോദിക്കും, നിങ്ങൾക്ക് എന്താ വേണ്ടത്? രണ്ടുപേരും പറയും, ഞങ്ങളുടെ പക്ഷത്ത് നിന്ന് യുദ്ധം ചെയ്യണം ഭഗവാനെ. ഭഗവാൻ പറയുന്നു, ഈ യുദ്ധത്തിൽ ഞാൻ പങ്കെടുക്കില്ല, ഞാൻ ആയുധം എടുക്കില്ല. നിങ്ങൾ രണ്ടുപേരും എൻ്റെ ബന്ധുജനങ്ങളാണ്, അതുകൊണ്ട് യുദ്ധം ചെയ്യാത്ത എന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് സ്വീകരിക്കാം. ദുര്യോധനൻ പറഞ്ഞു, ഊണ് കഴിക്കാൻ ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാർ ഓൾറെഡി ഉണ്ട്.
ഊണ് കഴിക്കാനും പഴംപൊരി കഴിക്കാനും ചായ കുടിക്കാനും വേണ്ടി മാത്രം, കലവറയ്ക്ക് വരാൻ വേണ്ടി മാത്രം ഇവിടെ ഒരാൾ ഞങ്ങൾ അപ്പോയിന്റ് ചെയ്യണില്ല. വേറെ ഓപ്ഷൻ എന്താ ഉള്ളത്? എൻ്റെ സേനയുണ്ട്, നാരായണ സേന ഗംഭീരാണ്, ഇത്ര അക്ഷൗണിയുണ്ട്, വേണമെങ്കിൽ അതെടുക്കാം, അത് മതി എന്ന് പറഞ്ഞു. അർജുനോടും ചോദിച്ചു, എന്നെ വേണോ? ഞാൻ ഒന്നും ചെയ്യില്ല, വെറുതെ ഇരിക്കുകയുള്ളൂ, മുടക്കാച്ചരക്കാണോ, താല്പര്യമുണ്ടോ? മതി, എന്തില്ലെങ്കിലും കൃഷ്ണ അങ്ങേ കിട്ടിയാൽ മതി എന്ന് പറഞ്ഞു. ഏതാണ് ശാശ്വതമായിട്ട് നിന്നത്? നാരായണ സേന കാറ്റുപോയി. കൃഷ്ണൻ ഉണ്ടായിരുന്ന പാണ്ഡവർക്ക് അന്തിമമായിട്ടുള്ള വിജയം ഉണ്ടായി. അതുകൊണ്ട് ഓൾവേസ് എക്സ്പെക്ട് ലോർഡ് കൃഷ്ണ. എപ്പോഴും ഭഗവാനെ എക്സ്പെക്ട് ചെയ്യുക, ഭഗവാനെ പ്രതീക്ഷിക്കുക, ഭഗവാനെ കിട്ടാൻ വേണ്ടി പണിയെടുക്കുക. അതല്ലാതെ ഭഗവാനിൽ നിന്ന് കിട്ടാൻ വേണ്ടി പണിയെടുക്കരുത്. എന്ത് കൊടുക്കുമ്പോഴും അതിന്റെ കണക്ക് സൂക്ഷിച്ചാൽ ആ കണക്ക് നിങ്ങൾ ഒരു ദിവസം പറയേണ്ടി വരും ഭഗവാന്റെ മുമ്പിൽ ഇരുന്നുകൊണ്ട്. നിങ്ങളെ കൊണ്ട് പറയിക്കും ഭഗവാൻ. ആ കുട്ടിക്ക് നല്ല വികൃതി കൂടുതലാണ്, ഇപ്പോഴേ മനസ്സിലായിക്കോളൂ. നിങ്ങൾ വെക്കുന്ന കണക്കിന്റെ അപ്പുറത്തെ കണക്ക് പുസ്തകം ഭഗവാനുണ്ട്. ഈച്ച് ആൻഡ് എവറിത്തിങ് ഹി കൗണ്ട്സ്. ഓരോ കാര്യവും ഭഗവാൻ കണക്കിൽ വെക്കുന്നുണ്ട്, ഓർത്തോളൂ. ഗുരുവായൂർ സമ്പ്രദായത്തിൽ, ഗുരുവായൂർ പോയി പരിചയമുള്ള ആൾക്കാരാണല്ലോ എല്ലാവരും. എല്ലാ ദിവസവും രാത്രി തൃപ്പുകയ്ക്ക് മുമ്പായിട്ട് അവിടെ നടക്കുന്ന ഒരു ചടങ്ങുണ്ട്. എന്താ അത്? പറയൂ. എല്ലാ ദിവസവും അത് കഴിഞ്ഞിട്ടേ ഭഗവാൻ ഉറങ്ങുള്ളൂ. എന്ത്? ഓലവായന എന്ന് പറഞ്ഞിട്ടൊരു ചടങ്ങുണ്ട് ഗുരുവായൂർ, പോയി നോക്കുക രാത്രി. ഓരോ ദിവസത്തെ കണക്ക് ഭഗവാന്റെ മുമ്പിൽ വിളിച്ച് പറയണം, ഇന്നന്റെ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് കൃഷ്ണ, എന്നിട്ടേ ഉറങ്ങുള്ളൂ. അത് കേട്ടിട്ട് 10,000 വാരര് ഭഗവാന്റെ മുമ്പിൽ വന്നിട്ട് ഓല വായിക്കും, ഇത്ര പാൽപ്പായസത്തിന് ഇത്ര പാലെടുത്തു, ഇത്ര പഞ്ചസാര എടുത്തു എന്ന്. കണക്ക് കൃത്യമായിരിക്കണം. ആ കണക്ക് സാറ്റിസ്ഫൈഡ് ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇടയിൽ ഒപ്പിട്ടിട്ടേ മൂപ്പര് ഉറങ്ങാൻ പോവുള്ളൂ. അതുകൊണ്ട് ദയവായി കണക്ക് വെക്കാതിരിക്കുക. മൂപ്പര് വെച്ചോട്ടെ, മൂപ്പര് നമ്മൾ വെക്കണമെന്നതിന് കണക്ക് വെച്ചിട്ടുണ്ട് എപ്പോഴും. ഭഗവാന്റെ പാരമ്പര്യമാണ്, ഭഗവാന്റെ സ്വഭാവമാണ്. തരുമ്പോ ഒന്നും നിങ്ങളുടെ കയ്യിൽ തന്നു വിടില്ല. ഇപ്പോഴേ ഞാൻ പറയാം, ഒരാൾക്കും ഒന്നും കയ്യിൽ കൊടുക്കില്ല, പകരം കുടുംബത്ത് കൊടുക്കും. എല്ലാം വീട്ടിൽ കൊണ്ടേ കൊടുക്കും. സുധാമാവ് ഈ അവിലും കൊണ്ടൊക്കെ പോയപ്പോൾ മൂപ്പരുടെ കയ്യിൽ ഭഗവാൻ പോണ നേരത്ത് നമ്മുടെയൊക്കെ വീട്ടിലൊക്കെ ചെയ്യണ പോലെ ഒരു 500 നോട്ട് ഇങ്ങനെ മടക്കിയിട്ട് ഇത് വഴിച്ചെലവിന് ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടില്ല. വീട്ടിലാ കൊടുത്തത്. പോയപ്പോഴേക്കും വീടന്നെ മാറിപ്പോയി. ദുര്യോധനും ഭഗവാനെ ധിക്കരിച്ചതിന് ഒറ്റയ്ക്കല്ല കിട്ടിയത്, കുടുംബത്തോടുകൂടി പോയി. എന്തും വീട്ടിൽ കൊടുക്കണ പാരമ്പര്യ ഗുരുവായൂരപ്പനുള്ളത്. അതുകൊണ്ട് കണക്ക് വെക്കാതിരിക്കുക. സ്നേഹത്തിന് കണക്കുണ്ടായാൽ മതി, അതുണ്ടായിക്കോട്ടെ. ഈ എൻ്റെ നാട്ടിൽ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് വാത്സല്യം എന്ന് പറഞ്ഞിട്ട് ഒരു സിനിമയുണ്ട്. മമ്മൂട്ടി അനുഭവിച്ച ഒരു സിനിമ, നിങ്ങൾ അതിനെ കേട്ടിട്ടുണ്ടാവും. അതിൽ അദ്ദേഹം പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, എൻ്റെ കയ്യിൽ കണക്കില്ല പക്ഷെ ദൈവത്തിന്റെ കയ്യിൽ കണക്കുണ്ട്. സിദ്ദിഖിന്റെ അടുത്ത് പറയും. അതുപോലെ നിങ്ങൾ കൊടുത്ത ഓരോന്നും ഭഗവാൻ കൗണ്ട് ചെയ്യുന്നുണ്ട്, സ്നേഹത്തോടെ കൊടുത്തെങ്കിൽ മാത്രം. ഇല്ലാന്നുണ്ടെങ്കിൽ അതിന് വാല്യൂ ഇല്ല. ഒരു കഥ പറഞ്ഞു കേട്ടിട്ടുള്ളത്, ഞാൻ തന്നെ ഇത് പലയിടത്തും പറഞ്ഞിട്ടുണ്ട്, കേട്ട ആൾക്കാർക്ക് ക്ഷമിക്കുക. ഒരു മുത്തശ്ശി, അവര് ഗുരുവായൂർ പോവാൻ വേണ്ടി ഏകദേശം ശ്രമം തുടങ്ങിയ സമയം മുതൽ പൈസ കൂട്ടി വെക്കുന്നതിന്റെ കൂടെ തന്നെ അവരുടെ വേലിക്കരികിൽ ഉണ്ടായിരുന്ന കുന്നിക്കുരുകളിൽ നിന്ന് കുന്നിക്കുരു പെറുക്കി കൂട്ടി വെക്കുമായിരുന്നു അത്രേ എല്ലാ ദിവസവും. കഷ്ടി പോകാനുള്ള പൈസ ആയപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഒരു കിഴി കെട്ടിയിട്ട് ഭഗവാനെ കാണാൻ പോയി. നല്ല തിരക്കുള്ള ദിവസമായിരുന്നു. ആ ഫ്ലൈ ഓവറിൽ അങ്ങോട്ട് താഴത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് പാവം അതിനെ ആരോ പിടിച്ച് തള്ളിയിട്ട് അതിന്റെ കയ്യിലുള്ള ഈ കുന്നിക്കുരു മുഴുവൻ, ആ നിങ്ങൾ പോയി തൊഴാറുണ്ട് ആ ഭാഗം ഉണ്ടല്ലോ, ആ വലിയ ബലിക്കലിന്റെ ഭാഗം, അവിടെ മൊത്തം ചെന്നിച്ചതറി കിടന്നു അത്ര. കുറെ ആൾക്കാർ അതിൽ ചവിട്ടിപ്പോയി. ഈ പാവം അതിന്റെ അവിടെ കിടന്നിട്ട് ഇങ്ങനെ തപ്പുക. അപ്പൊ ദേവസ്ഥയിലെ കുറെ ആൾക്കാരും ചില ആൾക്കാരൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്തു അമ്മേനെ. കുറെ കുന്നിക്കുരുവൊക്കെ വാങ്ങി കൊടുത്തിട്ട് ആ കിഴിയിലിട്ട് കൊടുത്തു, അത് കെട്ടിക്കൊടുത്തു. നടക്കിലെത്തിയപ്പോൾ ഭഗവാനോട് പറഞ്ഞു, എനിക്ക് വേറെ ഒന്നും തരാനില്ല, ഇവിടെ എല്ലാ ദിവസവും സ്വർണവും വെള്ളിയും ഒക്കെ ആവശ്യത്തിലധികം വരുന്നുണ്ട്, എനിക്ക് തരാൻ ഇത് മാത്രമേ ഉള്ളൂ കൃഷ്ണ, അത് സ്വീകരിക്കണേ എന്ന് പറഞ്ഞ് ആ തൃപ്പടിയിൽ വെച്ചു അത്രേ. എന്നിട്ട് അമ്മ തിരിച്ചുപോയി. അന്നേ ദിവസം ഭഗവാന് ഒരു ആനയെ നടക്കിയിരുത്താൻ വേണ്ടിയിട്ട് ബാംഗ്ലൂരിലുള്ളൊരു വ്യവസായി അദ്ദേഹം വന്നിരുന്നു എന്നാണ്. അദ്ദേഹത്തിന് വലിയ അഭിമാനമായിരുന്നു, ഗുരുവായൂരപ്പൻ ആനയെ കൊടുക്കാൻ പോകണം. അദ്ദേഹം മീഡിയാസിനെയും സകലമാന ആൾക്കാരെയും, ഈവൻ നമ്മുടെ കേരളത്തിലുള്ള പ്രശസ്തനായിട്ടുള്ള ഒരു സിനിമാ താരത്തെയൊക്കെ കൊണ്ടുവന്നിരുന്നു ആ പബ്ലിസിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട്. ആനയെ നടക്കിരുത്തി ഭഗവാന് കളഭവും തിരുമുടിമാലയൊക്കെ ചാർത്തി തൊഴുത് അദ്ദേഹം തിരിച്ചുപോയി. രണ്ട് ഭക്തരുടെ കോണ്ടെക്സ്റ്റ് ആണ്, നിങ്ങൾ ആലോചിക്കണം.
പിറ്റേ ദിവസം രാവിലെ ഗുരുവായൂർ പ്രദേശത്തുള്ള പേപ്പറുകളിലൊക്കെ ഇദ്ദേഹം ആനയെ കൊടുത്തത് വന്നു. കുന്നിക്കുരു ഒന്ന് ആര് നോക്കാൻ? പക്ഷെ ആ ആനയെ കൊടുത്ത് അദ്ദേഹം ബാംഗ്ലൂർ പോയപ്പോൾ തൊട്ടിട്ട് അദ്ദേഹത്തിന് എല്ലാ ദിവസവും സ്വപ്നത്തിൽ ഒരു കുട്ടി കരയുന്നതായിട്ട് സ്വപ്നം കാണാൻ തുടങ്ങിയതാണ്. അദ്ദേഹത്തിന്റെ ബിസിനസ്സിന് പലയിടത്തും നഷ്ടങ്ങൾ സംഭവിക്കുന്ന പോലെ തോന്നിയത്രേ. സ്മൂത്തായിട്ട് നടക്കേണ്ട വർക്കുകളൊക്കെ പെട്ടെന്ന് മുടങ്ങി പോണ പോലത്തെ ഒരു പ്രതീതി ഉണ്ടായി എന്നാണ്. അപ്പൊ അദ്ദേഹം ആലോചിച്ചു, ഇത്ര ഞാൻ ഗുരുവായൂരിന് ഇത്രയും കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ട് എനിക്ക് ഇതാണല്ലോ തിരിച്ചു കിട്ടുന്നത്. ഇപ്പൊ ഈ നന്നായിട്ട് രാശി വെച്ച് നോക്കാൻ അറിയണ ചില ജ്യോത്സ്യന്മാരുണ്ട് നാട്ടില്. അങ്ങനെ ഒരാളെ പോയി കണ്ട് അദ്ദേഹം പറഞ്ഞു, അത്ര ഞാൻ കൃഷ്ണന് ഇത്ര കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. ഓരോന്നിനും അദ്ദേഹത്തിൻ്റെ അടുത്ത് കണക്കുണ്ടായിരുന്നു. ഞാൻ ഇത്ര പഴം പഞ്ചസാര കൊടുത്തു, ഇത്ര പാൽപ്പായസം കൊടുത്തു, അന്നേ ദിവസം ഞാൻ ആനയെ തന്നെ നടക്കിരുത്തി, എന്നിട്ട് എനിക്ക് എന്തുകൊണ്ട് ഈ ഗതികേട് വരുന്നു? ഞാൻ കൊടുത്തത് ഭഗവാൻ സ്വീകരിച്ചിട്ടില്ലേ? ചോദിച്ചു. അദ്ദേഹം ഈ രാശി വെച്ചിട്ട് കൃത്യമായിട്ട് പറയാൻ അറിയാവുന്ന ജ്യോത്സ്യന്മാരുണ്ട് അദ്ദേഹത്തെ പോലെ. അദ്ദേഹം ഒരു കഥ പറഞ്ഞു കൊടുത്തു അദ്ദേഹത്തിന് എന്നാണ്, ഈ ബാംഗ്ലൂരിലെ വ്യവസായിക്ക്. ഈ ആനയെ നടക്കിരുത്താൻ വേണ്ടിയിട്ട് വെള്ളയും കരിമ്പടവും വിരിച്ചിട്ട് അതിന്റെ മുകളിലാണ് ആന ഇരുത്തുക. അങ്ങനെ ഈ വെള്ളയും കരിമ്പടവും വിരിച്ചതിന്റെ ഇടയിൽ ഈ പാവം മുത്തശ്ശിയുടെ കയ്യിൽ നിന്ന് തെറിച്ചു പോയ ഒരു കുന്നിക്കുരു അതിന്റെ അടിയിൽ കിടന്നിരുന്നു അത്ര. ഈ ആന അതിന്റെ മുകളിൽ കയറിയിരുന്നപ്പോൾ അത് ചതഞ്ഞിറങ്ങി അത് പൊടിയായിപ്പോയി. എൻ്റെ അമ്മ എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഓരോ ദിവസവും അതിൻ്റെ അധ്വാനത്തിൽ ചേർത്ത് വെച്ചിട്ടുള്ള ആ കുന്നിക്കുരു പോയല്ലോ എന്നുള്ള വിഷമാണ് അത്ര ഗുരുവായൂരപ്പനുള്ളത്. അല്ലാണ്ട് ആനയെ കിട്ടിയ സന്തോഷമല്ലാന്ന്. അതാണ് ഗുരുവായൂരപ്പൻ. അങ്ങനെ ഭഗവാൻ കൗണ്ട് ചെയ്യുള്ളൂ. അതല്ലാതെ പുറത്തുള്ള പ്രകടനങ്ങൾക്കൊന്നും ഹി നെവർ മൈൻഡ്സ്. ഞാൻ കൃഷ്ണഭക്തനാണ്, ഞാൻ ഗുരുവായൂരപ്പൻ്റെ ആണെന്നൊന്നും പറയാതിരിക്കുക. അദ്ദേഹം തീരുമാനിക്കട്ടെ നമ്മളൊക്കെ ആരാണെന്ന്. അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങാൻ പഠിക്കുക. അല്ലാണ്ട് ഞാനാണ് ഗുരുവായൂരപ്പൻ. എന്നെക്കുറിച്ചൊക്കെ പലയിടത്തും അപവാദമുണ്ട്. ഗുരുവായൂരപ്പന്റെ വ്യാസം എന്നൊക്കെ ഫ്ലക്സ് വെച്ചത് ഞാൻ തന്നെ കണ്ട് തൊഴുതിട്ടുണ്ട് കമ്മിറ്റിക്കാരെ. ഞാൻ ഈ ആനയൊക്കെ വരുമ്പോൾ അങ്ങനെ ഫ്ലക്സ് വെച്ച് കണ്ടിട്ടുള്ളതും. ഗുരുവായൂരപ്പന്റെ ഇന്ദ്രസൻ അങ്ങനെയൊക്കെ വെക്കാറുണ്ട്. ഞാൻ വരുമ്പോഴും അങ്ങനെ ഫ്ലക്സ് വെച്ച് കണ്ടു. നമുക്കാർക്കും ഉടമസ്ഥാവകാശമില്ല ഭഗവാനിൽ, നമുക്ക് ആർക്കും ഇല്ല. അദ്ദേഹത്തിന്റെ കസ്റ്റഡിയിലുള്ള ആൾക്കാരാണ് നമ്മളൊക്കെ. എല്ലാവരും ഒരുപോലെയാണ്. ഒരാൾക്കും വലിപ്പം കൂടുതലും ഇല്ല, ഒരാൾക്കും വലിപ്പം കുറവുമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇനി അങ്ങോട്ട് നിങ്ങൾ ഈ ക്ഷേത്രത്തിൽ വന്ന് ആരാധന നടത്തുമ്പോൾ ഒരിക്കൽ പോലും നിങ്ങളുടെ ഉള്ളിൽ ഭക്തി ഉണ്ടായിക്കോട്ടെ. ആ ഭക്തിയുടെ ഉയർച്ചയിൽ ഒരിക്കലും ഈഗോ ഇല്ലാണ്ടിരിക്കാൻ ശ്രമിക്കുക. ഒരിക്കലും അഹങ്കാരം ഉണ്ടാവരുതേ ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കുക. ഭഗവാനോട് അകത്ത് പോയിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ നന്നായിട്ട് വിഷ്ണു സഹസ്രനാമം ചൊല്ലാൻ അറിയുമായിരിക്കും, നിങ്ങൾക്ക് നന്നായിട്ട് ഭഗവത്ഗീത വായിക്കാൻ അറിയുമായിരിക്കും, നിങ്ങൾക്ക് നന്നായിട്ട് ഭാഗവതം ചൊല്ലാൻ അറിയുമായിരിക്കും. പാവം ഇതൊന്നും അറിയാത്ത പാവപ്പെട്ട മനുഷ്യരുണ്ടായിരിക്കും. അവരെയും നിങ്ങളെയും തമ്മിൽ കമ്പയർ ചെയ്തിട്ട് ഞാൻ വലിയ ഭക്തനാണെന്നും അവർക്കിതൊന്നും അറിയില്ല എന്നും പബ്ലിക്കായിട്ട് പോയി പറയാതിരിക്കുക. പിന്നെ നിങ്ങളുടേതായിട്ടുള്ള അനുഭവങ്ങളൊക്കെ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ അടക്കി വെക്കുക. ചില ആൾക്കാരൊക്കെ എന്നോട് വന്ന് പറയാറുണ്ട്, ഞാൻ കൃഷ്ണന്റെ മയിൽപ്പീലി കണ്ടു വ്യാസൻ, ഞാൻ മറ്റേ മഞ്ഞപ്പട്ട് കണ്ടു, ഞാൻ ഓടക്കോല് വിളിക്കാൻ കേട്ടു. ആയിക്കോട്ടെ, കീപ് ഇറ്റ് പേഴ്സണൽ. നിങ്ങളത് പറഞ്ഞു നടക്കുന്നത് പല ആൾക്കാരും എനിക്ക് ഭഗവാനോട് എന്തോ പ്രത്യേക താല്പര്യമുണ്ട്, അല്ലെങ്കിൽ തിരിച്ച് ഭഗവാൻ എന്നോട് എന്തോ പ്രത്യേക താല്പര്യമുണ്ട്, അതുകൊണ്ട് എനിക്കിത് കാണിച്ചു തരുന്നത് നാലാളെ അറിയിക്കാനാണ്. അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ കാണാതിരിക്കുക ചെയ്യട്ടെ, അത് നിങ്ങളുടെ ഉള്ളിലിരിക്കട്ടെ. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഭഗവാൻ തന്നൊരു അനുഭവമായിട്ട് അതിനെ എൻജോയ് ചെയ്യാൻ, അതിൽ അഹങ്കരിക്കരുത്. ചില ആൾക്കാർക്ക് അങ്ങനെ പറയും, രാത്രി ആയി കഴിഞ്ഞാൽ ഞാൻ നീല വെളിച്ചം കാണുന്നു, ഞാൻ ഓടക്കോലിന്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ കൊടുത്ത മാല ഭഗവാൻ അതാ ചാർത്തിയിട്ട് അവിടെ ശ്രീകോവിലിനുള്ളിൽ ഇരിക്കണം. ആയിക്കോട്ടെ, അത് പറഞ്ഞു പോലും അഹങ്കരിക്കരുത്. തിരുവനന്തപുരത്ത് ഒരു കോടി അർച്ചന ഭാഗവത സപ്താഹം ഉണ്ടായിരുന്നു. സ്വാമി ഉദിത് ചൈതന്യജി ആയിരുന്നു അതിന്റെ യജ്ഞാചാര്യൻ. അദ്ദേഹത്തിന്റെ കൂടെ ഇരുന്ന് സംസാരിക്കാനുള്ള ഒരു ഭാഗ്യം ഒരു തവണ എനിക്ക് ഗുരുവായൂരപ്പൻ തന്നു. അപ്പൊ ഞാനും സ്വാമി ഇരുന്ന് ഇങ്ങനെ ഈ അമ്മമാര് വന്ന് സഹസ്രനാമം ജപിക്കണത് കേൾക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് വേണം പ്രഭാഷണം. അപ്പൊ പല നാട്ടിൽ നിന്ന്, തിരുവനന്തപുരത്തു നിന്നും കൊല്ലത്തു നിന്നും ഒക്കെ പല സ്ഥലത്തു നിന്ന് അമ്മമാര് വന്ന്, ഈ മാതൃസമിതിയിലുള്ള ആൾക്കാർ വന്ന് സഹസ്രനാമം പാരായണം ചെയ്യുന്നുണ്ട്. അപ്പൊ ഏതോ ഒരു മുത്തശ്ശി, അവരെ കണ്ടാൽ തന്നെ അറിയാം അവർ കാര്യമായിട്ട് സഹസ്രനാമം ചൊല്ലുന്ന ആളല്ല, പാവം. അവർ വന്ന് ഈ ഏതോ ഒരു മാതൃസമിതിയുടെ ഇടയിലിരുന്നു. അവരും സഹസ്രനാമം ചൊല്ലാൻ തുടങ്ങി. അപ്പൊ ഈ മൈക്കുള്ള ഒരു ചേച്ചിയുണ്ട്.
ആ ചേച്ചിയുടെ റൈറ്റ് സൈഡിലാണ് ഈ അമ്മ ഇരിക്കണത്. മൈക്കിളുടെ ചേച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പേർട്ടാണ്. എത്രയോ നാളായിട്ട് ദിവസവും രാവിലെയൊക്കെ ഇങ്ങനെ സഹസ്രനാമം ചൊല്ലുന്ന ആളാണ്. അപ്പം വിശ്വം വിഷ്ണു വഷത്കാരോ ഭൂതഭവ്യ ഭവത്രഭു, ഈ സ്പീഡുണ്ട്. പാവം ഇപ്പുറത്തിരിക്കണേന് അന്നാവും ചിലപ്പോൾ ആദ്യമായിട്ട് സഹസ്രനാമം പുസ്തകം കൈകൊണ്ട് വിട്ടിട്ടുണ്ടാവുക. ഇങ്ങനൊരു ചടങ്ങ് ഇവിടെ നടക്കണ്ടല്ലോ, എൻ്റെ കൂടി വക ഒന്നായിക്കോട്ടെ എന്ന് കരുതി പോയിരുന്നതാ പാവം. അയമ്മയ്ക്ക് സ്പീഡില്ല. അയമ്മ ഇവര് വിശ്വം വിഷ്ണു വഷത്കാരം എത്തിയപ്പോൾ ഇവിടെ ഓം എത്തിയിട്ടേ ഉള്ളൂ. അപ്പൊ ഇവരുടെ രണ്ടുപേരുടെയും ശബ്ദം മൈക്ക് കൂടെ പുറത്ത് കേൾക്കും. അതാ പ്രശ്നം. ഈ ചേച്ചിയുടെ റൈറ്റ് സൈഡിൽ ഇരിക്കുന്ന ഈ പാവ അമ്മയുടെയും ഫ്ലുവൻ്റ് ആയിട്ട് സഹസ്രനാമം ചൊല്ലുന്ന അമ്മയുടെയും ശബ്ദം എല്ലാവർക്കും കേൾക്കാം. ഇപ്പൊ ഈ ഇടയ്ക്കിടയ്ക്ക് ഈ മുത്തശ്ശി ഇവിടെ ഇരുന്ന് ഈ താളം തെറ്റിക്കല്ലേ, ഒരാൾ ഇങ്ങനെ ഫ്ലോയിൽ പൊക്കോണ്ടിരിക്കുമ്പോൾ ഇതിന്റെ ഇടയിൽ കയറി ശബ്ദം വരിക അല്ലേ. അപ്പൊ ഇയമ്മ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കണ്ട് ഈ മുത്തശ്ശീനെ, ഇതിപ്പോ എവിടെ നിന്ന് വന്നു എന്നുള്ള രീതിയിൽ. കുറേ തവണ ഈ സർവ്വപ്രഹരണായുധയൊക്കെ എത്തേണ്ടതിന്റെ ഏകദേശം അവസ്ഥ കുറേ നേരം, നമുക്ക് എത്ര നേരം നമ്മുടെ ഐഡന്റിറ്റി മറച്ചു വെക്കാൻ സാധിക്കും? സഹസ്രനാമം കംപ്ലീറ്റ് ചെയ്യണതിന് മുമ്പ് ഇവരുടെ യഥാർത്ഥത്തിലുള്ള ബോധ്യം എന്താണെന്ന് ഭഗവാൻ പുറത്ത് കാണിച്ച പോലെ അവർ മൈക്ക് കൂടെ ചോദിക്കുന്നത് ആ നാട്ടിലുള്ള മുഴുവൻ ആൾക്കാരും ചോദിച്ചു, ഈ തള്ള എവിടെ നിന്ന് വന്നു? അങ്ങനെ ചോദിച്ചു. എന്നിട്ട് ഗുരുവായൂരപ്പ ഹൂ കേഴ്സ്, മറ്റേ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞ പോലെ ഭഗവാൻ കേൾക്കൂ? ആര് നിങ്ങളുടെ സഹസ്രനാമം കേൾക്കണു അങ്ങനെ പറഞ്ഞിട്ട്? ഭഗവാനോ? എല്ലാവരെയും ഒരുപോലെ കാണാൻ പഠിക്കുക. ഭക്തിയിൽ നമ്മുടെ കയ്യിലുള്ള സ്കെയിൽ വെച്ചിട്ട് ഗുരുവായൂരപ്പന്റെ ഭക്തരെ അളക്കരുത്, പ്രത്യേകിച്ച് കൃഷ്ണഭക്തിയിൽ. നിങ്ങൾ ഗുരുവായൂർ വന്നാൽ കാണാം ഒരു അമ്മ പാവം, അതിനാരുമില്ല, മക്കളും ഇല്ല, കുടുംബക്കാരും ഇല്ല, ആരുമില്ല. അതിനാകെ ഉള്ളതൊരു കൃഷ്ണവിഗ്രഹ, അതും എടുത്തുകൊണ്ട് നടക്കും ഗുരുവായൂരപ്പടെ മുഴുവൻ. അതിനെ അലങ്കരിക്കും, അതിന് പൊട്ടുകുത്തി കൊടുക്കും, അതിന് ഡ്രസ്സ് ഇടും. ചൂട് കാലത്ത് അവിടെ പോയിട്ട് കാണാം മിനറൽ വാട്ടർ കുപ്പി വാങ്ങിയിട്ട് അതിന്റെ വായിൽ ഒഴിച്ചു കൊടുക്കണം. നമുക്ക് കാണുമ്പോൾ പരിഹാസമാണ്. ഓ, ഇതൊക്കെയാണോ ഭക്തി? നിങ്ങൾ ആരാണ് ഭക്തി നിർണ്ണയിക്കാൻ? നിങ്ങളുടെ സ്കെയിൽ വെച്ച് അളക്കാൻ നിങ്ങളെ ആരെങ്കിലും ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ? ഓരോരുത്തർക്കും ഓരോ രീതിയിൽ ഭഗവാനെ ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് ഈ നാട്ടിൽ. നിങ്ങൾ ഭഗവത്ഗീത പഠിച്ചു, ഭാഗവതം പഠിച്ചു എന്ന് വെച്ചിട്ട് നമ്മൾ വലിയ ഭക്തരായി, ഇതൊക്കെ കോപ്രായമായിട്ട് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഓർത്തോളൂ, ഭഗവാൻ കണക്ക് എഴുതി വെക്കുന്നുണ്ട്, നിങ്ങൾക്കുള്ള കണക്ക്. ഒരാളെയും ജഡ്ജ് ചെയ്യാതിരിക്കുക, അദ്ദേഹം ജഡ്ജ് ചെയ്തോട്ടെ. നമ്മളായിട്ട് റാങ്ക് ഉണ്ടാക്കണ്ട. ടോപ്പ് 10 ഭക്തർ, അങ്ങനെ ഒരു റാങ്കും ഇല്ലാതിരുന്ന, ഒരു തരത്തിലുള്ള പ്രിവിലേജസും ഇല്ലാതിരുന്ന, ഒരു തരത്തിലുള്ള സാമ്പത്തിക അടിസ്ഥാനവും ഇല്ലാതിരുന്ന ഒരു പാവം മനുഷ്യന്റെ, ഗുരുവായൂരപ്പന്റെ പരമഭക്തന്റെ ഓർമ്മ ദിവസമായിരുന്നു ഇന്നലെ. ആരുടെ? പറയൂ. ഇന്നലെ എന്താ വിശേഷം? കുംഭമാസത്തിലെ അശ്വതി അല്ലെ? കുംഭമാസത്തിലാകുന്നു നമ്മുടെ ജന്മനക്ഷത്രം അശ്വതി നാളെന്നും എന്ന് ഗുരുവായൂരപ്പന്റെ പൂന്താനം ജ്ഞാനപാനയിൽ പറയുന്നു. ഇന്നലെ ആയിരുന്നു കുംഭമാസത്തിലെ അശ്വതി, അദ്ദേഹത്തിന്റെ ജന്മദിനമായിരുന്നു. നോക്കൂ, എങ്ങനെയൊക്കെയുള്ള മനുഷ്യനാണ് ഭഗവാൻ തൻ്റെ ഭക്തിയെ ഈ പ്രപഞ്ചത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി ഭഗവാൻ ഉപയോഗിക്കുന്നത്. എത്ര കാലം കഴിഞ്ഞിട്ടാണ് ആ പാവത്തിന് ഒരു കുട്ടി ഉണ്ടാവുന്നത്? ഒന്നാമത് ലേറ്റ് മാരേജ് ആയിരുന്നു, ഓത്തില്ലാത്ത നമ്പൂതിരിയായിരുന്നു. വെച്ചാൽ വേദാഭ്യാസം ചെയ്യിക്കാൻ പാടില്ല, വേദം അറിയാം പക്ഷെ അഭ്യസിപ്പിക്കാൻ പാടില്ല. ഓത്തില്ലാത്ത നമ്പൂതിരി എന്ന് പറയും. വേദം ഓതാൻ പാടില്ല. അദ്ദേഹത്തിന് ആകെ ഉണ്ടായിരുന്ന വരുമാനം സപ്താഹം നടത്തിയിട്ടും ഭാഗവതം വായിച്ചിട്ടും കിട്ടുന്ന പൈസയായിരുന്നു, തുച്ഛമായിട്ടുള്ള പണം. അതുകൊണ്ട് അധികം തന്നെ പെട്ടെന്ന് അദ്ദേഹത്തിന് കല്യാണം പോലും ശരിയായിരുന്നില്ല. കുറച്ച് കഴിഞ്ഞിട്ടാണ് കല്യാണമൊക്കെ ശരിയായത്. കല്യാണം കഴിഞ്ഞപ്പോഴോ നിരവധി കാലം കഴിഞ്ഞിട്ടും കുട്ടികളുണ്ടായതുമില്ല. കാത്തിരുന്ന് അവസാനം നല്ല ചുറുചുറുക്കുള്ള നല്ല ഐശ്വര്യമുള്ള ഒരു ആൺകുട്ടിയെ കിട്ടി. അന്നപ്രാശത്തിന്റെ അന്ന് ചോറുണ്ടെന്ന ആ കുട്ടി മരിച്ചുപോയി. സാധാരണ രീതിയിലുള്ള ഒരു ഭക്തനാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഭക്തയാണെങ്കിൽ ആ നിമിഷം രാജിക്കത്ത് കൊടുക്കാൻ ഗുരുവായൂരപ്പൻ, ഇന്നത്തോടു കൂടി നമ്മൾ തമ്മിലുള്ള ബന്ധം തീർന്നു, ഇത്ര നാൾ നിന്റെ പുറകെ നടന്നിട്ട് നീ എനിക്കിതല്ലേ തന്നത് കൃഷ്ണ എന്ന് ചോദിക്കാം. പൂന്താനത്തിന്റെ ഭാര്യ ചോദിച്ചിരുന്നു, മേലാൽ ഞാൻ ഭഗവാനെ തൊഴിൽ, അത് വെറും കല്ലാണെന്ന് പറഞ്ഞു അമ്മ. അത് പറയാനുള്ള അവകാശം ആ അമ്മയ്ക്കുണ്ട്. ഭഗവാൻ ഒന്നും പറഞ്ഞില്ല തിരിച്ച്, കാരണം അതൊരു പെറ്റമ്മയുടെ ഉള്ളിൽ നിന്നുള്ള വിളിയാണ്. പെറ്റമ്മമാരെ ചീത്ത പറഞ്ഞാൽ പോലും ഭഗവാൻ കേട്ടോണ്ടിരിക്കും, ഏത് വലിയ അമ്മയാണെങ്കിലും. പെറ്റമ്മമാരോട് വലിയ ആദരവാണ്. അതുകൊണ്ടാണ് ഈ നാട്ടിൽ ഇപ്പൊ നിങ്ങൾ
ഈ പ്രതിഷ്ഠയൊക്കെ കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഏർപ്പാടെന്ന് പറഞ്ഞാൽ ഇവിടെ ഓൾറെഡി ഉണ്ടോയെന്ന് എനിക്കറിയില്ല, അല്ലെങ്കിൽ ഒരു മാതൃസമിതി പെട്ടെന്ന് തന്നെ ഉണ്ടാക്കുക. പെട്ടെന്ന്, വളരെ പെട്ടെന്ന്, പറ്റുമെങ്കിൽ മറ്റന്നാൾ തന്നെ അമ്മമാരൊക്കെ ചേർന്നൊരു യോഗം ചേർന്നൊരു മാതൃസമിതി ഉണ്ടാക്കി ഞങ്ങൾ ഇനി ഈ അമ്പലത്തിന് വേണ്ടി ഞങ്ങൾ പ്രവർത്തിച്ചോളാമെന്ന് ആ മാതൃസമിതി എല്ലാവരും കൂടെ ചേർന്ന് ഭഗവാനോട് പറയുക. പെറ്റമ്മ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല ഭഗവാൻ. ഒരു അമ്മയുടെ വാക്ക് എന്ന് പറഞ്ഞാൽ അത്ര ഇഷ്ടമാണ്. ആ അമ്മ വന്ന് നീ നശിച്ചു പോട്ടെ എന്ന് പറഞ്ഞാലും ചിരിച്ചുകൊണ്ടിരിക്കും. അതാണ് ഗാന്ധാരി പറഞ്ഞപ്പോൾ ഭഗവാൻ ചെയ്തത്. പെറ്റമ്മയായിരുന്നു ഒരാളുടെ. അമ്മയുടെ സ്വന്തം മക്കളുടെ ചോരയിൽ ചവിട്ടിയിട്ട് നീയും നിന്റെ കുടുംബവും ഒമ്പാടെ നശിച്ചു പോട്ടെ എന്ന് പറഞ്ഞപ്പോഴും ചിരിച്ചുകൊണ്ടിരുന്നു. കാരണം അമ്മയുടെ പെയിൻ എന്താണെന്ന് അറിയാം. അതുകൊണ്ടാണ് പറഞ്ഞത് അമ്മമാരോട് പ്രിവിലേജ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ പൂന്താനത്തിന്റെ ഭാര്യ പറഞ്ഞപ്പോൾ ഭഗവാൻ ഹി നെവർ കെയർഡ്. കുഴപ്പമില്ല, ആ അമ്മയല്ലേ. പക്ഷെ പൂന്താനം എന്ത് പറഞ്ഞു? ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായി എന്ന് അദ്ദേഹം എഴുതി തെളിയിച്ചു ജീവിതം കൊണ്ട്. ഞാൻ എല്ലായിടത്തും പറയാറുള്ളതാണ് പ്രിയപ്പെട്ടവരെ. ഇപ്പൊ നേരത്തെ ഞാൻ വീണ്ടും അത് കോട്ട് ചെയ്തു. ഗുരുവായൂർ നടക്കുന്ന എല്ലാ പൂജകളും, ഗുരുവായൂരിരിക്കുന്ന വിഗ്രഹം, ഗുരുവായൂരിലെ സമ്പ്രദായം, ഇതെല്ലാം മഹാവിഷ്ണുവിനെ കേന്ദ്രീകരിച്ചാണ് നടക്കുന്നത്. അവിടെ ഇരിക്കുന്ന മൂർത്തി എന്ന് പറഞ്ഞാൽ ബാലനാരായണനാണ്. ദേവകിക്കും വസുദേവർക്കും കൃഷ്ണാവതാരം ഉണ്ടാവുന്നതിന് മുമ്പായിട്ട് ആ കാരാഗൃഹത്തിൽ വെച്ച് ഭഗവാൻ കുട്ടിയായിട്ട് വന്ന് 4 കൈയോടുകൂടി ദർശനം കൊടുത്ത രൂപമാണ് ഗുരുവായൂരുള്ളത്. ബാലനാരായണ മൂർത്തി. അല്ലാതെ അത് ഓടക്കോയിൽ വായിക്കണ കൃഷ്ണനല്ല. ആ പൂജാവിധാനത്തിൽ നടക്കുന്ന ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഗുരുവായൂരപ്പനെ എങ്ങനെയാണ് കൃഷ്ണനായിട്ട് നമുക്ക് കിട്ടിയത്? അത് ആ പൂന്താനം എന്ന് വിളിക്കുന്ന ഒറ്റ മനുഷ്യൻ ആ വിഗ്രഹത്തിലേക്ക് നോക്കിയിട്ട് ഉണ്ണി 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 എന്ന് 100 തവണ 1000 തവണ വിളിച്ചതിന്റെ ഫലമാണ് ഉണ്ടായത്. ഭഗവാന് പോലും തോന്നി എൻ്റെ ഐഡന്റിറ്റി മാറിപ്പോണമെന്ന്. ഭക്തൻ വിചാരിച്ചാൽ സാധിക്കും ഭഗവാന്റെ ഐഡന്റിറ്റി മാറ്റാൻ, ഭക്തി കൊണ്ട് മാത്രം. എത്രയോ കഥകൾ ഗുരുവായൂർ ഭാഗത്തുണ്ട്. പണ്ട് ഏതോ ചോദിച്ചു തറേ, ഏതോ ഒരു മഹാത്മാവിനോട്, ഗുരുവായൂർ അമ്പലമായിട്ട് വലിയ ബന്ധമുള്ള വലിയ ഭക്തനാണെന്ന് നടിക്കുന്ന ഒരാളോട്, ഈ കൃഷ്ണനെ കണ്ടാൽ, ഗുരുവായൂരപ്പനെ കണ്ടാൽ എങ്ങനെ ഇരിക്കുന്നു? അയാൾ ഇയാളുടെ ഭക്തി അളക്കാൻ നിന്നു. ഇയാൾക്ക് സഹസ്രനാമം അറിയില്ല, ഇയാൾക്ക് ഭാഗവതം അറിയില്ല, ഇത് ഏതാണ് ഈ മണ്ടൻ എന്ന് കരുതിയിട്ട് അയാളോട് ചോദിച്ചു, തനിക്ക് ഗുരുവായൂരപ്പനെ കണ്ട് പരിചയമില്ലല്ലോ, അദ്ദേഹത്തെ കണ്ട ചട്ടി എരുമട പോലെയാണെന്ന് പറഞ്ഞേ, ഒരു പട്ടുകൂച്ചിന് എരുമട പോലെ. ഭഗവാൻ ആ രൂപത്തിൽ ദർശനം കൊടുത്തതാണ്, എരുമയിട്ട്. അപ്പൊ അതുകൊണ്ട് എങ്ങനെ നമ്മൾ കാണണോ അതുപോലെ ഭഗവാൻ നമ്മളെ തിരിച്ചു കാണാൻ തുടങ്ങും. നമ്മൾ ATM ആയിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ നമ്മളെ കാർഡായിട്ടേ ഭഗവാൻ കാണുള്ളൂ. നമ്മൾ ഭഗവാനെ കുട്ടിയായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ നമ്മളെ അമ്മമാരായും അച്ഛന്മാരായും കൂട്ടുകാരായും ഒക്കെ ഭഗവാൻ കാണും. നമ്മുടെ കയ്യിലായിരിക്കണം നമുക്ക് എന്ത് വേണം എന്നുള്ളത്. ഇഷ്ടമുള്ള പോലെ കണ്ടോളൂ, ഒരു കുഴപ്പമില്ല. either you can imagine as your lover. നിങ്ങൾക്ക് കാമുകനായിട്ട് കാണാം, കുട്ടിയായിട്ട് കാണാം, കൂട്ടുകാരനായിട്ട് കാണാം, പേരക്കുട്ടിയായിട്ട് കാണാം, അച്ഛനായിട്ട് കാണാം, അമ്മയായിട്ട് കാണാം. അങ്ങനെ കാണുന്ന എത്രയോ ആൾക്കാരുണ്ട്, എത്രയോ പേരുണ്ട് അങ്ങനെ കാണുന്ന ആളുകൾ. അവർക്കാർക്കും ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടായില്ല. ഞാൻ ഇങ്ങനെ മാത്രമാണ് എന്ന് ഒരാളോടും ഭഗവാൻ പറഞ്ഞിട്ടില്ല. ഇഷ്ടമുള്ള പോലെ കണ്ടോളൂ എന്നാണ് പറഞ്ഞത്. വേണമെങ്കിൽ നിങ്ങൾക്ക് ചീത്ത പറയാം, ശത്രുതാഭാവത്തിൽ കാണാം, വെറുപ്പോടുകൂടി കാണാം. എനിക്ക് ഇഷ്ടമല്ല കൃഷ്ണൻ എന്ന് പറയാം, എനിക്ക് നിന്നോട് വെറുപ്പാണെന്ന് പറയാം. എങ്ങനെയെങ്കിലും അദ്ദേഹത്തെ സ്മരിക്കുക എന്നുള്ളത് മാത്രമാണ് ഉത്തരം. ശിശുപാലന് മോക്ഷം കിട്ടിയത് എങ്ങനെയാ? ചീത്ത പറഞ്ഞിട്ടാ 100 തവണ മുഖത്ത് നോക്കിയിട്ട്. അപ്പോഴും ചിരിച്ചുകൊണ്ടിരുന്നു. 100 എണ്ണം കഴിക്കും പറഞ്ഞു സമയമായല്ലോ പോവാം. ചീത്ത പറഞ്ഞ് മോക്ഷം പിടിച്ചു വാങ്ങിയ ആളാണ് ശിശുപാലൻ. ഭയം കൊണ്ട് വെറുത്ത് വെറുത്ത് വെറുത്ത്, വെറുപ്പിന്റെ അവസാനം കുട്ടി കൃഷ്ണനോട് എനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞതുപോലെ വെറുത്ത് 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 ഭഗവാന്റെ കയ്യിൽ നിന്ന് മോക്ഷം കിട്ടിയ ആളാണ് ശിശുപാലൻ എന്ന് പറയുന്ന ചേതി രാജാവ്. ഭയന്ന് 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 ഭഗവാനിലേക്ക് മോക്ഷം കിട്ടിയ ആളുടെ പേരാണ് കംസൻ. ഏത് നേരവും ഭഗവാനെ കുറിച്ച് മാത്രം ചിന്തിച്ചു. അതുകൊണ്ട് നിങ്ങളുടെ ഇമോഷൻ എന്ത് തന്നെ ആയിക്കോട്ടെ, അതിൻ്റെ ഒരു ഭാഗത്ത് കൃഷ്ണനുണ്ടോ എന്നുള്ളത് മാത്രമാണ് പരിഗണനാ വിഷയം. നാളെ ഇവിടെ ശ്രീലാൽ വന്ന്, രാജേഷ് വന്ന് മനോഹരി രാധേ രാധേ പാടുന്ന സമയത്ത് നിങ്ങളുടെ ഭജനയുടെ അറ്റത്ത് കൃഷ്ണൻ ഉണ്ടെങ്കിൽ അത് ഭജനയാണ്. നിങ്ങളുടെ കയ്യിൽ മൊബൈൽ ഫോൺ ആണെന്നുണ്ടെങ്കിൽ അത് ഭജനയല്ല. വ്യത്യാസമുണ്ട്. ആ സമയത്ത് ഭഗവാൻ അനുഭവിക്കുക. ഇടയ്ക്കപ്പോഴൊക്കെ ആവാം. ഇത് ഏത് നേരവും നാമസങ്കീർത്തനത്തിന്റെ പ്രാധാന്യം ഇന്ന് സമൂഹം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഭജനയില്, പ്രഭാഷണങ്ങളില് ഒക്കെ ആളുകളുടെ എണ്ണം കൂടുന്നു. ഇത് ഞങ്ങൾ ആരോ പെട്ടെന്ന് ഉണ്ടാക്കിയപ്പോൾ വന്നതല്ല.
ഇതിനു മുമ്പ് നേർന്നു പോയ പാവപ്പെട്ട മനുഷ്യന്മാരുണ്ടായിരുന്നു. അവർ വന്ന് ഭജന നടത്തിയും അവർ വന്ന് പ്രഭാഷണം നടത്തിയും അവർ തന്നിട്ടുള്ള വഴികളിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് പെട്ടെന്നുണ്ടായ ഒരു ഉണർവല്ല. എന്ന് എല്ലാവരും പറയുന്നുണ്ട്, നമ്മുടെ കാലഘട്ടത്തിൽ ഇതാ പുതിയ ഉണർവുണ്ടായിരിക്കുന്നു, ഭജനയ്ക്ക് ആള് കൂടുന്നു, പ്രഭാഷണങ്ങൾക്ക് ആള് കൂടുന്നു, അതാ നമ്മൾ നമ്മുടെ സ്വത്വത്തെ തിരിച്ചറിയുന്നു. എത്രയോ വർഷങ്ങളായി മഹാത്മാക്കളായിട്ടുള്ള പാവപ്പെട്ട മനുഷ്യര് അവർ നടന്നു പോയി ഉണ്ടാക്കി തന്ന അവരുടെ കാല് പതിഞ്ഞ് പുല്ല് വീണ് 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 ഉണ്ടായിട്ടുള്ള വഴികളിലൂടെയാണ് നമ്മൾ നടക്കുന്നത്. ആ ബോധ്യം ഉണ്ടാവണം. എത്രയെത്രയോ ആളുകൾ. അതുകൊണ്ട് ദയവായിട്ട് ഇന്ന് കാണുന്ന ഈ ഒരു ഉണർവിനെ, ഈ ഒരു പുരോഗതിയെ, അതിനെ അളവറ്റ് സന്തോഷിക്കാതിരിക്കുക. അതിന് ഉത്തരവാദിത്തമായിട്ട് കണ്ടുകൊണ്ട് എപ്പോഴും എപ്പോഴും അത് ഉണ്ടാവണേ ഭഗവാൻ എന്ന് പ്രാർത്ഥിക്കുക. നവീൻ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. നവീൻ ഞാനായിട്ട് സംസാരിക്കുന്ന സമയത്ത് ഞങ്ങളോട് പറയാറുണ്ട്, വ്യാസൻ ഇതൊന്നും ട്രെൻഡ് ആവാതിരിക്കട്ടെ. സത്യമാണത്. ഭജനയും ഭക്തിയും ആധ്യാത്മികതയും ട്രെൻഡായ കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്, അൺഫോർച്ചുനേറ്റ്ലി. ഞാൻ ആലോചിച്ചപ്പോൾ നവീൻ പറഞ്ഞ് കറക്റ്റാണ്. ഞാൻ പണ്ട് ഞങ്ങളുടെ നാട്ടിലൊക്കെ, ഇവിടെ എനിക്ക് അറിഞ്ഞൂടാ മൂവാറ്റുപുഴ ഭാഗത്തൊക്കെ എങ്ങനെയാന്ന്, പാലക്കാട്, മണ്ണാർക്കാട്, പെരിന്തൽമണ്ണ സൈഡിലൊക്കെ നമ്മളിങ്ങനെ ട്രാവൽ ചെയ്ത് പോകുമ്പോൾ ഈ കുട്ടികൾ, ചെറുപ്പം കുട്ടികളായിരിക്കും, അവർ റോഡിന്റെ സൈഡിൽ ഒരു മേശ പോലത്തെ ഒരു സാധനം ഇട്ടിട്ട് കുറേ സോഡ കുപ്പി നിരത്തും. എന്നിട്ട് ഒരു സോഡ വേണമെന്ന് നമ്മൾ പോയി പറഞ്ഞു കഴിഞ്ഞാൽ അവർ സോഡ ആദ്യം പൊട്ടിക്കില്ല, അതിന് പകരം കുറച്ച് പച്ചമരുന്ന് എടുത്തിട്ട് ഒരു കുഞ്ഞേ ഗ്ലാസ്സിൽ ഇത്തിരി പച്ചമരുന്ന് ഇടും. എന്നിട്ട് സോഡ പൊട്ടിച്ചിട്ട് അത് വലിയൊരു ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് ഈ കുഞ്ഞേ ഗ്ലാസ്സിലുള്ള പച്ചമരുന്ന് ഇട്ടിട്ട് ഈ സാധനത്തിന്റെ ഉള്ളിലേക്ക് ഇടുമ്പോൾ ഇതിങ്ങനെ പതഞ്ഞ് പൊന്തി വരും. അത് കുടിച്ച് അതിന്റെ റീലിടുക, അതിന്റെ സ്റ്റോറി ഇടുകയായിരുന്നു പണ്ടത്തെ ട്രെൻഡ്. ഏത്? ഫുൾ ജാർ സോഡ എന്നായിരുന്നു അതിന്റെ പേര്. ഇന്ന് നിങ്ങൾ കൂടെ എവിടെയും പോകുമ്പോൾ കാണുന്നുണ്ടോ? ഉണ്ടോ? എന്റെ പരിചയത്തിലില്ല. അത് കഴിഞ്ഞ് കുറച്ചുകൾ കഴിഞ്ഞപ്പോൾ പിന്നെ കോവിഡ് കാലത്ത് ഇല്ലാത്ത ട്രെൻഡ് ഉണ്ടായിരുന്നില്ല. ബക്കറ്റ് ഇല്ലാത്ത ചിക്കനും ബക്കറ്റുള്ള ചിക്കനും ഒക്കെ ഉണ്ടായിരുന്നു അന്ന്. ഇന്നിപ്പോൾ അതും കാണാനില്ല. കുറച്ചുകൂടെ കഴിഞ്ഞ് ഈ ഒരു സമയത്ത്, അടുപ്പിച്ച സമയത്ത്, പണ്ട് നമ്മുടെ ബേക്കറിയിൽ ആരും വാങ്ങാതിരുന്നിരുന്ന ബണ്ണിന്റെ ഇടയിൽ ക്രീം നിറച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഇത്തിരി ബട്ടർ നിറച്ചിട്ട് ഇങ്ങനെ അടിച്ച ക്രീം ബണ്ണ് ഞങ്ങളുടെ നാട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചു കാലം കഴിയുമ്പോൾ ബൺ മസ്ക, പിന്നെ അതിൻ്റെ കൂടെ ഇറാനി ചായയും ഓടുമായിരുന്നു ആൾക്കാർ അതിന്റെ പിന്നാലെ. ഇതിപ്പോൾ എവിടെ കിട്ടുക? ഇന്ന് അവര് വേറെന്തൊക്കെയോ സാധനങ്ങൾ, ബൺ മസ്ക കാറ്റുപോയി. നന്ദഗോവിന്ദവും ഞാനും ഗംഗക്കുട്ടിയും ഒക്കെ ഒരു ദിവസം പോകും. ഇതൊന്നും ട്രെൻഡായാൽ മാത്രം. അതല്ല, ഇതൊക്കെ കോൺസ്റ്റന്റ് ആയിട്ട് നമുക്ക് വേണം എന്നുള്ള താല്പര്യം നമ്മുടെ സമൂഹത്തിൽ എന്നുണ്ടാവുന്നോ അന്നേ ഇത് നിലനിൽക്കുള്ളൂ. കോൺസ്റ്റന്റ് ആയിട്ടുള്ള മാറ്റത്തിന്റെ ഈശ്വരനാണ് ഭഗവാൻ, സ്ഥിരമായ മാറ്റത്തിന്റെ. ലക്ഷ്മിയെ കുറിച്ച് എപ്പോഴും പറയുന്ന വാക്കാണ്, ലക്ഷ്മി അസ്ഥിരയാണത്രേ. എവിടെയും ദേവി കംപ്ലീറ്റ് ആയിട്ട് ഒരേപോലെ ഇരിക്കില്ല. ഷി വിൽ ഓൾവേസ് ഫ്ലക്ച്വേറ്റ്. എപ്പോഴും ഒരാളുടെ അടുത്ത് കുറച്ചു നേരം ഇരിക്കും, അടുത്ത ആളുടെ അടുത്ത് കുറച്ചു നേരം ഇരിക്കും, അടുത്ത ആളുടെ കുറച്ചു നേരം ഇരിക്കും. ലക്ഷ്മി ഫുൾ ടൈം ഒരാളുടെ കൂടെ ഇരിക്കില്ല. ലക്ഷ്മി ഫുൾ ടൈം ഇരിക്കണ ഒരാൾ മാത്രമേ ഉള്ളൂ. ആ ഭഗവാന്റെ കാലിന്റെ അടിയിൽ എപ്പോഴും അമ്മ ഇരിക്കും. അവിടെ അസ്ഥിരയായിട്ടുള്ള ലക്ഷ്മി സ്ഥിരയായിട്ടിരിക്കുന്നു. സ്ഥിരതയുടെ ദേവനാണ് ഗുരുവായൂരപ്പൻ. സ്ഥിരത അത് വലിയ ഇഷ്ടമാണ്. എപ്പോഴും ഭഗവാന്റെ പാദങ്ങളെ സ്മരിക്കാനാ പറയുക. സ്ഥിരതയുടെ സിമ്പലാണത്. രാമ 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 പാഹിമാം, രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമാം. വിഷ്ണുപാദങ്ങളെ പൂജിക്കാനാ പറയുക എപ്പോഴും. സ്ഥിരതയുടെ ഐഡന്റിറ്റിയാണത്. അതുകൊണ്ട് ഇവിടെ ഇപ്പോൾ നിങ്ങൾ ഈ ക്ഷേത്രം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ച ആ ഒരു ട്രെൻഡ് പോലും പോകരുതെന്ന് ഞാൻ പറഞ്ഞത്. അത് ട്രെൻഡല്ല, ഇറ്റ് ഷുഡ് ബി കോൺസ്റ്റന്റ്. അത് സ്ഥിരമായിട്ടുണ്ടാവണം. അങ്ങനെ ശ്രമിച്ചാൽ മാത്രമേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മഹാക്ഷേത്രത്തിന്റെ രീതിയിലേക്ക് നമുക്ക് ഈ ക്ഷേത്രത്തെ മാറ്റിയെടുക്കാൻ സാധിക്കുള്ളൂ. എന്തിനാ നമ്മൾ ഇവിടെ അങ്ങനെ പുരോഗതി ഉണ്ടാക്കണേ? ദേശക്ഷേത്രം എത്രത്തോളം ഡെവലപ്പ് ആവുന്നോ അത്രത്തോളം ദേശവും ഡെവലപ്പ് ആവും. നിങ്ങൾക്ക് ഉയർച്ച വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആത്യന്തികമായിട്ട് പ്രാർത്ഥിക്കേണ്ടത് ഇവിടെ ഇരിക്കുന്ന ഭഗവാനെയാണ്. നിങ്ങൾ ആത്യന്തികമായിട്ട് പ്രവർത്തിക്കേണ്ടത് ഈ ക്ഷേത്രത്തിന് വേണ്ടിയിട്ടാണ്. അല്ലാതെ ഏതെങ്കിലും ഒരു നാരായണ സമിതിയിൽ അങ്ങോട്ട് ചേർന്നിട്ട് നാളെ മുതൽ ഞാൻ ഗുരുവായൂരാണെന്ന് പറഞ്ഞ് പോയി കിടന്നിട്ട് ഒരു കാര്യമില്ല. സ്വന്തം നാട്ടിലെ അമ്മയെ കാണാനായിട്ട് ഞാൻ കഷ്ടപ്പെട്ടിട്ട് അവിടെ വന്നിരുന്നപ്പോൾ അമ്മ എന്നെ കാണാൻ ഇങ്ങോട്ട് ഓടിപ്പോകുന്നില്ലേ എന്ന് ഭഗവാൻ ചോദിക്കും. ആവശ്യം ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കും. കുറച്ചുകൂടെ കടുപ്പിച്ച് പറഞ്ഞാൽ മൂക്കത്ത് വിരൽ വയ്ക്കും. ഇത്രയും ദൂരം ഞാൻ തൊട്ടടുത്തുണ്ടായിട്ട് ഇങ്ങോട്ട് ഓടി വന്നല്ലോ എന്ന് ചോദിക്കും. അതുകൊണ്ട് ഈ ക്ഷേത്രത്തെ നിങ്ങൾ നിങ്ങളുടെ ഗുരുവായൂരായിട്ട് കാണുക. ഇവിടെ ഗോപുരം ഇല്ലെങ്കിലും ഇവിടെ മഞ്ജുളാലില്ലെങ്കിലും ഒക്കെ
ഇതാണ് നമ്മുടെ ഭൂലോക വൈകുണ്ഠം എന്നുള്ള ഭാവത്തിൽ ഈ ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും വരിക. ദയവായിട്ട് വ്യാഴാഴ്ച മാത്രം നോക്കിയിരിക്കാതിരിക്കുക, അല്ലെങ്കിൽ രോഹിണി, അല്ലെങ്കിൽ ഏകാദശി. സ്വന്തം നാട്ടിലെ അമ്പലത്തിൽ പോവാൻ പക്വം നോക്കേണ്ട ആവശ്യമില്ല, നാളും നോക്കേണ്ട ആവശ്യമില്ല, ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. മനസ്സിനും ശരീരത്തിനും വാക്കിനും ശുദ്ധി ഉണ്ടെങ്കിൽ പോവാം സ്വന്തം നാട്ടിലെ അമ്പലത്തിൽ, എന്നും പോവുക. കാരണം എന്താ? ആ കുട്ടി നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുന്നു. എൻ്റെ അമ്മ, എൻ്റെ കൂട്ടുകാർ, എൻ്റെ അച്ഛൻ, എൻ്റെ അങ്കിൾമാര് എന്നെ കാണാൻ ഇപ്പൊ വരുന്നു വിചാരിച്ചിട്ടാണ് എല്ലാ ദിവസവും രാവിലെ നട തുറന്നു വെച്ചിരിക്കുന്നത്. അല്ലാണ്ട് ഭഗവാൻ ആരെ എക്സ്പെക്ട് ചെയ്യാൻ? കാക്കയും പൂച്ചേനെ. എപ്പോഴാണ് ഭഗവാൻ സന്തോഷിക്കുക? നമ്മൾ പോയിട്ട് അതിനോട് സംസാരിക്കുമ്പോൾ വലിയ ഇഷ്ടമാണ്. എന്തുകൊണ്ടാണ് ബാലാമണിക്ക് ഉണ്ണിയേട്ടനായിട്ട് ഭഗവാൻ വന്ന് ദർശനം കൊടുത്തത്? സംസാരിച്ചു ഭഗവാനോട്, ഒരു തരത്തിലുള്ള കളങ്കവും ഇല്ലാണ്ട് സംസാരിച്ചു. ഉള്ളിൽ ദേഷ്യം തോന്നിയപ്പോൾ ചീത്ത പറഞ്ഞു, സങ്കടം വന്നപ്പോൾ അത് പറഞ്ഞു, സന്തോഷം വന്നപ്പോൾ അത് പറഞ്ഞു, എല്ലാം ഭഗവാനിലേക്ക് സമർപ്പിച്ചു. ഇന്ന് എല്ലാ ആൾക്കാരും പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു വാക്കുണ്ടല്ലോ, സർവം നാരായണായേതി സമർപ്പയാമി. അത് പ്രവൃത്തിയിൽ കാണിച്ചു. അത്രേ വേണ്ടൂ. എപ്പോഴും 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 ഭഗവാനെ കുറിച്ചുള്ള ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടായാൽ മതി. നിങ്ങളുടെ കുട്ടിയെ നിങ്ങൾ ഭഗവാനായിട്ട് കാണുക, നിങ്ങളുടെ ഹസ്ബൻഡിനെ നിങ്ങൾ ഭഗവാനായിട്ട് കാണുക, തിരിച്ച് ഹസ്ബൻഡ് ഭാര്യയെ ഭഗവാനായിട്ട് കാണുക. അങ്ങനെ കാണുന്നതൊക്കെ ഭഗവാനാണെന്നുള്ളൊരു ബോധത്തോടു കൂടി ജീവിക്കാൻ ആദ്യമൊന്നും നമുക്ക് പറ്റില്ല. വളരെ ശ്രമകരമാണ്. നമ്മൾ ആരും അതിൻ്റെ പാതയിൽ എത്തിയിട്ടില്ല. പക്ഷെ നമുക്ക് സാധിക്കും. യാതൊന്നു കാണുന്നത് നാരായണ പ്രതിമാന്ന് എഴുത്തച്ഛൻ എഴുതിയതുപോലെ നമുക്കും ജീവിക്കാൻ സാധിക്കും. അതിനെന്ത് വേണം? ആദ്യത്തെ സ്റ്റെപ്പ് വെക്കേണ്ടത് അവനവൻ്റെ ദേശക്ഷേത്രത്തിലാണ്, സ്വന്തം നാട്ടിലെ അമ്പലത്തിൽ. പൂന്താനത്തിന് പോലും വാർദ്ധക്യകാലത്ത് ഭഗവാനെ വന്ന് തൊഴാൻ സാധിക്കാതെ വന്ന സമയത്ത് ഭഗവാൻ സ്വയം അദ്ദേഹത്തിൻ്റെ ഇല്ലത്തിൻ്റെ ഇടത്ത് ഭാഗത്ത് വന്ന് ദർശനം കൊടുത്തു. ഇന്നുണ്ട് ഞങ്ങളുടെയൊക്കെ പരദേവതയായിട്ടുള്ള സാക്ഷാൽ തിരുമാന്താംകുന്നിൽ അമ്മയുടെ ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്തായിട്ട് ഇടത്തുപുറം ക്ഷേത്രം. വയ്യാണ്ടായപ്പോൾ ഭഗവാൻ അങ്ങട് കാണാൻ ചെന്നു എന്നാണ്. ഭഗവാന്റെ ക്ഷേത്രമാണ്, വളരെ പ്രസിദ്ധമാണ്. പൂന്താനം ഇല്ലത്തിന് തൊട്ട് മുമ്പിൽ ഗുരുവായൂർ ദേവസ്ഥത്തിന് കീഴിലുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രമുണ്ട്. അപ്പം നോക്കൂ, ഭഗവാൻ ഇങ്ങട് വരുന്നു നമ്മളെ കാണാൻ. അതാണ് ഗുരുവായൂരിന്റെ മഹത്വം. നമ്മൾ അങ്ങട് പോയി കാണേണ്ട ആവശ്യമില്ല. പക്ഷെ അങ്ങട് പോയി കാണുമ്പോൾ അദ്ദേഹത്തിന് ഉണ്ടാവുന്ന സന്തോഷമാണ് കൂടുതൽ. നിവൃത്തിയില്ലാത്ത കാലത്ത് ഭഗവാൻ ഇങ്ങോട്ട് വരട്ടെ. മള്ളിയൂർ തിരുമേനിയുടെ കഥ പറയാറുണ്ട്, ഞാൻ തന്നെ അത് പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യയും കൂടെ ചേർന്ന് ഗുരുവായൂർ തൊഴാൻ പോയി ഇത്രേ. അപ്പം അദ്ദേഹത്തെ കണ്ട സമയത്ത് ഗുരുവായൂരിലുള്ള ആൾക്കാർക്കും അദ്ദേഹത്തെ പരിചയമുള്ളത് കൊണ്ടും അത്ര വലിയ ആചാര്യനാണെന്ന് അറിയാവുന്നതുകൊണ്ടും അദ്ദേഹത്തെ സ്പെഷ്യലായിട്ട് വിളിച്ച് തൊഴിച്ചു. സുഖമായിട്ട് അദ്ദേഹം ഗുരുവായൂരപ്പനെ കണ്ടു. പാവം ഭാര്യ വന്ന സമയത്ത് ഈ തിരക്കിന് ഇടയിൽപ്പെട്ടിട്ട് ഒന്നും കണ്ടില്ല അത്ര, ഒറ്റ ഉന്തലാത്ര ഉണ്ടായത്. അങ്ങനെ തെറിച്ചു പോയി പാവം. വീട്ടിൽ ഇല്ലത്തെ തിരിച്ചു വന്നിട്ടും ഭാര്യയ്ക്ക് വലിയ സന്തോഷമൊന്നുമില്ല. തിരുമേനി ചോദിച്ചു അത്രേ, എന്തിനാ അങ്ങനെ വിഷമിച്ചിരിക്കണേ? ഗുരുവായൂരപ്പനെ കണ്ടിട്ട് എന്താണ് മുഖമൊന്നും തെളിയാത്തത്? അതിന് ആര് ഗുരുവായൂരപ്പനെ കണ്ടു എന്ന് ചോദിച്ചു അത്രേ. നിങ്ങളൊക്കെ വലിയ വലിയ ആൾക്കാർ, നിങ്ങളൊക്കെ തൊഴിക്കാനും കൊണ്ടായി പ്രസാദം തരാനൊക്കെ കുറെ ആൾക്കാരുണ്ട്, നമ്മളൊക്കെ പാവങ്ങളാണേ, നമ്മളെന്നും തൊഴിക്കാൻ ആരും ഇല്ലല്ലേ എന്ന് പറഞ്ഞു അത്രേ. അദ്ദേഹം ഒരു കലഹം വേണ്ട, ആശ്വസിപ്പിക്കാമെന്ന് കരുതിയിട്ട് പറഞ്ഞു അത്രേ, നമുക്ക് അടുത്തൊരു തവണ വൈകാതെ ഗുരുവായൂർക്ക് പോവാം. എടുത്ത വഴിക്ക് അമ്മ പറഞ്ഞു എന്നാണ്, ഇനി മേലാൽ അയാളെ കാണാൻ ഞാൻ അങ്ങോട്ട് പോവില്ല, അയാൾക്ക് എന്നെ കാണണമെന്നുണ്ടെങ്കിൽ അയാൾ ഇങ്ങോട്ട് വരട്ടെ. ഇത്രേ പറഞ്ഞുള്ളൂ. അദ്ദേഹം ചിരിച്ചു ഉത്തര തിരുമേനി. കാരണം അദ്ദേഹത്തിന് അറിയാം അത് നടക്കുന്നു. അക്കാലത്ത് മള്ളിയൂർ വെച്ച് നടന്നിരുന്ന വലിയൊരു ഭാഗവത സത്രത്തിന് വേണ്ടിയിട്ട് ഗുരുവായൂരിന്ന് ഗുരുവായൂരപ്പന്റെ ചതുർബാഹു വിഗ്രഹത്തിലുള്ള സപ്താഹവേദിയിലേക്കുള്ള വിഗ്രഹം ഗുരുവായൂരിന്ന് മള്ളിയൂരിലേക്ക് എഴുന്നള്ളിച്ചു അത്രേ. രഥഘോഷയാത്രയായിട്ട് പല സ്ഥലത്തും സ്വീകരണം ഏറ്റുവാങ്ങിയിട്ട് ഈ രഥം മള്ളിയൂരിന്റെ ഇല്ലത്ത് നിൽക്കുന്ന സമയത്ത് അദ്ദേഹം വരുന്നത് ഇങ്ങനെ കാണുകയാണത്രേ ദൂരെയെന്ന്. ഉടനെ അടുക്കളയിൽ വിളിച്ച് ഭാര്യയെ വിളിച്ചിട്ട് പുറത്തേക്ക് വരാൻ പോകുന്നത്രേ, അതാ നിന്നെ കാണാൻ ഗുരുവായൂരപ്പൻ ഇങ്ങോട്ട് വരണമെന്ന്. ആണ് മഹത്വം. അങ്ങനെ നമ്മുടെ ഭഗവാൻ നമ്മുടെ അടുത്തേക്കും വരും. വയ്യാണ്ടാവട്ടെ, കാല് മടങ്ങാണ്ടാവട്ടെ, അപ്പൊ വരും. അതുവരെ അങ്ങോട്ട് ചെന്ന് കാണുക. കാലെന്തിന് തന്നു ഭഗവാൻ കൊണ്ടൊരു പാട്ടുണ്ടായിരുന്നു പണ്ട്. കൈ എന്തിന് തന്നു ഭഗവാൻ, നാവ് എന്തിന് തന്നു ഭഗവാൻ, ഇങ്ങനെ ഓരോന്നായിട്ട് ചോദിക്കും. അതുപോലെ നമുക്കൊരു പ്രയാസം ഉണ്ടാകുമ്പോൾ ഭഗവാൻ അടുത്തേക്ക് വരും. അതുവരെ തിരിച്ച് ഭഗവാനെ അങ്ങോട്ട് പോയി കാണുക എന്നുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെയും കടമ. ഇത്ര നല്ലൊരു ക്ഷേത്രം കിട്ടി, നല്ല മനോഹരമായിട്ടുള്ള ഒരു ആൽത്തറുണ്ട്, നല്ല മനോഹരമായിട്ടുള്ള ഒരു ക്ഷേത്രമേൽക്കൂരയുണ്ട്, നാമജപമണ്ഡപമുണ്ട്, ഒക്കെ ഉണ്ട് ഇവിടെ. ഇനി ഒന്നിൻ്റെയും കുറവില്ല. നിങ്ങൾ ഇനി ശ്രമിച്ചാൽ ഇനി ഇത് കൂടുതൽ ബോണസുകൾ ഇവിടെ കിട്ടും. ധ്വജ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവിടെയൊക്കെ വേണമെങ്കിൽ നമുക്കൊരു ഓഡിറ്റോറിയവും
ഒരു സപ്താഹ വേദിയൊക്കെ ഉണ്ടാക്കാനുള്ള സ്പേസ് ഒക്കെ ഇവിടെ ഉണ്ട്. നിങ്ങൾ വിചാരിച്ചൊക്കെ നടക്കും. നിങ്ങളുടെ മനസ്സറിഞ്ഞുള്ള സമർപ്പണം ഉണ്ടായാൽ മതി. മനസ്സറിഞ്ഞ്, കഷ്ടപ്പെട്ടൊന്നും കൊടുക്കണ്ട. കഷ്ടപ്പെട്ടുകൊണ്ട് കൊടുക്കണതൊന്നും വേണ്ട. ഇഷ്ടത്തോടു കൂടി കൊടുത്താൽ വലിയ ഇഷ്ടമാണ്. സമർപ്പണങ്ങളുടെ പേര് എഴുതി വയ്ക്കാതിരിക്കുക ദയവായിട്ട്. ഞാൻ അത്ര കൊടുത്തു, ഞാൻ ഇത്ര കൊടുത്തു, ഞാനാണ് അത് കൊടുത്തത്, ഞാനാണ് ഇത് കൊടുത്തത്. എന്തിനാണ് നമ്മൾ ഈ കണക്ക് വയ്ക്കണത്? എനിക്കറിയില്ല. ഇതപ്പോൾ പുറത്തിറങ്ങാൻ പോകുന്നൊരു സിനിമയുണ്ട്, നിങ്ങളുടെയൊക്കെ അടുത്താണല്ലോ, കടമറ്റം പള്ളി, കടമറ്റത്ത് കത്തനാർ. ജയേട്ടനാണ് അഭിനയിച്ചിട്ടുള്ളത്. അതിൻ്റെയൊക്കെ തിരക്കഥ എഴുതിയിട്ടുള്ളത് ഡോക്ടർ ആർ രാമാനന്ദ്. രാമേട്ടൻ എന്ന് വിളിക്കും ഞങ്ങളൊക്കെ. അദ്ദേഹം പ്രഭാഷണങ്ങളിൽ പറയാറുണ്ട് ഏറ്റുമാനൂരപ്പൻ്റെയും വൈക്കത്തപ്പൻ്റെയും ഒരു കഥ. ഇത്തിരി കൂടിയ കൈയാണ്, ക്ഷമിക്കുക. ഒരിക്കൽ ഭഗവാൻ മഹാദേവൻ ഉമയോട് പറഞ്ഞു അത്രേ, നമുക്കൊന്ന് പുറത്തൊക്കെ ഒന്ന് പോയി വരാം, എപ്പോഴും ഈ അമ്പലത്തിനകത്ത് തന്നെ ഇരിക്കുകയല്ലേ, ഒന്ന് പുറത്തൊക്കെ ഒന്ന് പോയിട്ട് വരാം. അപ്പൊ ദേവി ഉടനെ 2 കുട്ടികൾ മഹാഗണപതിയും സുബ്രഹ്മണ്യ സ്വാമിയോട് റെഡി ആയിക്കോളാൻ പറഞ്ഞു. ദേവിയും നല്ല ഭംഗിയുള്ള ഡ്രസ്സൊക്കെ ഇട്ടു. ഭഗവാനും പൂജയൊക്കെ കഴിഞ്ഞപ്പോൾ ഒന്ന് ഔട്ടിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് റെഡിയായി. അമ്പലത്തിന്റെ പുറത്തേക്ക് ഇറങ്ങിയ ഉടനെ തന്നെ മുരുകൻ, ചെറുതാണത്, അതിന് കുസൃതി കൂടുതലാണ്, കണ്ട പാടെ കൊടിമരം കണ്ടപ്പോൾ അതിന്റെ മുകളിലേക്ക് ഇങ്ങോട്ട് കയറിപ്പോയി തറേ പൊത്തിപ്പിടിച്ചിട്ട്. അപ്പൊ ദേവി എന്റെ ചെവിക്ക് പിടിച്ചിട്ട് ഇങ്ങനെ ഇറക്കിയിട്ട് പറഞ്ഞു തറേ, ഇത് നിന്റെ തറവാട്ടെന്ന് കൊണ്ടുവന്നതല്ലാന്ന്. അപ്പൊ മുരുകൻ നോക്കിയപ്പോൾ അതിന്റെ അടിയിൽ എഴുതി വെച്ചു തറേ, പേരില്ല പറമ്പിൽ രാമകൃഷ്ണന്റെ വക. അങ്ങനെയുണ്ട്. ആ നേരം ഈ മുരുകനെ പിടിച്ചിങ്ങോട്ട് താഴത്തേക്ക് ഇറക്കിയ സമയത്ത് ചെറുതിനെ, മറ്റതിനെ കാണാനില്ലേ, ഗണപതിനെ. അത് നോക്കിയപ്പോൾ എടപ്പള്ളി, അവിടെ വേറെ ഏതൊരു സ്ഥലത്ത് തടപ്പള്ളിയിൽ പോയിട്ട് ഒരു ഉരുളിയുടെ മുകളിൽ പോയിട്ട് ചാടി കളിക്കുക അത്രേ. അപ്പോഴും പറഞ്ഞു, ഇത് നിന്റെ അച്ഛൻ്റെ വകയല്ല. അതിന്റെ മുകളിൽ എഴുതിയിട്ടുണ്ട്, ചെറിയ സ്പൂണിലൊക്കെ പേര് എഴുതിയൊക്കെ അത്രേ, കുഞ്ഞ സ്പൂണിലേ ഈ നെയ്യൊക്കെ കളക്കണ. ആരോടാണ് നമ്മൾ കണക്ക് പറയണത്? ഈ പ്രപഞ്ചം മുഴുവൻ, ഈ ജന്മം മുഴുവൻ നമുക്ക് തന്ന ഭഗവാനോട് നമ്മൾ തിരിച്ച് അങ്ങോട്ട് കണക്ക് പറയണ കാലാണത്. ഞാൻ അത് ചെയ്തില്ലേ, ഞാൻ ഇത് ചെയ്തില്ലേ. ഈ ഉള്ളിലേക്കും പുറത്തേക്കും എടുക്കണ വായുവിന്റെ കണക്ക് പോലും ഭഗവാന്റെ അടുത്ത് ഉണ്ട്, ഓർത്തോളൂ. ഭഗവാൻ എഴുതി തരും ഇത്ര ടോക്സിൻ. ഇത് എപ്പോഴാണ് അറിയുള്ളൂ എന്നറിയോ? എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്ന് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ അപ്പോൾ ഓക്സിജന്റെ വില എഴുതിയുള്ള ബില്ല് കിട്ടും. അപ്പൊ ഇത്രയും കാലം വലിച്ചു കയറ്റിയതിന്റെ വില അന്ന് മനസ്സിലാവും. എനിക്കിപ്പോൾ ഈ അടുത്ത് എനിക്കുണ്ടായില്ല, പക്ഷെ അതിന്റെ ബില്ല് ഞാൻ കണ്ടു. അപ്പോഴൊക്കെ മനസ്സിലായത് ഈ ഓക്സിജന്റെ വില എന്താണ്. സ്വാഭാവികമായിട്ട് കയറ്റണതിന് പകരം മറ്റേ സാധനം വെച്ച് കയറ്റാൻ തുടങ്ങും. പമ്പിങ് ഉണ്ട് വെച്ചാൽ ഹൃദയത്തിന്റെ പമ്പിങ് കുറയണ സമയത്ത് പ്രഷർ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് ഒരു സാധനം വെക്കുക. അതിന്റെ പേര് ഞാൻ ഓർക്കണില്ല. അതിന് എക്സ്ട്രാ പൈസ കൊടുക്കണം. ഇതൊക്കെ സുലഭമായിട്ട് ഇങ്ങനെ തരണ ആളോടാണ് കണക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പറഞ്ഞോളൂ, ഗുരുവായൂരപ്പനോട് പറഞ്ഞോളൂ, കുഴപ്പമില്ല. ദയവായി സ്വന്തം നാട്ടിലെ കുട്ടിയോട് പറയരുത്. നമ്മുടെ കുട്ടിയാണത്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഒരു കുട്ടിക്കും ഒരമ്മയും അച്ഛനും അതിൻ്റെ വായിൽ മാമുണ്ണ് കണ്ണാ എന്ന് പറഞ്ഞിട്ട് വായയിൽ ചോറ് വെച്ചു കൊടുക്കണതും കോറ വെച്ചു കൊടുക്കണതും റാഗി വെച്ചു കൊടുക്കണതൊന്നും ഇവൻ 25 കൊല്ലം കഴിഞ്ഞിട്ട് ഇന്നെ നോക്കുന്നുള്ള പ്രതീക്ഷയിലല്ല. ഒരമ്മയും ഒരച്ഛനും ഇതിൻ്റെ കുട്ടിയാണ്, ഇതിനെ നോക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണെന്നുള്ള ബോധ്യം എപ്പോഴും മനസ്സിലുള്ളതുകൊണ്ടാണ് അത് ചെയ്യണത്. അല്ലാണ്ട് അവൻ്റെ കയ്യിൽ നിന്ന് ബെനിഫിറ്റ് കിട്ടാനല്ല. ഒരമ്മയും, ഇവിടെ എത്ര അമ്മമാരുണ്ടല്ലോ, നിങ്ങൾ ആരെങ്കിലും പറയൂ, നിങ്ങൾ കുട്ടികൾക്ക് ചോറ് കൊടുത്തത് ഇവൻ നോക്കിയിട്ട് ഞാൻ നാളെ കരിമണി മാല ഇടുന്നത് എഴുതിയിട്ടല്ലല്ലോ. എൻ്റെ കുട്ടിയാണ്, ആ ബോധ്യമാണ്. ഇവിടെ ഇരിക്കുന്നത് നിങ്ങളുടെ ഓരോരുത്തരുടെയും കുട്ടിയാണ്. അദ്ദേഹത്തിന് ആകെ നിങ്ങളുടെ വേണ്ട സ്നേഹമാണ്. ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നു, ആകെ എന്തെങ്കിലും കുറവ് പാവത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് സ്നേഹമാണ്. ഒപ്പം നടക്കാനൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ എല്ലായിടത്തും ഒരു ഇൻകംപ്ലീറ്റഡ് ലവ് ഗുരുവായൂരപ്പനുണ്ട്. കംപ്ലീറ്റ് ആവാത്ത സ്നേഹം പലയിടത്തും. രാധയിലുണ്ട്, യശോദാമ്മയിലുണ്ട്. നോക്കൂ, ഭഗവാൻ 10 വയസ്സ് വരെ അമ്മയുടെ അടുത്തുണ്ടായിരുന്നുള്ളൂ, അത് കഴിഞ്ഞപ്പോൾ പോയി. പല മഹാത്മാക്കളും വ്യാഖ്യാനിക്കാറുണ്ട്, ഭഗവാൻ ഈ യശോദയുടെ അടുത്ത് പോയി മധുരയിലെത്തി കംസനെ കൊന്നതിന് ശേഷം തൻ്റെ യഥാർത്ഥത്തിലുള്ള അമ്മ ദേവകി, അവരെ കാരാഗൃഹത്തിൽ നിന്ന് മോചിപ്പിച്ചിട്ട് ഭഗവാൻ ഇങ്ങനെ കാത്തു നിൽക്കത്ര. ഇപ്പം എൻ്റെ അമ്മ ഒന്ന് എന്നെ കെട്ടിപ്പിടിക്കും, എൻ്റെ അമ്മ ഒന്ന് നിന്നെ ഉമ്മ വയ്ക്കും, എൻ്റെ അമ്മ എന്ന് നിന്നെ വാരിപ്പുണരും, ഇത്രയും കാലം എനിക്ക് കിട്ടാത്ത സ്നേഹമൊക്കെ ദാ ഇപ്പം കിട്ടാൻ പോകണമെന്ന് കരുതി ഭഗവാൻ ഇങ്ങനെ കാത്തു നിൽക്കുന്ന സമയത്ത് ദേവകി ഓടി വന്നു അത്രേ, വസുദേവരും അമ്മ അച്ഛനും. കുറെ നേരം കഴിഞ്ഞിട്ടും കൈ കെട്ടിപ്പിടിക്കണമെന്നൊന്നും കാണുന്നില്ല. ഭഗവാൻ നോക്കിയപ്പോൾ ദേവകിയും വസുദേവരെയും കാണാനില്ല. താഴത്തേക്ക് നോക്കിയപ്പോൾ രണ്ടുപേരും കാലിൽ നമസ്കരിച്ച് കിടക്കാത്ര ചെയ്യണത്. കാരണം ചെറിയ കുട്ടിയാവുമ്പോഴേ കണ്ടു, ഇത് സ്വന്തം കുട്ടിയല്ല, ഇത് പരബ്രഹ്മാണ് എന്നുള്ള ഭാവം ഉണ്ടായിരുന്നു അവർക്ക്.
ജീവിച്ചിരുന്ന കാലം മുഴുവൻ ദേവകിയും വസുദേവരും ഭഗവാനെ കുട്ടിയായിട്ട് കണ്ടിട്ടില്ല, മകനായിട്ട് കണ്ടിട്ടില്ല, ഭഗവാനായിട്ടാണ് കണ്ടത്. അതുകൊണ്ടാണ് ഇപ്പോഴും ഗുരുവായൂരപ്പൻ അമ്മമാരുടെ സ്നേഹം കിട്ടിയിട്ട് മനസ്സിലാവാത്തത്, മതിയാവാത്തത്. എസ്പെഷ്യലി എത്ര അമ്മമാരെ കിട്ടിയാലും മതിയാവില്ല. ഞാൻ ഇടയ്ക്ക് ഗുരുവായൂരപ്പനോട് ചോദിക്കാനുണ്ട്, സ്വന്തം അമ്മ സാക്ഷാൽ യശോദ, ആ അമ്മ ഭഗവാനെ ഒരു ഉരലിൽ കെട്ടിയിട്ടപ്പോൾ ഇത്ര കുട്ടിയായിട്ടുള്ള ഭഗവാൻ ആ ഉരലിൽ കടക്കാതെ ഈ മുട്ടുകുത്തി ഉരലും വലിച്ചുകൊണ്ട് പോയി കുബേരന്റെ മക്കൾ 2 വൃക്ഷങ്ങളായിട്ട് അവിടെ നിന്നിരുന്ന അവർക്ക് മോക്ഷം കൊടുത്തു. സ്വന്തം അമ്മ കെട്ടിയിട്ടപ്പോലും ഉറങ്ങി കിടക്കാത്ത ആ ഭഗവാൻ, അല്ലെങ്കിൽ അടങ്ങി കിടക്കാത്ത ആ ഭഗവാൻ, ഒരമ്മ ആ ഭഗവാനെ കറിക്കലം കൊണ്ട് അടച്ചപ്പോൾ 3 മണിക്കൂർ അത്ര അതിൻ്റെ ഉള്ളിൽ തന്നെ കടന്നത്. കുറൂരമ്മ എവിടെയും പോയില്ല, അതിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്നു. അത്രേ 3 മണിക്കൂർ കഴിഞ്ഞ് തുറന്നു നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു, എവിടെയും പോയില്ല. ഇത്ര സിമ്പിളാണ് നോക്കൂ. മറ്റേ ചേച്ചി പറഞ്ഞതുപോലെ ഇത്രയേ ഉള്ളൂ ബാബുസ്വാമി, വളരെ സിമ്പിളാണ്. ഹിസ് വെരി സിമ്പിൾ, കോംപ്ലിക്കേറ്റഡ് അല്ല ഗുരുവായൂരപ്പൻ. സിമ്പിളായിട്ടൊരു മനുഷ്യൻ, സിമ്പിളായിട്ടുള്ള ആള്. നിങ്ങൾക്കൊക്കെ ഇങ്ങനെ ഉണ്ണി എന്ന് വിളിച്ചാൽ എന്താന്ന് പറയണ അത്ര സിമ്പിളാണ്. എപ്പോഴാണ് ഭഗവാൻ കോംപ്ലിക്കേറ്റഡ് ആവണത്? കണക്ക് സൂക്ഷിക്കുമ്പോഴാണ്. കണക്കുകളുടെ പട്ടിക കയ്യിലും മനസ്സിലുള്ളവരോട് ഭഗവാൻ സിമ്പിൾ ആയിരിക്കില്ല. അപ്പൊ ഭഗവാൻ ഓടിക്കും. കണക്കുള്ള ആൾക്കാരൊക്കെ ഭഗവാൻ ഓടിച്ചിട്ടുണ്ട് ഒരുപാട്. ഇതാ ഇന്നും എത്രയോ ആളുകൾ ഓടിക്കൊണ്ടിരിക്കുന്നു ഭഗവാന്റെ പുറകെ, ഇതൊന്ന് ശരിയാക്കി തരൂ, ഇതൊന്ന് ശരിയാക്കി തരൂ എന്ന് വെച്ചിട്ട്. കണക്ക് പറഞ്ഞുകൊണ്ടാണ്. കണക്ക് പറയാതെ സഞ്ചരിച്ച ആൾക്കാരോടൊക്കെ ഒന്നും ആവശ്യപ്പെട്ടില്ലെങ്കിലും ഭഗവാൻ ഓടിച്ചെന്ന് ആവശ്യമുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന കഥയാണല്ലോ അല്ലേ? ഭഗവാൻ ഈ രാജസൂയ സമയത്ത് ശിശുപാലനെ വധിക്കാനായിട്ട് തൻ്റെ കൈ ഉയർത്തി അതിൽ ചക്രം, സുദർശനം പ്രത്യക്ഷപ്പെടുന്നു. ആ സുദർശനം കൊണ്ട് ശിശുപാലന്റെ കഴുത്തറക്കുന്നു രാജസൂയ സമയത്ത്. ഇപ്പൊ കഥയിൽ വ്യാഖ്യാനിക്കും ചില ആൾക്കാരൊക്കെ, ഭഗവാന്റെ കൈ മുറിഞ്ഞു ഈ ചക്രത്തിന്റെ പല്ലു കൊണ്ടിട്ട്. സാക്ഷാൽ ദ്രൗപദി തൻ്റെ കല്യാണ സാരി അത്ര അന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നത്, അന്നേ ദിവസം അതൊന്നും നോക്കാണ്ട് അങ്ങോട്ട് കീറിയിട്ട് കെട്ടിക്കൊടുത്തു എന്നാണ്. പക്ഷെ കണക്ക് വെച്ചില്ല. കുറച്ചു കാലം കഴിഞ്ഞാൽ മൂപ്പരിന്റെ ഡ്രസ്സ് അഴിക്കും, അപ്പൊ തന്നോളെന്ന് പറഞ്ഞിട്ടില്ല. കെട്ടിക്കൊടുത്തു, ഹാപ്പി ആയില്ലെന്ന് വെച്ചു, ഹാപ്പി ആയി. എത്രയാ തിരിച്ചു കൊടുത്തത് ഭഗവാൻ? സുദാമാവിന് പോലും ഭഗവാൻ ഈ അവിൽപ്പൊതി കൊടുക്കേണ്ട ഗതികേട് വന്നതാണ് ശരിക്കും. നിങ്ങൾക്കറിയാം കഥ. ഈ വിറകിന് പോയ സമയത്ത് ഗുരുപത്നി കൊടുത്തയച്ച ഭക്ഷണം ഉണ്ടായിരുന്നു, 2 പേർക്കും ചേർത്ത് കൊടുത്തയച്ചതാ. പാവം ഈ ചങ്ങായിക്ക് വിശന്നപ്പോ ഇയാൾ കംപ്ലീറ്റ് ആയിട്ട് കഴിച്ചു. കൊടുത്തില്ല. ചവയ്ക്കണ ശബ്ദം ഭഗവാൻ കേൾക്കുന്നുണ്ട് മരത്തിന്റെ മുകളിൽ ഇരിക്കുന്ന സമയത്ത്. ചോദിച്ചു, എന്തെങ്കിലും കഴിക്കാനുണ്ടോ? ഒന്നുമില്ല, അതുകൊണ്ട് ഉള്ളതൂടെ കഴിച്ചു. ആ കഴിച്ചതിന്റെ കണക്കാണ് പിന്നുള്ള കാലം മുഴുവൻ പറഞ്ഞത് എന്നാണ്. അതുകൊണ്ട് കണക്ക് പറയാതിരിക്കുക. നിങ്ങൾ എന്തെങ്കിലും ഭഗവാന് കൊടുക്കാന്ന് പറഞ്ഞിട്ട് നിങ്ങളത് കൊടുത്തില്ലെങ്കിൽ നിങ്ങളുടെ കാലൊടിക്കണം, നിങ്ങളെ ആക്സിഡന്റ് ആക്കണ ഭഗവാനാണോ ഗുരുവായൂരപ്പൻ? എല്ലാവർക്കും ഒന്ന് പേടിയാണ്. ഞാൻ അത് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പൊ 2 മാസമായിട്ടും കൊടുത്തിട്ടില്ല, എന്തൊക്കെയോ പ്രശ്നങ്ങൾ വരുന്നു. ആരെയാ നിങ്ങൾ എവിടെ കൊണ്ടേ കെട്ടണേ? അങ്ങനെ കോംപ്ലക്സ് ഉള്ള ആളാണോ ഭഗവാൻ? 2 ലിറ്റർ പാൽപ്പായസം കിട്ടിയില്ല, ഇരിക്കട്ടെ അവന്റെ കാലിന് 2 അടി. എന്നിട്ട് അദ്ദേഹത്തെ വിളിക്കുന്നു കരുണാസിന്ധോന്ന്. നമ്മുടെ കുട്ടിയാണ്. നമ്മുടെ വീട്ടിലുള്ള ദാരിദ്ര്യവും നമ്മുടെ വീട്ടിലുള്ള അരിയുടെ അളവും നമ്മുടെ വീട്ടിലുള്ള മോരിന്റെ അളവും അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. കൊടുക്കാൻ പറ്റണ കാലത്ത് കൊടുക്കുക, ഇല്ലാത്ത വാഗ്ദാനങ്ങളും കൊടുക്കണ്ട. ഞാൻ ഈ സിനിമ റിലേറ്റ് ചെയ്യണത് അത് ഈ നിവിൻ തട്ടത്തിൻമരത്തിൽ പറയണ്ടല്ലോ, ഞാനൊരു ഉദയാസ്തമയ പൂജ കഴിച്ചേക്കാമേ, വേണ്ട കുറെ പൈസ വെക്കും, ഞാനൊരു പുഷ്പാഞ്ജലി കഴിച്ചേക്കാമേ. സിമ്പിളാണ്. നിഷ്കളങ്കായിട്ടുള്ള ഭക്തിയാണ് ഭഗവാൻ ഇഷ്ടം. എപ്പോഴും ഒന്നും തിരിച്ചു പ്രതീക്ഷിക്കാണ്ട് അയാളെ സ്നേഹിച്ചുകൊണ്ടേ ഇരിക്കുക. അൺകണ്ടീഷണൽ ലവ് എന്ന് പറയും കുട്ടികൾ. എല്ലാവർക്കും അതാണ് താല്പര്യം, തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ സ്നേഹിക്കണം. ബർത്ത്ഡേ ദിവസം സ്റ്റാറ്റസ് ഇട്ടില്ലെങ്കിലും ഗിഫ്റ്റ് കിട്ടില്ലെങ്കിലും ദേഷ്യം വരും, അത് വേറെ കാര്യം. അത് അൺകണ്ടീഷണൽ ലവ് അല്ല. അൺകണ്ടീഷണൽ ലവിന്റെ ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് ഭഗവാൻ. അങ്ങനെ ഭഗവാനെ സ്നേഹിച്ച ആളായിരുന്നു പൂന്താനം. ഞാൻ പറഞ്ഞു, അദ്ദേഹം ഒരിക്കലും ഗുരുവായൂർക്ക് പോയ സമയത്ത് അദ്ദേഹത്തെ കൊള്ളക്കാർ ആക്രമിച്ചു അത്രേ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എൻ്റെ അടുത്ത് ഒന്നുമില്ല, കുറെ മുഷിഞ്ഞ വസ്ത്രവും ഭാഗവത പുസ്തകവും മാത്രമേ ഉള്ളൂ, ഞാൻ ഗുരുവായൂർക്ക് പോവാണ്, കാണിക്കാനുള്ള പൈസ പോലും എൻ്റെ അടുത്തില്ല, ഭക്ഷണം കഴിക്കാനുള്ള പൈസ എൻ്റെ അടുത്തില്ല, ആരെങ്കിലും തന്നാൽ അത് കഴിക്കും, 1 രൂപ അതിൻ്റെ ഉള്ളിലില്ല. ഇവര് ഭാണ്ഡമൊക്കെ കുത്തിക്കീറി നോക്കിയപ്പോൾ ഒരു വസ്തു കിട്ടിയില്ല അതിൻ്റെ അകത്തുനിന്ന്.
പിന്നെ അവർക്ക് ഭയമായി, ഇയാൾ പോയി കഴിഞ്ഞിട്ട് വേറെ ആൾക്കാരെ കൂട്ടിക്കൊണ്ടുവന്നിട്ട് നമ്മുടെ സങ്കേതം കാണിച്ചു കൊടുത്ത് നമ്മളെ രാജാവിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിക്കൂ, അതുകൊണ്ട് ഇയാളെ കൊല്ലാം എന്ന് കരുതി അദ്ദേഹത്തിനെ പിടിച്ച് കെട്ടി കത്തി കൊണ്ട് കുത്താൻ പോകുന്ന സമയത്താണ് സാമൂതിരിയുടെ രാജാവായിട്ടുള്ള മങ്ങാട്ടച്ഛൻ ആ വഴി വന്നതെന്നാണ്. സാമൂതിരിയുടെ മന്ത്രി കോഴിക്കോട്. അദ്ദേഹം ആ വഴി വരുന്ന സമയത്താണ് ഈ അതിക്രമം കാണുന്നത്. അദ്ദേഹം ആ വന്ന കൊള്ളക്കാരെയൊക്കെ ഓടിച്ച് ചാട്ടവാറ കൊണ്ട് അടിച്ചത്ര, ഓടിച്ച് പൂന്താനത്തിലേക്ക് എണീപ്പിച്ച് കുഴപ്പമൊന്നുമില്ലല്ലോ, ഹാപ്പി അല്ലേന്ന് ചോദിച്ചു. അദ്ദേഹം പോവാൻ നിന്ന സമയത്ത് അങ്ങനെ രക്ഷിച്ചതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് സ്വീകരിക്കണം, എൻ്റെ അടുത്ത് തരാനൊന്നും ഇല്ലല്ലോ നോക്കി കയ്യിലൊരു മോതിരം ഉണ്ടായിരുന്നു, അത് ഊരി കൊടുത്തു. അദ്ദേഹം കുറേ തവണ വേണ്ടാന്ന് പറഞ്ഞു, എന്നെ സാമൂതിരി കാത്തിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു, ഇമ്പോർട്ടൻറ്റ് മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞു, വിട്ടില്ല. കയ്യിൽ പിടിച്ച് ഏൽപ്പിച്ച് കൊടുത്തു, ഈ മോതിരം ഇരിക്കട്ടെ എന്നുണ്ട്. പിറ്റേ ദിവസം ഗുരുവായൂർ പോയപ്പോൾ മേൽശാന്തി എടുത്ത് കൊടുത്തു എന്നാണ് ഭഗവാന്റെ കയ്യിൽ നിന്ന് ആ മോതിരം, ഇതിവിടെ തരാൻ പറഞ്ഞു. അത്രേ ഉള്ളൂ ഭഗവാൻ. ആരൊക്കെ വിളിച്ചിട്ടുണ്ടോ അവരുടെ അടുത്തൊക്കെ ഭഗവാൻ പോയിട്ടുണ്ട്. പോവാത്തവരുണ്ടെങ്കിൽ അവരാ പോവാത്ത സമയത്ത് ആലോചിക്കുക, കണക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗജേന്ദ്രൻ ഒരു കണക്കും പറയാനുണ്ടായിരുന്നില്ല, പാവം. മുതല ഒരു ഭാഗത്ത് പിടിച്ചു വലിക്കണു, മറ്റേ കാല് ഇങ്ങനെ പൂഴ്ന്നിറങ്ങുന്നു താഴത്തേക്ക് ചളിയിലേക്ക്. എന്താ കൊടുക്കാനുണ്ടായിരുന്നത്? ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ തുമ്പിക്കൈ അങ്ങോട്ടും ഇങ്ങോട്ടും വീശപ്പോ എവിടെയോ ഒരു താമരപ്പൂ കിട്ടി, അതെടുത്ത് പൊക്കിയിട്ട് വിളിച്ചു, നാരായണ അഖില ഗുരു ഭഗവാൻ നമസ്തേ എന്ന്. ആദ്യം വന്നിട്ട് രക്ഷിച്ചത് ഗജേന്ദ്രനെ അല്ല, ഈ പിടിച്ചിരിക്കുന്ന ആ മുതലയ്ക്കാണ് ഭഗവാൻ ആദ്യം മോക്ഷം കൊടുത്തത് ചക്രം കൊണ്ട്. നൂഹു എന്ന് പറയുന്ന ഗന്ധർവൻ, സോറി. അപ്പൊ അവരൊന്നും കണക്ക് സൂക്ഷിക്കാത്തവരായിരുന്നു. ഞാൻ ഇവിടെ ഈ അമ്പലം ഉണ്ടായത് കൊണ്ടാണ് പറയണത്, ഇനി മേലാൽ എനിക്ക് ഏതെങ്കിലും കാലത്ത് ഇവിടെ വരാനുള്ളൊരു ഭാഗ്യം ഇനിയും കിട്ടുകയാണെങ്കിൽ ഇവിടെ വരേണ്ട സമയത്ത് സമർപ്പണങ്ങളുടെ ബോർഡുകൾ കാണാനുള്ള ഗതികേട് എനിക്ക് ഉണ്ടാവാതിരിക്കട്ടെ എന്നാണ് എനിക്ക് പ്രാർത്ഥിക്കാനുള്ളത്. ആനക്കൊട്ടിൽ ഇന്ന ആളുടെ വക, നമസ്കാര മണ്ഡപം ഇന്ന ആളുടെ വക, ഗുരുവായൂരപ്പൻ ആരുടെ വക അത് നമുക്കറിയില്ല, നമ്മുടെ എല്ലാവരുടെയും കൂടി എന്നാ ആണല്ലോ, നമ്മുടെ എല്ലാവരുടേതുമാണ് ഭഗവാൻ. ആ ബോധ്യം എപ്പോഴും എപ്പോഴും ഉണ്ടാവുക. രണ്ട്, അടുത്ത തലമുറയിലുള്ള കുട്ടികൾക്ക് ഈ ക്ഷേത്രത്തെക്കുറിച്ച്, ഈ ക്ഷേത്രത്തിലെ രീതികളെക്കുറിച്ച്, ഇവിടെ ഭഗവാനെക്കുറിച്ച് നിങ്ങൾ നിർബന്ധമായിട്ടും പറഞ്ഞു കൊടുക്കണം. കാരണം ഈ ഒരു തലമുറ കഴിഞ്ഞാൽ ഇനി അവരാണ് ഇത് ഏറ്റെടുത്ത് നടത്തേണ്ടത്. അവരുടെ കുട്ടിയും കൂടിയാണ് ഭഗവാൻ, അവരുടെ കൂട്ടുകാരനാണ് ഭഗവാൻ. അവർ ഈ ഇതാ ഇപ്പൊ ഇങ്ങനെ ഓടികൾ ഇതാ കണ്ടില്ലേ കുറച്ചൊക്കെ അവിടെ, അവരൊക്കെയാണ് നാളത്തെ പ്രസിഡന്റ് സെക്രട്ടറി ഒക്കെ. അവർക്കറിയണം ഈ ക്ഷേത്രം എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത്, അതിനെന്ത് വേണം. ഇപ്പോഴേ ശീലിപ്പിക്കണം ആ കുട്ടികളെ ക്ഷേത്ര സംസ്കാരം എന്താണ്. ഞാനിപ്പോൾ ഇവിടെ പല ആൾക്കാരുമായിട്ട് സംസാരിച്ച സമയത്താണ് പറഞ്ഞത്, ഇവിടെ നീലകണ്ഠ തീർത്ഥപാദ സ്വാമിയായിട്ടൊക്കെ ബന്ധമുള്ള ഒരുപാട് ബന്ധം ഈ ക്ഷേത്രത്തിനുണ്ട്. ഈ ക്ഷേത്രത്തിന്റെ ജലാധിവാസം വിഗ്രഹത്തിന്റെ അദ്ദേഹത്തിന്റെ നാട്ടിലായിരുന്നു, കുളത്തിലായിരുന്നൊക്കെ ഞാൻ കേട്ടു. എത്രത്തോളം പാരമ്പര്യം ഇതൊക്കെ എത്രത്തോളം പുറത്തിറങ്ങുന്ന എനിക്കറിയാം. നീലകണ്ഠ തീർത്ഥപാദ സ്വാമിക്കൊക്കെ ഉള്ളൊരു പുറത്തുള്ള പ്രൊമോഷൻ എത്ര നിങ്ങൾക്ക് അറിയാനായിട്ടാണ്. ശ്രീനാരായണ ഗുരുദേവൻ, നീലകണ്ഠ തീർത്ഥപാദ സ്വാമി, ചട്ടമ്പി സ്വാമികൾ, ഇവർ 3 പേരാണ് കേരളത്തിന്റെ നവോത്ഥാനത്തിന്റെ 3 നെടുന്തൂണുകൾ. അതിൽ ഗുരുനാഥൻ നമ്മുടെയൊക്കെ കൈവിട്ട് പോയി. ചട്ടമ്പി സ്വാമിക്കും ഇഷ്ടം പോലെ ആളുകളുണ്ട്. നീലകണ്ഠ തീർത്ഥപാദരുടെ പാരമ്പര്യം അത്ര കണ്ട് കേരളം മനസ്സിലാക്കി വരുന്നേ ഉള്ളൂ. അയ്യാ വൈകുണ്ഠസ്വാമി, ഇവർ 4 പേര് അത്ര മെയിൻ പില്ലേഴ്സ്. അദ്ദേഹമായിട്ട് ബന്ധമുള്ള ഒരു ക്ഷേത്രം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കും, നമ്മുടെ ക്ഷേത്രം എവിടെയാണ് കൊണ്ടുപോയിട്ട് നമ്മൾ രേഖപ്പെടുത്തേണ്ടത്. ഇപ്പോഴും ആ വിഗ്രഹം മാറ്റിയിട്ടില്ലല്ലോ, പഴയ വിഗ്രഹം തന്നെയല്ലേ. എന്തുകൊണ്ടാ മാറ്റത്തെ? അത്രയധികം ചൈതന്യമുള്ളതാ. അങ്ങനെ ചൈതന്യമുള്ള വിഗ്രഹത്തിലെ ചൈതന്യത്തിനെ വേറൊരു വിഗ്രഹത്തിലേക്ക് കൊടുക്കാൻ പറ്റില്ല, ആണ് അതിന്റെ പ്രശ്നം. ജീവിതത്തിൽ ഗുരുവായൂരപ്പന്റെ വിഗ്രഹം മാറ്റാൻ പറ്റില്ല, എത്ര പൊട്ടിയാലും എത്ര കീഴുവന്നാലും ഗുരുവായൂരപ്പൻ്റെ. കാരണം എന്താ? അത് ഗുരുവായൂരപ്പൻ സ്വന്തം കൈകൊണ്ട് പൂജിച്ചിരുന്ന വിഗ്രഹ, അത് മാറ്റാൻ പറ്റില്ല. അതിനുള്ള ചൈതന്യം എടുക്കാൻ പറ്റുന്ന ഒരു വിഗ്രഹം നമുക്ക് ഉണ്ടാക്കാനും പറ്റില്ല. നിങ്ങൾ ഗുരുവായൂരപ്പന്റെ നിർമാല്യ സമയം കഴിഞ്ഞ് എണ്ണ അഭിഷേകം അല്ലെങ്കിൽ പന്തീരടി സമയത്ത് അലങ്കാരമൊന്നും ഇല്ലാതെ ഈ വെറും വിഗ്രഹം മാത്രം കാണുമല്ലോ. അപ്പൊ സൂക്ഷിച്ച് നോക്കുക, ഈ താമര പിടിച്ചിരിക്കുന്ന കൈ, ഈ കാലിന്റെ ഭാഗം അവിടെ തിളങ്ങുന്ന കാണാം. അത് ഓടുകൊണ്ട് വാർത്ത് കെട്ടിയിരിക്കുക. പൊട്ടിയപ്പോ ഓട് വെച്ചിട്ട് വാർത്ത് കെട്ടുക എന്ന് പറയും. പണ്ട് ഈ ആക്രമണങ്ങളൊക്കെ ഉണ്ടായിട്ട് അതിന് ഒരുപാട് കേടുപാടുണ്ടായ സമയത്ത് ആ കേടുപാടുകൾ തീർക്കാൻ വേണ്ടിയിട്ട് വാർത്ത് കെട്ടിയിരിക്കുന്ന ആ വിഗ്രഹം. അത് മാറ്റാൻ പറ്റില്ല, എത്ര വലിയ പ്രശ്നം ഉണ്ടായാലും. സാധാരണ ഒരു ക്ഷേത്രത്തിൽ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ എവിടെ മുറിവ് വന്നാൽ ജീവൻ പോവുമോ
അവിടെ ആ വിഗ്രഹത്തിന് കേടുപാട് വന്നു കഴിഞ്ഞാൽ ആ വിഗ്രഹം മാറ്റാമെന്നാണ് തന്ത്രം. വയറിൽ, കഴുത്തിൽ, തലയിൽ ഒക്കെ മുറികൾ വന്നാൽ മാറ്റാം. ഇവിടെ അതൊന്നും ചെയ്യാൻ പറ്റില്ല. എവിടെ വന്നാലും അത് എങ്ങനെയെങ്കിലുമൊക്കെ സെറ്റാക്കി ഉപയോഗിക്കുക എന്നുള്ളതേ നിവൃത്തിയുള്ളൂ. അതുപോലെ തന്നെ ഇവിടെ ഇത്രയും, പിന്നെ നിങ്ങളിപ്പോൾ പറയുന്ന പോലെ ഇത്രയും രൂപ ചെലവഴിച്ചിട്ട് ഈ ക്ഷേത്രം ഇങ്ങനെ മാറ്റാന്നുണ്ടെങ്കിൽ 1000 രൂപ, 1,00,000 രൂപയോ 1,50,000 രൂപയോ കൊടുത്തിട്ട് ഒരു പുതിയ വിഗ്രഹം ഉണ്ടാക്കാൻ പൈസ അല്ലഞ്ഞിട്ടാ? അല്ലല്ലോ. ഇപ്പോഴുള്ള വിഗ്രഹം മാറ്റാൻ പറ്റില്ല, അതന്നെ എൻ്റെ കാര്യം. ആ വിഗ്രഹത്തിലുള്ള ചൈതന്യം അത്രത്തോളം കൂടുതലാണ്. അപ്പൊ അത്രത്തോളം ചൈതന്യം ഒരു ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്ന ബെനിഫിറ്റ്സ് അത്രത്തോളം കൂടുതലായിരിക്കും. അപ്പൊ അതിന്റെ മഹത്വം മനസ്സിലാക്കുക. എവിടെയോ ഒരു അമ്പലം കുറച്ചു കാലം ഇങ്ങനെ പണിയൊക്കെ നടന്ന് ഇന്ന് കാണുന്ന സ്ട്രക്ചറായി എന്ന് വിചാരിക്കരുതേ. അവിടെ ഇരിക്കുന്ന ആളുടെ ചൈതന്യം കൂടിയാണ് അത് ഇത്രയും ഡെവലപ്പ് ആയത്. അതിന് സമയം വേണ്ടുമെന്നു മാത്രം. ഭഗവാന് നിശ്ചയമില്ല എന്നുണ്ടെങ്കിൽ 200 കോടി രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിലും ഈ അമ്പലം നന്നാക്കാൻ നിങ്ങൾക്ക് പറ്റില്ലായിരുന്നു. ഭഗവാന് നിശ്ചയം ഉണ്ടായത് കൊണ്ട് വെറും 5 ലക്ഷം രൂപ 1 ലക്ഷം രൂപ നിങ്ങൾ ഡെപ്പോസിറ്റ് ആയിട്ടുണ്ടെങ്കിലും ഈ 11 കോടി നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുമായിരുന്നു. അതിന് ഈശ്വര നിശ്ചയം എന്ന് പറഞ്ഞിട്ടൊരു കാര്യമുണ്ട്. ഇവിടെ ആലപ്പുഴ അടുത്തൊരു അമ്പലമുണ്ട്, നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല. ഈ ഭഗവാന്റെ സ്ക്രിപ്റ്റ് വർക്കാവണത് മുരുകൻ്റെ അമ്പല. ഇത്രത്തോളം ബുദ്ധിമുട്ടുണ്ടായിരുന്ന അമ്പലമായിരുന്നു. ആരും ഉണ്ടായിരുന്നില്ല അവിടെ പോവാൻ. ഇടിഞ്ഞു പൊളിഞ്ഞ കെട്ടിടം, എപ്പോഴെങ്കിലും ഒരു പൂജ, ഇത്രേ ഉള്ളൂ. ഒരു ദിവസം ആ സ്ഥലത്തുള്ളൊരു കുട്ടിക്ക് SSLC ഫുൾ A+ കിട്ടി. ഫുൾ A+ കിട്ടിയ സമയത്ത് ആ കുട്ടി മിഠായി വാങ്ങി, നെസ്ലെ ചോക്ലേറ്റിന്റെ മിഠായി വാങ്ങിയിട്ട് എല്ലാവർക്കും കൊണ്ടുപോയി കൊടുത്തു. കൂട്ടത്തിൽ ഒരെണ്ണം ഭഗവാൻ ഒരുക്കട്ടെ എന്ന് കരുതിയിട്ട് നടക്കയിൽ കൊണ്ടുപോയി വെച്ചു കൊടുത്തു. കുട്ടി പ്രദർശനം ചെയ്ത് തിരിച്ചു വന്നപ്പോഴേക്കും ചോക്ലേറ്റ് കണ്ടില്ല, അത്രേ പോയി. കുട്ടി ബഹളം വെക്കാൻ തുടങ്ങി, കരയാൻ തുടങ്ങി, പേടിച്ചിട്ട് ഇവിടെ ആരോ വന്നു പോയിട്ടുണ്ട്, എന്തൊക്കെ ശബ്ദം ഞാൻ കേൾക്കൂ എന്നൊക്കെ പറഞ്ഞ് കരയാൻ തുടങ്ങി. ദേവപ്രശ്നം നടത്തി ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണം നടത്തണം തീരുമാനിച്ചു. ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണം നടത്തി. അന്ന് മുതൽ ആ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട സമർപ്പണങ്ങളിലൊന്നായിട്ട് ആ ചോക്ലേറ്റ് മാറി. പേര് ഞാൻ പറയുന്നില്ല. ആ നെസ്ലെ കമ്പനിക്കാർ അവിടെ ഇരുന്നായിരുന്നു അത്ര. കേരളത്തിലെ ഏതോ ഒരു അമ്പലത്തിലെ പ്രധാനപ്പെട്ട വഴിപാട് ഞങ്ങൾ ഉണ്ടാക്കുന്ന ചോക്ലേറ്റ് ആണ്. നിങ്ങൾക്ക് എത്ര എമൗണ്ട് ആണ് അവർ ഡെപ്പോസിറ്റ് ചെയ്തെന്ന് അറിയൂ ആ അമ്പലത്തിൽ പുനരുദ്ധാരണത്തിന്? നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റാത്ത എമൗണ്ടാണ്. ഒറ്റ ചോക്ലേറ്റ് കൊണ്ടാണ് ഒരു ക്ഷേത്രം ഉണ്ടായത്. ആലോചിച്ച് നോക്കുള്ളൂ. വെറും ഒരു മുട്ടായി കൊണ്ട്. അതാണ് ഈശ്വരന്റെ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒന്നിനെ നിസ്സാരമായിട്ട് എടുക്കാതിരിക്കുക. ഭഗവാൻ അറിയാം ഭഗവാൻ എങ്ങനെയാണ് മുകളിലേക്ക് പോകേണ്ടതെന്ന്. പക്ഷെ ഒരാൾ ഒറ്റയ്ക്ക് ഇരുന്ന് ഇങ്ങനെ അധ്വാനിക്കുമ്പോൾ ഒന്നുമില്ലെങ്കിൽ അയാൾക്ക് ഒരു അധ്വാനിക്കുന്ന സമയത്ത് ഇത്തിരി പാട്ടുപാടി കൊടുക്കാനെങ്കിലും ആയാലും വേണ്ടേ, ഒരു ആയാസം കിട്ടാൻ. നമ്മൾ ഓരോരുത്തർ അതെങ്കിലും ചെയ്യാന്നുള്ളതാണ്. അതുകൊണ്ട് ഇതാ ഇപ്പോൾ കുംഭമാസമാണ്. ഈ വർഷം ഇനി ഭഗവാന്റെ നിരവധിയായിട്ടുള്ള ആചരണങ്ങൾ വരുന്നുണ്ട്. മെയ് മാസത്തോടു കൂടി ഏപ്രിൽ എൻഡോട് കൂടിയിട്ട് വൈശാഖ മാസം തുടങ്ങും. മാധവ മാസം എന്നാണ് അതിനെ വിളിക്കുക. ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട സമയം. ഗുരുവായൂരൊക്കെ 28 ദിവസവും സപ്താഹം, അതായത് 4 ആചാര്യന്മാർ 7 ദിവസം വെച്ചിട്ട് 4 സപ്താഹങ്ങൾ കണ്ടിന്യൂസ് നടക്കും. 28 ഡേയ്സ്. ഒന്ന് കഴിഞ്ഞ അടുത്തത്, അത് കഴിഞ്ഞ അടുത്തത്, അത് കഴിഞ്ഞ അടുത്തത്, ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. മാസം മുഴുവൻ സപ്താഹം. എത്രയോ സത്രങ്ങൾ നടക്കാൻ പോകണം. ഭാഗവത പാരായണത്തിന് ഏറ്റവും പറ്റിയ സമയമായിട്ടാണ് പറയുക. ഞാൻ നിങ്ങളോട് നിർബന്ധം പിടിക്കുന്നില്ല. നിങ്ങൾ ഈ വർഷം ഇത്രയും ചെലവിൻ്റെ ഇടയിൽ, ഇത്രയും ബുദ്ധിമുട്ടുകൾക്കിടയിൽ ഭാഗവത സപ്താഹം കൂടെ ഇവിടെ നടത്തണം, കുഴപ്പമില്ല. ഞാൻ പറഞ്ഞല്ലോ, മാതൃസമിതി അമ്മമാർ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരുന്ന് കഴിഞ്ഞാൽ നാരായണീയം വായിച്ചു തീർക്കാൻ പറ്റും. സിമ്പിളാണ്. അതെങ്കിലും ചെയ്യാം. നമ്മൾ എന്തൊക്കെ ആവശ്യപ്പെടുന്ന സമയത്ത് നമുക്ക് അതിനുള്ള അർഹത ഉണ്ടോ എന്നുള്ളൊരു പുനഃപരിശോധന നമ്മൾ ചെയ്യണ്ടേ എപ്പോഴും. ആ പുനഃപരിശോധന ലിസ്റ്റ് എടുക്കുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് അങ്ങയുടെ നാമം ഞാൻ ഇത്ര തവണയെങ്കിലും ചൊല്ലിയിട്ടുണ്ടല്ലോ ഭഗവാനെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ആ പ്രതിഫലിച്ചോട് കൂടിയെങ്കിലും ചിന്തിക്കാൻ നമുക്ക് സാധിക്കണ്ടേ. അതുകൊണ്ട് എൻ്റെ അഭ്യർത്ഥനയാണ്, ദയവായി നിങ്ങൾ ഒരു മാതൃസമിതിയൊക്കെ ഉണ്ടാക്കി നാരായണീയം ഇപ്പോഴൊന്നും നടന്നില്ലെങ്കിലും വൈശാഖ മാസത്തിലെങ്കിലും ഒരു ദിവസം ഏകാഹായിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ അത് നിങ്ങൾ ചെയ്യണം. ഈ അമ്പലത്തിലെ പ്രസിഡന്റോ സെക്രട്ടറിയോ ആരാണോ ആ സമയത്ത് എന്നെ കോൺടാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അന്നേ ദിവസം നിങ്ങളുടെ ഉച്ചഭക്ഷണം ഞാൻ സമർപ്പിച്ചോളാം. ഈ അമ്പലത്തിൽ എന്നെ വിളിച്ചാൽ മതി.
ഇവിടെ ഉണ്ടാവില്ല, ഇവിടെ ആരെങ്കിലും അല്ലേ കേട്ടിട്ടുണ്ടാവും. ഈ സാധനം റെക്കോർഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വിഭവസമൃദ്ധമായുള്ള ഭക്ഷണം കഴിച്ച് വീണ്ടും നാരായണീയം വായിച്ചിട്ട് പോകാം. പക്ഷെ നിങ്ങൾ വായിക്കണം. എന്നോട് പറഞ്ഞാൽ മതി, നമുക്ക് സദ്യയൊക്കെ അറേഞ്ച് ചെയ്യാം ഇവിടെ. എനിക്കിപ്പോൾ ഗുരുവായൂരപ്പൻ സഹായിച്ച ടെക്നോ പാർക്കിൽ കുഴപ്പമില്ലാത്തൊരു ജോലിയുണ്ട്. പ്രഭാഷണം എന്നുള്ള പേയ്മെന്റ് കിട്ടിയിട്ട് വേണ്ട. അപ്പം അതുകൊണ്ട് നിങ്ങളത് ചെയ്യണം എന്നുള്ളതിൻ്റെ അഭ്യർത്ഥന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പറ്റുമെങ്കിൽ ഒരു സൺഡേ അത് നടത്തുന്ന സമയത്ത് കുട്ടികളെ കൂടി പങ്കെടുപ്പിക്കുക. ഊണ് കഴിക്കാൻ വന്നാൽ മതി, ഒരു കുഴപ്പമില്ല. എന്താ പ്രശ്നം? ഇന്നിപ്പോൾ ഊണ് കഴിക്കണതിനെതിരെയാണ് പ്രകടനങ്ങൾ. ഊണ് കഴിക്കാൻ മാത്രമേ ആൾക്കാർ വരുന്നുള്ളൂ. ഒറ്റ കാര്യം ഞാൻ പറയാം, പ്രസാദ ഊട്ടാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ, ഒരു ചടങ്ങ് അവിടെ നടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഭാഗമായവർക്കാണ് പ്രസാദ ഊട്ട്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരിക്കണം എന്ന് നിർബന്ധമില്ല. അറ്റ്ലീസ്റ്റ് അവിടെ വന്ന് ഒരു 3 തവണയെങ്കിലും നാരായണ 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 എന്ന് ജപിച്ച് ഊട് കഴിച്ചാൽ അത് പ്രസാദമായി. അല്ലെങ്കിൽ അത് മീൽസാണ്. 90 രൂപ കൊടുത്താൽ പുറത്ത് കിട്ടും. ഏത് കഴിക്കണം എന്നുള്ളത് നമ്മൾ തീരുമാനിച്ചോളൂ. പ്രസാദം വേണോ മീൽസ് വേണോ? അമ്പലം എന്ത് കഴിക്കാനുള്ള സ്ഥലമല്ല, മീൽസ് കഴിക്കാനുള്ള സ്ഥലമല്ല, പ്രസാദം കഴിക്കാനുള്ള സ്ഥലമാണ്. സോ തിരക്കുള്ളവരുണ്ടാവും, ജോലിയുള്ളവരുണ്ടാവും, കുടുംബത്തിൽ ബുദ്ധിമുട്ടുള്ളവരുണ്ടാവും. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരിക്കണമെന്ന് ബുദ്ധിമുട്ടില്ല, കുഴപ്പമില്ല. യജ്ഞശാലയിൽ വരിക, അല്ലെങ്കിൽ അമ്മമാരിക്കുന്ന സ്ഥലത്ത് വരിക, ചമ്പരം പടിഞ്ഞിരിക്കുക, നാരായണ 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 3 വട്ടം കഴിച്ചിട്ട് പോയിട്ട് ഊണ് കഴിച്ചോളൂ, പ്രസാദമായി. അത് മാത്രമാവരുതേ. ഇങ്ങനെ ആരോ പണ്ട് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഈ ടെക്നിക്ക് മാത്രം ഉപയോഗിക്കാന്ന് പറയരുതേ. ഇത് എപ്പോഴെല്ലാം ഉപയോഗിക്കുക. ഇതിപ്പോ പറഞ്ഞു കൊടുത്ത സ്ഥിതിക്ക് ഇത് മാത്രം മതി എന്ന് പറയേ. അങ്ങനെങ്കിലും ചെയ്യാന്നാണ് ഞാൻ പറഞ്ഞത്. മിനിമം 1 വൈശാഖമാസം, 2 വൈശാഖമാസം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വൈശാഖ മാസത്തിലാണ് ഭഗവാന്റെ പ്രധാനപ്പെട്ട പല അവതാരങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ കൃഷ്ണനായിട്ടാണ് സങ്കല്പം എന്നുണ്ടെങ്കിൽ പോലും വൈശാഖ മാസത്തിലാണ് ഭഗവാന്റെ നരസിംഹാവതാരം ഉണ്ടായിട്ടുള്ളത്. വൈശാഖ മാസത്തിലാണ് ഈ ഭഗവാന്റെ ഏട്ടൻ സാക്ഷാൽ ബലരാമസ്വാമിയുടെ അവതാരം ഉണ്ടായിട്ടുള്ളത്. അതെന്നാ? ബലരാമാവതാരം പറയൂ. അത് ഇത്തിരി രസമുള്ളതുകൊണ്ട് അത് മാത്രം ചോദിക്കാന്ന് വിചാരിച്ചാണേ. എന്നാ ഗുരുവായൂരപ്പന്റെ ഏട്ടൻ ജനിച്ചേ? ആ ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആ ദിവസത്തിന്റെ പേര് അക്ഷയ തൃതീയ എന്നാണ്. അന്നാണ് നമ്മൾ സ്വർണം വാങ്ങാൻ ഓടാറുള്ളത്. അന്ന് ബലരാമ ജയന്തിയാണ് ശരിക്കിട്ട്. അത് സ്വർണം വാങ്ങാനുള്ള ദിവസമൊന്നുമല്ല. ബലരാമസ്വാമിയുടെ അവതാരം ഉണ്ടായ ദിവസമാണ് വൈശാഖ മാസത്തിൽ 3ാമത്തെ തിഥി, അക്ഷയ തൃതീയ. ഗുരുവായൂരപ്പന്റെ ഏട്ടൻ ആരുടെങ്കിലും മുമ്പിൽ ആ ഭഗവാൻ ഭയം അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും എണീറ്റ് നിൽക്കുമ്പോഴേക്കും ആ ഭഗവാൻ എന്താ ഏട്ടാ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ആ അദ്ദേഹത്തോട് മാത്രമാണ്. അദ്ദേഹത്തിനോടുള്ള ആദരവ് ഉണ്ടാവണം. എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്, നിങ്ങൾ ഗുരുവായൂർ വരുന്ന സമയത്ത് ഗുരുവായൂരപ്പനെ തൊഴുന്നുണ്ടാവും, മമ്മിയൂരപ്പനെ തൊഴുന്നുണ്ടാവും. ഒപ്പം സാധിക്കുന്നുണ്ടെങ്കിൽ, സാധിക്കുന്നവർക്ക് വേണ്ടി മാത്രമാണ് പറയണത്, ഗുരുവായൂരപ്പനെയും മമ്മിയൂരപ്പനെയും തൊഴുത് കഴിഞ്ഞാലെങ്കിലും ഗുരുവായൂർ അമ്പലത്തിൽ നിന്ന് 1.5 കിലോമീറ്ററോ 2 കിലോമീറ്ററോ ഒറ്റ ദൂരമുള്ളൂ. സഞ്ചരിച്ചു കഴിഞ്ഞാൽ നെന്മേനി ബലരാമക്ഷേത്രം എന്ന് പറഞ്ഞിട്ടൊരു അമ്പലത്തിൽ പോകാൻ പറ്റും. പോയ ആൾക്കാർ ആരെങ്കിലും ഉണ്ടോ അവിടെ? ആരുമില്ല. പോണം. നെന്മേനി ഗുരുവായൂർ ദേവസ്വം കീഴേടാണ്. ബലരാമനാണ് പ്രതിഷ്ഠ, ഗുരുവായൂരപ്പന്റെ ഏട്ടനായിട്ടാണ് സങ്കല്പം. പോയി അദ്ദേഹത്തെ കൂടി കാണുക. ഒരു കുടുംബത്തിലുള്ള മൊത്തം കുട്ടികളെ കണ്ടു വരണ്ടേ പോകുമ്പോൾ? നമ്മൾ പറയില്ലേ, ചെറിയ ആളും കൂടെ സ്കൂൾ വിട്ടിട്ട് വരട്ടെ എന്നിട്ട് പോവാമെന്ന്. അതേപോലെ മൂത്ത ആളെ കൂടി കാണുക. ഇളയാളെ മാത്രം കണ്ടു പോരുമ്പോൾ പാവം മൂത്ത ആൾക്കൊരു വിഷമം. എന്തിനാണ് വെറുതെ? ബലരാമസ്വാമിയെ പോയി കാണുക. നല്ല അമ്പലമാണ്, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള. അതേപോലെ ഒരു ആലും കുഞ്ഞമ്പലം, വലിയ ബഹളവും തിരക്കുകളൊന്നുമില്ല. ബലരാമസ്വാമിയായിട്ടാണ് ഭഗവാന്റെ പ്രതിഷ്ഠ അവിടെ ഉള്ളത്. സാധിക്കുമെങ്കിൽ നിങ്ങൾ പോയിട്ട് വരാം. വൈശാഖ മാസത്തിലാണ് ഭഗവാന്റെ നരസിംഹാവതാരം ഉണ്ടായിട്ടുള്ളത്, ബലരാമാവതാരം ഉണ്ടായിട്ടുള്ളത്. ഈ ഭൂമി, ഈ കേരളം എന്ന് വിളിക്കപ്പെടുന്നത് നമുക്ക് തന്ന കേരളോൽപ്പത്തിയിലൊക്കെ പറയുന്ന പരശുരാമാവതാരം ഉണ്ടായിട്ടുള്ളത് അക്ഷയ തൃതീയ ദിവസമാണ് കേട്ടോ. അതുകൂടെ പറയാം. ഇതൊക്കെ ഉണ്ടായ സമയമാണ് വൈശാഖ മാസം. ആ സമയത്ത് ഇവിടെ പുരാണ ശ്രവണങ്ങളൊക്കെ നടക്കുകയാണെങ്കിൽ നല്ലതാണ്. അങ്ങനെ വൈശാഖം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്ത സമയം ചിങ്ങമാസമൊക്കെ ആവാറാവുമ്പോഴേക്കും ഭഗവാന്റെ അഷ്ടമി രോഹിണി, ഭഗവാന്റെ പിറന്നാൾ ഇവിടെ ആചരിക്കേണ്ട ദിവസമാണ്. ഈ വട്ടം ഭഗവാന്റെ പ്രതിഷ്ഠയൊക്കെ കഴിഞ്ഞ ആയതുകൊണ്ട് ഗംഭീരമായിട്ട് ആഘോഷിക്കും. പുറത്തുനിന്ന് നവീനും ശ്രീലാലൊക്കെ എപ്പോഴും വന്നോളന്നില്ല. നമ്മുടെ നാട്ടിലത്തെ കുട്ടികളുടെ പരിപാടി, നമ്മുടെ നാട്ടിലത്തെ ചേട്ടന്മാരുടെ ഗാനമേള, നമ്മുടെ നാട്ടിലത്തെ ചേച്ചിമാരുടെ തിരുവാതിരക്കളി, അതൊക്കെ മതി. നിങ്ങളൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നടക്കും. ഇവരതിന് വേണ്ട അറേഞ്ച്മെന്റ്സും ചെയ്തു തരും. നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരുടെ ഒരു ഉത്സവമാക്കിയിട്ട് മാറ്റുക ഭഗവാന്റെ അഷ്ടമി രോഹിണി.
നന്ദഗൃഹത്തിൽ ഭഗവാൻ വന്ന് ജനിച്ചപ്പോൾ ആ നന്ദവാസികളായിട്ടുള്ള കുട്ടികൾ മുഴുവൻ, അമ്മമാർ മുഴുവൻ, ചേട്ടന്മാർ മുഴുവൻ ഭഗവാന്റെ ആ ജന്മദിനാഘോഷത്തിൽ എങ്ങനെയാണോ പങ്കെടുത്തത് അതുപോലെ നമുക്കും ഇപ്പൊ ഇവിടെ ഭഗവാന്റെ അവതാരം ഉണ്ടായ സമയമാണ്. ആ സമയത്ത് വരുന്ന ഭഗവാന്റെ ആദ്യത്തെ പിറന്നാൾ ഗംഭീരമായിട്ട് ആഘോഷിക്കുക. നമ്മളെപ്പോഴും അങ്ങനെയല്ലേ, ഈ ഒന്നാം പിറന്നാൾ ഗംഭീരമായിട്ട് ആഘോഷിക്കുമല്ലോ കുട്ടികളുടെ. അത് കഴിഞ്ഞിട്ടുള്ള ചിലപ്പോൾ കുറയ്ക്കും, എന്നാലും ഒന്നാം പിറന്നാൾ ഗംഭീരമാണ്. 2 കൂട്ടം പായസമൊക്കെ ആയിട്ട് ഗംഭീരമായിട്ട് സദ്യയൊക്കെ നടത്തി ആഘോഷിക്കുക. അത് കഴിയുമ്പോൾ കർക്കിടക മാസം വരും. കർക്കിടക മാസം അതിന് മുമ്പാണ് വരിക. ആ സമയത്ത് സാധിക്കുമെങ്കിൽ രാമായണ പാരായണം മുടങ്ങാതെ ഈ ക്ഷേത്രത്തിൽ നടത്താനുള്ള കാര്യങ്ങൾ ചെയ്യുക. ഏകദേശം വൃശ്ചിക മാസം ആകുമ്പോൾ മണ്ഡലകാലമാണ്, പറയേണ്ട ആവശ്യമില്ല. മുഴുവൻ പ്രകൃതി പോലും ഈ ആധ്യാത്മികമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിലേക്ക് മാറുന്നൊരു സമയമാണ്. ആ സമയത്തും ഇവിടെ വന്ന് ഭഗവാന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. ആ സമയത്ത് തന്നെയാണ് പ്രസിദ്ധമായിട്ടുള്ള ഗുരുവായൂർ ഏകാദശി. അതും ഒരു ആഘോഷമായിട്ട് നിങ്ങൾ കൊണ്ടു നടത്തുക. അങ്ങനെ എന്തിനാ ഈ ആഘോഷങ്ങളൊക്കെ ഞാൻ ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, ഈ സമയത്തെങ്കിലൊക്കെ നമ്മൾ ഇങ്ങോട്ട് വരും. ഈ സമയത്തെങ്കിലൊക്കെ നമ്മൾ ഒന്ന് നാരായണ നാരായണ എന്ന് ജപിക്കും. ഈ സമയത്തെങ്കിലും നമ്മൾ ഒരുമിച്ച് വരും, അതാണ് പ്രധാനം. അതുകൊണ്ട് എല്ലാവരും കൂടെ ഒരുമിച്ച് വന്ന് ഭഗവാനെ സന്തോഷിപ്പിക്കുക. പ്ലീസ്, ദയവായി നിങ്ങളുടെ വീട്ടിലെ കുട്ടികളെ കൊണ്ടുവരാതിരിക്കരുത്. നിർബന്ധമായിട്ടും കൊണ്ടുവരണം. ഞായറാഴ്ച മാത്രം വന്നാലും കുഴപ്പമില്ല, അവരെ കൊണ്ടുവരണം. അല്ലാതെ നിങ്ങൾ കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന് വിളിച്ചിട്ട് ഒരു കാര്യമല്ലേ. ഞാനിപ്പോഴേ പറയാം. ഒരമ്മയുണ്ട് ഗുരുവായൂർ ഭാഗത്ത്. അവരാണ് ഏത് സപ്താഹം നടക്കുകയാണെങ്കിലും അവർ നിലത്തേ ഇരിക്കുള്ളൂ. അവരുടെ കയ്യിൽ പുസ്തകം ഉണ്ടാവും. എന്നിട്ട് അവരിങ്ങനെ ഓരോ ശ്ലോകങ്ങളുടെ അർത്ഥങ്ങൾ എഴുതിയെടുക്കുന്നു, വ്യാഖ്യാനിക്കുന്നു. നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചുമ്പോൾ ആദ്യം തന്നെ അവരിങ്ങനെ, ഞങ്ങൾക്കറിയാം. ആ അമ്മ പാലക്കാട് എന്നെ ഒരു വിദ്യാഗോപാല മന്ത്രത്തിന് ശേഷമുള്ള പ്രഭാഷണത്തിന് ക്ഷണിച്ചു. അപ്പൊ ഞാൻ പോയി. എൻ്റെ പ്രഭാഷണത്തിന് മുമ്പായിരുന്നു വിദ്യാഗോപാല മന്ത്രാർച്ചന. മഹാനവമി ദിവസമായിരുന്നു അത്. ഞാൻ മറക്കില്ല എൻ്റെ ജീവിതത്തിൽ. ഞാൻ പോയിട്ട് പാലക്കാട് പ്രഭാഷണത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാൻ ആ കുട്ടികളൊക്കെ ഇരിക്കുന്ന പോലെ പുറകിലിരിക്കുമ്പോൾ ഇവിടെ വിദ്യാഗോപാല മന്ത്രാർച്ചന സ്റ്റേജിൽ നടന്നുകൊണ്ടിരിക്കുക. ഞാൻ നോക്കുമ്പോൾ ഗംഭീരമായിട്ട് ഒരു 12 മുത്തശ്ശിമാരും ഒരു 6 ചേച്ചിമാരും ഇരുന്ന് പൂജിക്കുന്നുണ്ടോ കൃഷ്ണായ നമ അച്യുതായ നമ എന്നുണ്ട്. മരുന്നിനെങ്കിലും ഒരു കുട്ടി വേണ്ടേ? വിദ്യാഗോപാല മന്ത്രാർച്ചന എല്ലാവർക്കും ചെയ്യാം, അതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ പൊതുവിൽ പറയണത് ഇത് കുട്ടികൾ പഠിക്കാൻ വേണ്ടിയിട്ടാണെന്നാണ്. ഒരു കുട്ടി പോലും ഇല്ല അവിടെ. അപ്പൊ എനിക്ക് ഉറപ്പായിരുന്നു ഈ ചേച്ചിയുടെ മകൻ വരാതിരുന്നത് അവന് വല്ല അസുഖമുള്ളതുണ്ടാവും. കാരണം ഈ അമ്മ എന്ന് പറഞ്ഞാൽ എവിടെ ഭാഗവതമുണ്ടോ അവിടെ അമ്മയുണ്ട്, എവിടെ നാരായണീയുണ്ടോ അവിടെ അമ്മയുണ്ട്. എല്ലാ ദിവസവും രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരവും ഗുരുവായൂരപ്പന്റെ ഫോട്ടോ സ്റ്റാറ്റസ് ആണ്. ദിവസവും ക്യുസിനൊക്കെ ഉത്തരം പറയണ ചേച്ചിയാണ് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ. അമ്മയുടെ മകനെയും കണ്ടില്ല, അമ്മ ഇരുന്ന് പൂജിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ പൂജയൊക്കെ കഴിഞ്ഞ് ചേച്ചി ഇറങ്ങി വന്ന സമയത്ത് അവരുടെ ഫാമിലി ആയിട്ട് തന്നെ എനിക്ക് അറിയാവുന്നതുകൊണ്ട് ചേച്ചിയോട് ഞാൻ ചോദിക്കണം എങ്ങനെയാ ആ കുട്ടിക്ക് വെയ്യാത്തോണ്ടല്ലേ വരാത്തതെന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ ചോദിച്ചു സുരേഷിന്, ആ പേര് ഇമാജിനറിയാണ്, അങ്ങനെ ഇരുന്നോട്ടെ, സുരേഷിന് വെയ്യാത്തോണ്ടാണോ അമ്മ എന്ന് വരാഞ്ഞത് ചോദിച്ചപ്പോൾ എൻ്റെ മുഖത്ത് നോക്കിയിട്ട് ആ ചേച്ചി പറഞ്ഞിട്ടുണ്ട്, അവൻ ആ കിട്ടേണ്ട അവധി ദിവസമല്ലേ വ്യാസന അവൻ ഉറങ്ങിക്കോട്ടെ. സിമ്പിളാണ്. ഞാൻ എന്നിട്ടാ ചേച്ചി കൃഷ്ണ എന്താണ് എന്നിട്ട് ഉണ്ടാവുന്നത്, എന്നിട്ട് ഉണ്ടായത് എന്താന്ന് ഞാൻ തന്നെ അനുഭവിച്ചു. തിരുവനന്തപുരത്ത് പോയിട്ട് ഒരു പ്രഭാഷണം നടത്തുക, ഗുരുവായൂരപ്പന്റെ സ്വർഗാരോഹണം. അപ്പൊ അവിടെ സംസാരിക്കുന്ന സമയത്ത് അവസാനം പറഞ്ഞു, ഒരു കാട്ടാളൻ ഭഗവാൻ ഈ കാട്ടിൽ പോയി തപസ് ചെയ്യുന്ന സമയത്ത് അതുവഴി വന്നു, ഭഗവാന്റെ കാല് കണ്ടപ്പോൾ മാൻകുട്ടിയാണെന്നോ എന്തോ കണ്ട് തെറ്റിദ്ധരിച്ചിട്ട് ആ കാലിലേക്ക് അസ്ത്രം അയച്ചു. അങ്ങനെ ഭഗവാൻ വേടന്റെ അമ്പ് കൊണ്ടിട്ട് സ്വധാമത്തിലേക്ക് തിരിച്ചു പോയി, വൈകുണ്ഠത്തിലേക്ക് പോയി എന്ന് പറഞ്ഞപ്പോൾ ആ മോളുടെക്കാളിലും കുറച്ചുകൂടെയൊക്കെ പ്രായമുള്ള ഒരു കുട്ടിയാ. അവൾ എണ്ണീറ്റുന്ന എല്ലാവരും കേൾക്കുക എന്നോട് പറഞ്ഞു, ഞങ്ങളുടെ വേടനെ കുറിച്ച് അനാവശ്യം പറയരുത്. എന്ത് കുറ്റുണ്ടെങ്കിലും വേടനാന്നാ ഏട്ടനോട് ചോദിച്ചു. ഞാൻ പിന്നെ അതോടെ നിർത്തി. കാരണം ഗുരുവായൂരപ്പന്റെ സ്വർഗാരോഹണം വിശദീകരിച്ച വ്യാസന്റെ സ്വർഗാരോഹണം തിരുവനന്തപുരത്ത് വെച്ച് നടന്നു. ആ അവസ്ഥയാവുമായിരുന്നു കൂടുതൽ വിശദീകരിച്ചിരുന്നെങ്കിൽ. ഒരിക്കലും അതൊരു തെറ്റല്ല. ആ വേടനെയും നിങ്ങൾ അറിയണം, ഇവിടെ ഒരു വേടൻ ഉണ്ട് എന്ന് അറിയണത് നല്ലതാണ്. എനിക്ക് അത്ര അഭിപ്രായമുള്ളൂ. അല്ലാതെ അത് തെറ്റാണെന്നുള്ള വ്യാഖ്യാനം എനിക്കില്ല. അപ്പൊ അതുകൊണ്ട് ആ കുട്ടികളും പഠിക്കട്ടെ, അതാണ് വേണ്ടത്. ഇല്ലെങ്കിൽ പണ്ട് നാരായണീയെ എഴുതാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ മത്സ്യം തൊട്ട് കൂട്ടാ മതി എന്ന് പറഞ്ഞ അവസ്ഥ ഉണ്ടല്ലോ, അതാവാതിരിക്കട്ടെ. ഗുരുവായൂരപ്പന്റെ ഉച്ചപൂജ അലങ്കാരം മത്സ്യാവതാരമാണെന്ന് കണ്ടപ്പോൾ വീട്ടിലേക്ക് വിളിച്ചിട്ട് മീൻ കൊണ്ടുവരണമെന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. എന്റെ പരിചയത്തിലുണ്ട്. ഉച്ചപൂജയ്ക്ക് അലങ്കാരം കേട്ടപ്പോൾ മത്സ്യാവതാരം അത്ര ഉടനെ ഹസ്ബൻഡിനെ വിളിച്ചിട്ട് ഇന്ന് രാത്രിക്കൊന്നുമില്ല മീൻ കൊണ്ടുവരുണ്ടോ. അതാണ് നമ്മുടെ ട്രെൻഡായിട്ടുള്ള ഭക്തി. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അതൊക്കെ പോട്ടെ, അതൊക്കെ പോയി. അങ്ങനെ കുറെ നല്ല മനുഷ്യരുണ്ട് ഇവിടെ.
ഈ ഒരു മാറ്റത്തിന് വേണ്ടി ശ്രമിക്കുന്നവർ, നാളെ കുറച്ച് നല്ല മനുഷ്യരവിടെ വരുന്നുണ്ട്. എൻ്റെ ഒരു ഫാമിലിയാണ് നന്ദഗോവിന്ദം. എന്നെ എല്ലാ പ്രോഗ്രാമുകൾക്കും വിളിക്കാറുണ്ട്. പറ്റുമെങ്കിൽ 1% മാത്രമേ ചാൻസ് ഉള്ളൂ. ഞാൻ ഇവിടെ തന്നെ ഉണ്ട് നാളെ. നവീൻ ഇല്ലാത്തതുകൊണ്ട് ശ്രീലാൽ ഉണ്ടാവും, രാജേഷ് ഉണ്ടാവും, ബാക്കി എല്ലാവരും ഉണ്ടാവും. നിങ്ങൾക്ക് നല്ലൊരു ഭജന സന്ധ്യ നാളെ ഇവിടെ വൈകിട്ട് കേൾക്കാം. ദയവായി ഉറക്ക അവരുടെ കൂടെ നാമം ജപിച്ച് പാട്ട് പാടും. അങ്ങോട്ട് പാടിക്കോട്ടെ എന്ന് കരുതരുതേ. അതിനല്ല അവർ വരണത്, നിങ്ങളെ കൊണ്ട് പാടിക്കാനാണ് അവർ വരണത്. നിർബന്ധമായിട്ട് നിങ്ങൾ പാടണം. എങ്ങനെ പാടണം? നാണം കൈവിട്ട് കൈകൂപ്പി സ്തുതിക്കണം എന്നാണ് ഗുരുവായൂരപ്പന്റെ പൂന്താനം പറഞ്ഞിട്ടുള്ളത്. ഇത് പറയാൻ എളുപ്പമാണേ, ചെയ്യാൻ തുടങ്ങിയാലാണ് ബുദ്ധിമുട്ട്. എനിക്ക് അനുഭവമുണ്ട്. പാലക്കാട് കണക്റ്റിന് വിളിച്ചിരുന്നു എന്നെ. അപ്പൊ ഞാൻ ഇതാ ഒരു സിസ്റ്റർ ഇരിക്കണം അവിടെ, ഏറ്റവും ഫ്രണ്ടിലെ സീറ്റാ. അവിടെ ഇരുന്ന് ഇങ്ങനെ ഭജന കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു നേരമെങ്കിലും കാണാതെ വൈ എൻ്റെ ഗുരുവായൂരപ്പ നിൻ ദിവ്യരൂപം എന്ന് പറഞ്ഞ പാട്ട് പാടി അന്ന് അവിടെ എല്ലാവരും കൂടെ. അപ്പൊ കുറേ പെൺകുട്ടികൾ, ഇപ്പോഴും അതിന്റെ യൂട്യൂബിൽ വീഡിയോ ഉണ്ടാവും, നിങ്ങൾ നോക്കിയാൽ കാണാം. കുറേ പെൺകുട്ടികൾ സ്റ്റേജിൽ വന്ന് ഡാൻസ് ചെയ്തു. ആ സമയത്ത് സ്റ്റേജിന്റെ ഫ്രണ്ടിൽ കയറി ഡാൻസ് ചെയ്തു. അപ്പൊ കുറെ ബാക്കിലിരിക്കുന്ന അമ്മമാർക്കൊക്കെ ഞങ്ങൾക്ക് ഇവരെ കാണുന്നില്ലേ എന്നുകൊണ്ട് ഒരു ബഹളം വെക്കുന്നുണ്ടായിരുന്നു. എന്നാലും അവർ ഗംഭീരമായിട്ട് ഡാൻസ് ചെയ്തു. ആ പാട്ട് കഴിഞ്ഞിട്ടും പിന്നെ അവർ ഡാൻസ് ചെയ്യാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. അപ്പൊ നവീൻ പറഞ്ഞു, മക്കളെ കുഴപ്പമില്ല, നിങ്ങൾ ഒരു ഡാൻസ് കളിച്ചല്ലോ. അപ്പൊ കോളും കൊണ്ട് അവർ പറഞ്ഞു വിടുക ചെയ്തത്. അത്ര ഗംഭീരമായിരുന്നു. എല്ലാവരും നന്നായിട്ട് കയ്യൊക്കെ അടിച്ചു കൊടുത്തു. അടുത്ത പാട്ട് പാടുന്നതിന് മുമ്പ് നവീൻ അനൗൺസ് ചെയ്തത്, ഇപ്പോ പെൺകുട്ടികൾ ഡാൻസ് കളിച്ചു, ഇനി അടുത്ത പാട്ടിന് ഇവിടത്തെ ചേട്ടന്മാരായിട്ടുള്ള ആൺകുട്ടികൾ ഡാൻസ് കളിക്കട്ടെ. ഒരു മനുഷ്യൻ സ്റ്റേജിലേക്ക് വരുന്നില്ല. നവീൻ നോക്കിയപ്പോ എന്നെയാണ് കണ്ടത്. അപ്പൊ എന്നോട് പറഞ്ഞു, വരൂ കളിക്കൂ. ഞാനാണെങ്കിൽ നാട്ടിലെ മുഴുവൻ നിങ്ങൾ നാണം കൈവിട്ട് കളിക്കണം എന്നൊക്കെ പറഞ്ഞോണ്ട് നടക്കണ ആളും നിർത്തിയില്ല, പോയി കളിക്കന്നെ. ദൈവം സഹായിച്ച് ആ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഞാൻ ഇപ്പോഴും പഠിക്കുന്നുണ്ട്. പക്ഷെ അത് ഭഗവാൻ തന്നൊരു പാഠമായിട്ടാണ് ഞാൻ കാണുന്നത്. ഈ മടിയൊക്കെ പോണം, പോയാലേ എന്തെങ്കിലും പുരോഗതി ഉണ്ടാവുള്ളൂ. ഗുരുവായൂർ സ്വാമി വിട്ടൽദാസ് മഹാരാജ് എന്ന് പറഞ്ഞ ഭജനയുടെ ചക്രവർത്തിയായിട്ടുള്ള ഒരാളുണ്ട്. അദ്ദേഹം പണ്ട് കാലത്ത്, ഇപ്പോഴും ആ വീഡിയോ യൂട്യൂബിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, അദ്ദേഹം ഗുരുവായൂർ വന്നിട്ട് ഭജന നടത്തുമായിരുന്നു. അപ്പൊ അദ്ദേഹം ഈ തമിഴില്, അദ്ദേഹം ഈ നോർത്തിലും തമിഴ്നാട്ടിലൊക്കെ പോയിട്ട് വന്നിട്ടുള്ള പാരമ്പര്യം അദ്ദേഹത്തിനുള്ളത്. അവിടെ എന്ന് പറയുമ്പോൾ ഭജന എന്ന് പറഞ്ഞാൽ നാട്ടുകാരൊക്കെ തുള്ളും. അങ്ങനെയാ. ഇവിടെ നമ്മുടെ ആൾക്കാര് ഇതൊക്കെ കുറെ കേട്ടിട്ടുണ്ട് എന്നുള്ള ഭാവത്തിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഇത്രേ. അപ്പൊ സ്വാമി കുറെ ആൾക്കാരോട് നിങ്ങളെല്ലാം കൈ തട്ടി പാടുങ്കോ എന്ന് പാവം കുറെ തവണ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. എവിടെ ഇവര് അണങ്ങണ്ടേ? ഇവര് മറ്റേ കിട്ടുന്നേട്ടം പറഞ്ഞല്ലോ, ഇതൊക്കെ കുറെ കേട്ടിട്ടുണ്ട്, നിങ്ങൾ പാടിയിട്ട് പോയാൽ മതി എന്നുള്ള ലെവലായി. അവസാനം സ്വാമിക്ക് മനസ്സും എടുത്തിട്ട് സ്വാമി മൈക്ക് താഴെ വെച്ചിട്ട് മേൽപ്പത്തൂർ റോഡിൽ ഫ്രണ്ടിൽ ഇങ്ങോട്ട് വന്ന് അദ്ദേഹം അറിയാവുന്ന മലയാളത്തിൽ നാട്ടുകാരോട് പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, കുറച്ചൊക്കെ നാമം ചൊല്ലുകയാണെങ്കിൽ നിങ്ങളുടെ കർമ്മഫലം തീർന്നു കിട്ടും. നോക്കൂ, നിങ്ങളുടെ മനസ്സും ശരീരവും നിങ്ങളെ ഈ കുഴിയിൽ നിന്ന് പുറത്തേക്ക് വരാൻ സമ്മതിക്കണില്ല എന്ന്. സത്യമാണ്. ഇത് കുറെ ചൊല്ലിയാൽ കുറെ തീർന്നു കിട്ടും. അപ്പൊ നമ്മുടെ മനസ്സ് പറയും, രക്ഷപ്പെടണ്ട, ഇവിടെ തന്നെ കിടക്കും പറഞ്ഞ് പിടിച്ച് വലിക്കും. അതുകൊണ്ട് അവരേത് പാട്ട് പാടിയാലും അതിന്റെ കൂടെ പാടിക്കോളുക. എപ്പോഴും പറയാറുണ്ട്, ഇത് ഗിവ് ആൻഡ് ടേക്ക് പ്രോസസ്സാ. ഇങ്ങോട്ട് കിട്ടിയാലേ അങ്ങോട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നാളത്തെ ഭജന സന്ധ്യയിലൊക്കെ എല്ലാവരും വന്ന് പങ്കെടുത്ത് ഉറക്ക നാമൊക്കെ ചൊല്ലി പിറ്റേ ദിവസം ഭഗവാന്റെ നട തുറക്കുന്ന സമയത്ത് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഭഗവാനെ പോയി കണ്ട് ഭഗവാന് സത്യം ചെയ്ത് കൊടുക്കുക, ഞങ്ങളാലാവുന്ന വിധം ഞങ്ങൾ അങ്ങനെ നോക്കിക്കോളാം എന്ന്. നമ്മൾ പൊതുവിൽ എപ്പോഴും കൃഷ്ണനോട് പ്രാർത്ഥിക്കുക, കൃഷ്ണ എന്നെ നോക്കിക്കൊള്ളണേ എന്നാണ്. ഇവിടെ നമുക്ക് അങ്ങോട്ടൊരു ബാധ്യതയുണ്ട്, നമ്മളും ഭഗവാനെ അങ്ങോട്ട് നോക്കണം. അയ്യപ്പസ്വാമിയെ നമ്മൾ നോക്കണം. ഇന്ന് നോക്കാത്തതിൻ്റെ അവസ്ഥയാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗുരുവായൂരപ്പനെ നമ്മൾ നോക്കണം. ഇതൊക്കെ നോക്കിയില്ലെങ്കിൽ എന്തുണ്ടാവും എന്ന് പുതിയ കാലഘട്ടം തെളിയിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. പണ്ടാണ് നമ്മളെ നോക്കാൻ അവരുണ്ട് എന്നുള്ള ധാരണ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ നമ്മൾ തിരിച്ച് അവരെയും നോക്കണം. അപ്പം അതുകൊണ്ട് അത് ചെയ്യാനുള്ള ഏറ്റവും നല്ലൊരു അവസരമാണ് നിങ്ങൾക്ക് കൈവന്നിട്ടുള്ളത്. ഒരു ഗുരുവായൂരപ്പൻ്റെ ക്ഷേത്രം ഒരു നാട്ടിലുണ്ടാവുക എന്ന് പറഞ്ഞാൽ അവിടെ സമൃദ്ധി ഉണ്ടായി എന്നാണ് അതിൻ്റെ അർത്ഥം. ഭഗവാൻ ലക്ഷ്മീപതിയാണ്, സർവ്വതിൻ്റെയും നാഥനാണ്, ഐശ്വര്യങ്ങളുടെ നാഥനാണ് വിഷ്ണു. സർവ്വതിലും വ്യാപിച്ചിരിക്കുന്നതും അദ്ദേഹം തന്നെയാണ്. വ്യാപിച്ചത് കൊണ്ട് അദ്ദേഹത്തെ വിഷ്ണു എന്ന് വിളിക്കുന്നു. സർവ്വതിനെയും ആകർഷിക്കുന്നവനുമാണ് അദ്ദേഹം. അതുകൊണ്ട് അദ്ദേഹത്തെ കൃഷ്ണൻ എന്ന് വിളിക്കുന്നു. അങ്ങനെയുള്ള ഭഗവാന്റെ പ്രസിദ്ധമായിട്ടുള്ള
അല്ലെങ്കിൽ കൂടുതൽ പ്രസിദ്ധിയിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഈ ക്ഷേത്രത്തിൽ വരാൻ സാധിച്ചതിലുള്ള അതിയായിട്ടുള്ള സന്തോഷം നിങ്ങളെ അറിയിക്കുന്നു. കൂടുതൽ അഭിവൃദ്ധിയിലേക്ക് ഈ ക്ഷേത്രം മാറട്ടെ. ഏതെങ്കിലുമൊക്കെ ഒരു കാലത്ത് ഇനിയും ഇവിടെ വരാനുള്ളൊരു ഭാഗ്യം എനിക്കുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒറ്റ കാര്യത്തോടെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ എന്നോട് പറഞ്ഞിരുന്നു, ഇവിടെ ശ്രീധർമ്മശാസ്താവിൻ്റെ പ്രതിഷ്ഠ ഉണ്ട്. നിങ്ങൾ കരുതരുത് അത് അയ്യപ്പസ്വാമിയാണ് എന്ന്. അയ്യപ്പനും ശാസ്താവും രണ്ടായിട്ട് കാണുക. അയ്യപ്പൻ എന്ന് വിളിക്കുന്ന, അല്ലെങ്കിൽ മണികണ്ഠൻ എന്ന് വിളിക്കുന്ന അദ്ദേഹത്തിന്റെ ശരിയായിട്ടുള്ള പേര് ആര്യൻ കേരളൻ എന്നായിരുന്നു. പന്തളത്ത് വളർന്ന ആ കുട്ടി, അദ്ദേഹമാണ് നൈഷ്ഠിക ബ്രഹ്മചാരിയായിട്ടുള്ള ധർമ്മശാസ്താവിൽ വിലയം പ്രാപിച്ച ഭഗവാൻ. അദ്ദേഹമാണ് ശബരിമലയിലുള്ളത്. ശബരിമലയിൽ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ സ്ഥാനം ആ ശ്രീകോവിലല്ല, അവിടെ അടുത്തുള്ള മണിമണ്ഡപം എന്ന് വിളിക്കുന്ന ഭാഗം, അവിടെ ഇരുന്നുകൊണ്ടാണ് ഭഗവാൻ സമാധിയായതെന്നാണ് സങ്കല്പം. ഇന്നിപ്പോൾ അത് എന്തോ ഭഗവാൻ റെസ്റ്റ് എടുത്ത സ്ഥലമാണെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയല്ല, അത് ഭഗവാന്റെ ജീവസമാധിയാണ്. അതാണ് അവിടുത്തെ ഒരു പ്രാധാന്യം. അവിടെ ഇരുന്നുകൊണ്ട് ഭഗവാൻ തൻ്റെ ചൈതന്യത്തെ ശ്രീകോവിലുള്ള ധർമ്മശാസ്താവിൽ ലയിപ്പിച്ചു എന്നാണ്. യഥാർത്ഥത്തിലുള്ള ധർമ്മശാസ്താവ് ബ്രഹ്മചാരി അല്ല. അദ്ദേഹത്തിന് 2 ഭാര്യമാരുടെ സങ്കല്പമുണ്ട്. ഒരു ഭാര്യ, ഒരു പുത്രൻ എന്നുള്ള സങ്കല്പമുണ്ട്. 2 ഭാര്യമാരുള്ള സങ്കല്പം ഏതാ? പൂർണ്ണ, പുഷ്കല എന്നുള്ള 2 ഭാര്യമാരോട് കൂടിയിരിക്കുന്ന ഭാവമുണ്ട്. അല്ലെങ്കിൽ ഒരു ഭാര്യ, ഒരു കുട്ടി, അതാണ് ഇവിടെ ഉള്ളത്, പ്രഭ, സത്യകൻ. അപ്പൊ ഇവിടെ ഇരിക്കുന്ന ഭഗവാൻ നൈഷ്ഠിക ബ്രഹ്മചാരി അല്ല, അദ്ദേഹം ശാസ്താവാണ്. ആ ശാസ്താവിന്റെ അവതാരമായിട്ടാണ് അയ്യപ്പനെ കാണുന്നത്. അതുകൂടെ നിങ്ങൾ മനസ്സിലാക്കുക. നമുക്ക് നമ്മുടെ നാട്ടിലുള്ള ഈശ്വരന്മാരുടെ ഭാവമൊക്കെ നമ്മളൊന്ന് പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. കാരണം ഇപ്പൊ ഭഗവാൻ സ്വാമി അയ്യപ്പൻ എന്ന് വിളിക്കുന്ന, അല്ലെങ്കിൽ ധർമ്മശാസ്താവായിട്ടുള്ള ശബരിമലയിൽ ഇരിക്കുന്ന ഭഗവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം മോക്ഷാവസ്ഥയെ തരാൻ പ്രാപ്തിയുള്ള ആളാണ്. എല്ലാം തരും, എങ്കിലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ആധ്യാത്മികമായിട്ടുള്ള ഉയർച്ച, അതാണ് അദ്ദേഹത്തിന്റെ ഭാവം. ഇവിടെ ഭഗവാൻ ഗാർഹസ്ഥ്യത്തിലിരിക്കുന്ന ശാസ്താവാണ്, ഭാര്യയും കുട്ടിയൊക്കെ ഉണ്ട്. അപ്പൊ ഗാർഹസ്ഥ്യത്തിലുള്ള ആൾക്കാർക്ക് ആശ്രയിക്കാൻ പറ്റിയ ഭാവമാണ് ഇവിടെ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് ഇവിടെയും കുടുംബമായിട്ട് വന്ന് നിങ്ങൾ തൊഴുന്നത് വലിയ നല്ല കാര്യമാണ്. നിങ്ങൾക്ക് കുടുംബത്തിലുള്ള കലഹങ്ങള്, പ്രശ്നങ്ങളൊക്കെ മാറാനൊക്കെ ഇവിടെ ഇരിക്കുന്ന ശാസ്താവിനെ ഭജിക്കുന്നത് നല്ലതാണ്. ഇവിടെ ഒരാൾ എന്നോടത് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഭാവം എന്താന്ന് പറഞ്ഞു കൊടുക്കണമെന്ന്. അയ്യപ്പൻ എന്ന് വിളിക്കുന്നത് ശാസ്താവിന്റെ അവതാരമാണ്, അങ്ങനെ വേണം കാണാൻ. അപ്പം അതുകൊണ്ട് ആ അയ്യപ്പസ്വാമിയും ലക്ഷ്മി ഭഗവതിയും ഭഗവാൻ നാരായണനും ഒക്കെ ഇരിക്കുന്ന ഈ ഒരു സന്നിധാനത്തെത്താൻ സാധിച്ചിട്ടുള്ള അതിയായിട്ടുള്ള സന്തോഷം ഒരിക്കൽ കൂടി നിങ്ങളെ അറിയിച്ചുകൊണ്ട്, ഗുരുവായൂരപ്പനെ നമസ്കരിച്ചുകൊണ്ട് ഈ പ്രഭാഷണത്തെ ഉപസംഹരിക്കുന്നു. താങ്ക് യു സോ മച്ച്.